നമസ്കാരം. നിശ്ചലനായി കിടക്കുന്ന മാർക്ക് ഫുള്ളർക്ക് ചുറ്റുമായി ഒരു ടീം മാർക്കിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ ടീമിന്റെ ഭാഗമായിട്ട് ആര്യനും ചാങ് മാങ്ങും പിന്നെ ഫാറ്റി സീതുവും ഉണ്ട്. അവർക്ക് പുറമെ വേറെ ചില ആളുകൾ കൂടിയുണ്ട്. ആ ആളുകൾ മാർക്കിനെ വളരെ സീരിയസ് ആയി നോക്കുകയാണ്. അങ്ങനെ സീരിയസ് ആയി നോക്കുന്ന ഒരാള് ആ സീതു കുടുംബത്തിന്റെ ഡോക്ടറാണ്. ഡിവൈൻ ഡോക്ടർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. സീതുവിന്റെ പിതാവ് ആ ഡിവൈൻ ഡോക്ടറോട് ചോദിച്ചു, ഈ മാർക്ക് ശരിക്കും ഇപ്പൊ ജീവനോടുണ്ടോ അതോ മരിച്ചോ? ഫാറ്റി സിധുവിന്റെ പിതാവ് ആ ചോദ്യം ചോദിച്ചതും മാർക്കിനെ പരിശോധിക്കുന്ന ഡോക്ടർ മാർക്കിന്റെ മുഖത്തുനിന്ന് കണ്ണെടുത്തിട്ട് അദ്ദേഹത്തോടായി പറഞ്ഞു, ഇവൻ മരിച്ചിട്ടൊന്നുമില്ല. ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സ് ഇവനെ ശരിക്കും രണ്ടാക്കിയിരിക്കുകയാണ്. ഇവന്റെ ബോഡി നമുക്കും അവന്റെ സോള് ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിനുമാണ്. ഡോക്ടർ എന്തായി പറഞ്ഞു വരുന്നത്? യുവർ ലോർഡ്, സാധാരണഗതിയിൽ ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ സോള് ഗോസ്റ്റ് വേൾഡിലേക്ക് പോകും. ഇവിടെ സോള് ഗോസ്റ്റ് വേൾഡിലേക്ക് പോയിട്ടില്ല. പോയിരിക്കുന്നത് ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിലേക്കാണ്. എന്ന് പറഞ്ഞാൽ മാർക്ക് ഫല്ലർ ഗോഡായി മാറിയെന്നാണോ? അതെ, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. മാർക്കിന്റെ സോൾ ഇപ്പോൾ ആ ഗോഡുകളുടെ ലോകത്താണ്. ആ ഗോഡുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സ് എന്ന ആ സാമ്രാജ്യത്തിലേക്ക് മാർക്ക് ആഗിരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് മാർക്കിന്റെ ബോഡി എന്തായാലും സൂക്ഷിക്കാം. ഈ ശൈലിയിൽ ആ ഗോഡ് വേൾഡിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ട ആത്മാക്കളുടെ ബാക്കി പത്രമായ ബോഡികളാണ് യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ ആ 9 ക്ലിപ്സിൽ കണ്ട പല ബോഡികളും. 9 ക്ലിപ്സിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം ജീവികളുണ്ടായിരുന്നു. ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ വിളിക്കാൻ കഴിയുന്ന ശൈലിയിൽ ഇഴജന്തുക്കളുടെ ഒരു ആവാസ വ്യവസ്ഥയാണ് ആ 9 ക്ലിപ്സ് എന്ന് പറയുന്നത്. ഇരുട്ടാണ് അവിടുത്തെ മുഖമുദ്ര. ആ 9 ക്ലിപ്സിലെ മുഴുവൻ ഇഴജന്തുക്കളെയും നിയന്ത്രിക്കാൻ പക്ഷേ ആ ചെൻ ശിഷ എന്ന ആ സന്യാസിക്ക് കഴിഞ്ഞിരുന്നു. ശരിക്കും അയാളുടെ ചിന്തയ്ക്കനുസരിച്ച് ആ ജീവികൾ പെരുമാറുന്നത് ഫാറ്റി സീതു ഉൾപ്പെടെ എല്ലാവരും കണ്ടതുമാണ്. ആ ചെൻ ശിഷ അവരെ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവർ പലരുടെയും ബോഡി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ ബോഡിയുടെ യഥാർത്ഥ ഉടമ, അതിൻ്റെ ആത്മാക്കൾ മറ്റേതോ ലോകത്താണ്. ആ ഡിവൈൻ ഡോക്ടർ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയതും ഡിവൈൻ ഡോക്ടറുടെ അടുത്ത് നിൽക്കുന്ന ഫാറ്റി സീതുവിനെ നോക്കി അവൻ്റെ അച്ഛൻ അവനോട് പറഞ്ഞു, ഹേയ് റിയാൻ, ശരിക്കും നിന്നെ ഓർത്ത് എനിക്കിപ്പോൾ അഭിമാനം തോന്നുകയാണ്. ഫാറ്റി സീതുവിനെ ഷോൾഡർ തട്ടിക്കൊണ്ടാണ് അവൻ്റെ പിതാവ് ആ ഡയലോഗ് പറഞ്ഞത്. ആ സമയത്ത് വേറെയും 1-2 ആളുകൾ അവിടേക്ക് വന്നു. അവരൊക്കെ ആ സീതു കുടുംബവുമായി ഏറ്റവും അടുപ്പമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ആ സീതു കുടുംബത്തിൻ്റെ ടോപ്പ് ലെവൽ കക്ഷികളാണ് അവരെന്ന് പറയാം. അവരൊക്കെ ഫാറ്റി സീതു എന്ന് വിളിക്കപ്പെടുന്ന റിയാൻ സീതുവിനോടായി പറഞ്ഞു, റിയാൻ, നീ ശരിക്കും ഈ കുടുംബത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയിരിക്കുകയാണ്. ഇന്ന് വരെ ഈ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സ് ഒരു സ്വപ്നം മാത്രമായി സകലരും കണ്ടിരുന്നതാണ്. ഇന്നിപ്പോ നീ അതിൻ്റെ ഒരു പാർട്ടാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്ക്രിപ്റ്റാണ്. ഗോഡ് ലെവലിലുള്ള ആരോ എഴുതിയ ഒരു സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റ് ഒരു ഫലകത്തിലാണ് ആ 9 ക്ലിപ്സിന്റെ മുകളിൽ നേരത്തെ കാണപ്പെട്ടത്. ആ ഫലകത്തിൽ നിന്ന് ഒരു ഭാഗമാണ് ഫാറ്റി സീതു അടർത്തി മാറ്റിയത്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ റിയാൻ സീതുവിന്റെ പിതാവും മറ്റുള്ള ആളുകളൊക്കെ സംസാരിക്കുന്നത്. ആ സംഭാഷണം കേട്ടുനിന്ന ഡോക്ടർ, റിയാൻ, നാളെ നീ ഈ കുടുംബത്തിന്റെ തലപ്പത്തേക്ക് വരുമ്പോൾ നിന്നെ ഓർത്ത് സകലരും അഭിമാനിക്കും. ഈ സെയിന്റ് വേൾഡിൽ നമ്മുടെ ഈ സീതു ഫാമിലി ആർക്കും പിന്നിലല്ല എന്ന് കാലം വിളിച്ചു പറയുന്നത് നിന്റെ ഈ ഒരു തീരുമാനത്തിലൂടെയും നിന്റെ ഈ ഒരു അച്ചീവ്മെന്റിലൂടെ ആയിരിക്കും. ആലിസ്റ്റർ കുടുംബത്തിന്റെ മിങ് ആലിസ്റ്ററും അങ്കിൾ ബായ് എന്ന് വിളിക്കപ്പെടുന്ന കുലപതിയും അതുപോലെ ഗോഡ് സ്ലെയറിന്റെ സിമ്രാനും ആ ഫലകത്തിൽ ആഞ്ഞു പിടിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് ഫാറ്റി സിധു പാഞ്ഞെത്തുന്നതും ഫാറ്റി സിധുവും കൂടെ ചേർന്ന് ആ ഫലകത്തെ ആ ശക്തിയിൽ നിന്ന് അടർത്തി മാറ്റി അതുമായി മുന്നോട്ട് കുതിക്കുന്നത്. ആ നിമിഷത്തിൽ ആ ഫലകം 4 കഷ്ണങ്ങളായി മാറുമ്പോൾ ഫാറ്റി സിധുവിനൊപ്പം ഉണ്ടായിരുന്ന 3 ആളുകളും അപ്രത്യക്ഷമായിരുന്നു. ഫാറ്റി സീതു മാത്രമാണ് അവിടെ അവശേഷിച്ചത്. അങ്ങനെ അവശേഷിച്ച ഫാറ്റി സീതുവിനെ ആ ക്ലിഫിന്റെ മുകളിലെ പവർ ആഗിരണം ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് മാർക്ക് ഫല്ലർ ഫാറ്റി സീതുവിനെ അപ്രതീക്ഷിതമായി രക്ഷപ്പെടുത്തിയത്. മാർക്കിന്റെ ബോഡിയിലെ ആ നൈറ്റ് എനർജിയും മാർക്കിന്റെ ബോഡിയിലെ സബ് ഡാഗറുടെ കപ്പാസിറ്റിയും ഒരുമിച്ച് അവിടെ സംയോജിപ്പിച്ച് ശക്തമായ ഒരു അറ്റാക്ക് ആ പവറിന് മുകളിൽ നടത്തിയപ്പോൾ ആ ഫലകവുമായി ഫാറ്റി സീതു ആ ക്ലിഫിന്റെ മുകളിലേക്ക് തെറിക്കുകയായിരുന്നു. അവിടേക്ക് ഓടിയെത്തിയ ഫാറ്റി സീതുവിന്റെ ആ ബോഡി ഗാർഡുകൾ ഉടൻ തന്നെ ഫാറ്റി സീതുവിനെ അവിടുന്ന് പൊക്കി മാറ്റുകയായിരുന്നു.
ചാങ്മാങ്ങും ആര്യനും ആ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു. ഈ കഥ ഇപ്പോൾ ആ സീതു കുടുംബത്തിൽ ശരിക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കഥയാണ്. ആ കഥ തന്നെയാണ് യഥാർത്ഥത്തിൽ എല്ലാവരും ഫാറ്റി സീതുവിനെ അഭിനന്ദിക്കപ്പെടും ഫാറ്റി സീതു ആലോചിക്കുന്നത്. മാർക്ക് ഫെല്ലർ ആ നിമിഷത്തിൽ അവിടേക്ക് കുതിച്ചു വന്നില്ലായിരുന്നുവെങ്കിൽ ഫാറ്റി സീതു ഇപ്പോൾ ഒരു ഓർമ്മ മാത്രമായനെ. ആ ക്ലിഫിലെ ശക്തി അത്രയും പവർഫുള്ളാണ്. ആ പവർഫുൾ ശക്തിയെ അതിജീവിക്കാൻ സാക്ഷാൽ ആലിസ്റ്റർക്ക് പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ആലിസ്റ്ററും സിമ്രാനും കുലപതിയും ഒന്നിച്ച് ശ്രമിച്ചിട്ടും ആ ശക്തിയുടെ പിടുത്തത്തിൽ നിന്ന് ആ ഫലകത്തെ വലിച്ചെടുക്കാൻ അവർക്ക് പറ്റാതിരുന്നപ്പോഴാണ് ഫാറ്റി സീതു തന്റെ സകല കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഒരു അറ്റാക്കിലൂടെ ആ ഫലകത്തെ ആ ശക്തിയിൽ നിന്ന് പിടിച്ചെടുത്തത്. പക്ഷെ അതിന് തനിക്ക് കഴിഞ്ഞത് ശരിക്കും മാർക്ക് ഫെല്ലറുടെ ശ്രമഫലമായിട്ടാണ്. മാർക്ക് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ താനിപ്പോ വെറുമൊരു കഥാപാത്രം മാത്രമായേനെ. അങ്ങനെ ആലോചിച്ചതും ഫാറ്റി സീതു എന്ന് വിളിക്കപ്പെടുന്ന റിയാൻ സീതു അവന്റെ പിതാവിന്റെ നേരെ തിരിഞ്ഞ് അദ്ദേഹത്തോടായി പറഞ്ഞു, അച്ഛാ, നമുക്ക് മാർക്കിനെ രക്ഷപ്പെടുത്തണം. ഏയ് റിയാൻ, അക്കാര്യത്തിൽ എനിക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുത്തും? അച്ഛാ, നമ്മുടെ കൈവശമുള്ള ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിന്റെ ഭാഗം ഉപയോഗിച്ചാൽ മാർക്കിനെ തിരിച്ചു പിടിക്കാൻ പറ്റിയല്ലോ. ഹേയ് റിയൻ, നീ എന്തായി പറയുന്നത്? ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സ് എന്താണെന്ന് നിനക്കറിയാമോ? നമ്മളെല്ലാം സെയിന്റ് വേൾഡിലുള്ള ആളുകളാണ്. നമുക്ക് മുകളിലുള്ള ലോകമാണ് ഗോഡ്സിന്റെയും ഗോസ്റ്റുകളുടെയൊക്കെ ലോകം. ആ ലോകത്തു നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന അമൂല്യമായ ഒരു ഡിവൈൻ ആർട്ടിഫാക്റ്റാണ് ആ കീറിയ ആ പേപ്പർ അല്ലെങ്കിൽ ഫലകം. അതിൻ്റെ ശക്തി അത് എന്താണെന്ന് നിനക്കറിയാവൂ. ആ ശക്തിയിലൂടെ നമ്മുടെ കുടുംബത്തിനെ ഈ സെയിന്റ് ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള കുടുംബമായി നമുക്ക് മാറ്റാൻ പറ്റും. നിനക്കറിയാമല്ലോ, ഈ സെയിന്റ് ലോകത്തിൽ 18 കിങ്ഡങ്ങൾ ഉണ്ടെന്നും ആ 18 കിങ്ഡങ്ങൾക്ക് പുറമെ വേറെയും ഒരുപാട് പ്ലേസുകളുണ്ട്. അതിലൊന്നാണ് ആ 9 ക്ലിഫ്സ്, പിന്നെ ആ 19th പ്രിസൺ, മൈൻ, പിന്നെ നമ്മുടെ ഈ ട്രഷർ ഐലൻഡ്, അങ്ങനെ എന്തെല്ലാം സ്ഥലങ്ങൾ. പക്ഷെ നമുക്ക് ആർക്കും തന്നെ ആ 18 കിങ്ഡങ്ങൾക്കൊപ്പം എത്താൻ പറ്റിയിട്ടില്ല. ഈ ഒരൊറ്റ സ്ക്രിപ്റ്റിലൂടെ, ഇതിൻ്റെ ശക്തിയിലൂടെ നമ്മൾ അവർക്കൊപ്പം എത്തുകയോ അവരെ മറികടക്കുകയോ ചെയ്യും. അത് സംഭവിക്കാൻ പോകുമ്പോൾ നീ പറയുന്നത് ഈ സ്ക്രിപ്റ്റ് ഈ മാർക്ക് ഫെല്ലർക്ക് വേണ്ടി നമ്മൾ ഉപേക്ഷിക്കണമെന്നാണോ? വളരെ വിശദമായിട്ട് തന്നെ റിയാന്റെ പിതാവ് ആ അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചു. അത് കേട്ടതും റിയാൻ പറഞ്ഞു, അച്ഛാ, അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാകിഞ്ഞിട്ടല്ല ഞാൻ തർക്കിക്കുന്നത്. മാർക്ക് എനിക്ക് വേണ്ടി നൽകിയത് സ്വന്തം ജീവനാണ്. ആ മാർക്കിനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ സ്ക്രിപ്റ്റ് കൊണ്ടോ നമ്മുടെ മറ്റ് മാന്ത്രിക ആയുധങ്ങൾ കൊണ്ടോ നമ്മുടെ പണം കൊണ്ടോ എന്ത് കാര്യമാണ് ഉള്ളത്? ശരിക്കും മാർക്കിൻ്റെ ജീവൻ കൊടുത്ത് മാർക്ക് നമുക്ക് നേടിത്തന്ന ഈ സംവിധാനം നമ്മൾ ഉപയോഗിക്കേണ്ടത് മാർക്കിനെ തിരിച്ചു പിടിക്കാനാണ്. റിയാൻ തൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന കണ്ടതും റിയാന്റെ പിതാവ് റിയാനോട് പറഞ്ഞു, റിയാൻ, ഈ സെയിന്റ് വേൾഡിൽ ശരിക്കും ഞാനും ആലിസ്റ്ററും ഏതാണ്ട് തുല്യ ലെവലിൽ നിൽക്കുന്ന ആളുകളാണ്. ഞങ്ങൾ രണ്ടുപേരും ഡാവോ കോൺഷ്യസ് ലെവലിലെ 14th സ്റ്റേജിലുള്ള ആളുകളാണ്. ശരിക്കും ഞങ്ങൾ രണ്ടും പീക്ക് ലെവൽ മാസ്റ്റേഴ്സാണ്. പക്ഷേ ആലിസ്റ്റർ എന്നെക്കാൾ ഒരു പടി മുകളിലാണ്. ആലിസ്റ്ററിനെ തോൽപ്പിക്കാൻ എനിക്ക് ഇതുവരെയും പറ്റിയിട്ടില്ല. പക്ഷെ ഇവിടെ ഈ സ്ക്രിപ്റ്റ് ഞാനൊന്ന് ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് ഉറപ്പായും ആലിസ്റ്ററിന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റും. ഇവിടെ സംഭാഷണ വിധേയനായ ആലിസ്റ്ററുടെ കയ്യിലും ഇപ്പോൾ ആ സ്ക്രിപ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം സീതു കുടുംബത്തിലെ ആ കാരണവർക്ക് അറിയുകയും ചെയ്യാം. എന്നാലും ആലിസ്റ്റർ ആ സ്ക്രിപ്റ്റ് പഠിക്കുന്നതിനേക്കാൾ വേഗത്തിൽ താൻ ആ സ്ക്രിപ്റ്റ് പഠിക്കുമെന്നും അതുപയോഗിച്ച് ഈ സെയിന്റ് വേൾഡിലെ ഏറ്റവും ശക്തനായി താൻ മാറുമെന്നാണ് ഡാവോ കോൺഷ്യസ് ലെവലിലെ 14th സ്റ്റേജിൽ നിൽക്കുന്ന ആ ഫാറ്റി സീതുവിന്റെ പിതാവ് പറയുന്നത്. ഫാറ്റി സീതുവിന്റെ പിതാവിനോട് പിന്നെയും റിയാൻ തർക്കിക്കാൻ തുടങ്ങിയതും റിയാനെ തടഞ്ഞുകൊണ്ട് അദ്ദേഹം ഡോക്ടറോട് പറഞ്ഞു, നമുക്ക് മാർക്കിനെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണം. എനിക്ക് ഉറപ്പുണ്ട് അവിടെ ആ ക്ലിഫിൽ കണ്ടതുപോലെ മാർക്കിലും മാറ്റം ഉണ്ടാകുന്നു. ക്ലിഫിൽ മനുഷ്യരൂപത്തിലുള്ള ആളുകളുടെ പുറത്തൊക്കെ ടെൻഡക്കിൾസ് വളരുന്നത് അവരൊക്കെ കണ്ടതാണ്. ആ ക്ലിഫിനകത്ത് സംഭവിച്ചിരിക്കുന്ന അതേ മാറ്റങ്ങൾ മാർക്കിലും ഉണ്ടാകുമെന്ന് കേട്ടപ്പോൾ അതുവരെ നിശബ്ദരായിരുന്ന ചാങ്മാങ്ങും ആര്യനും അറിയാതെ മുഖാമുഖം നോക്കിപ്പോവുകയാണ്. അവരുടെ പ്രിയപ്പെട്ട മാർക്ക് അവസാനിച്ചു എന്ന് വിശ്വസിക്കാൻ അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് പറ്റുന്നില്ല. രണ്ടുപേരും നിശബ്ദരായി മാർക്കിനെ അപ്പുറം ഇപ്പുറം ഇരിക്കുകയാണ്. ഡെഡ് ബോഡിയുടെ അപ്പുറം ഇപ്പുറം ഇരിക്കും പോലെയാണ് അവരിയ്ക്കുന്നത്. അവരൊന്ന് നോക്കിയിട്ട് ആ സീതു കുടുംബത്തിൻ്റെ കാരണവർ അവിടെ ആ ആക്ടിവിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ പറഞ്ഞു, ഓക്കെ, മാർക്കിനെ ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ പറഞ്ഞ
ആ കാരണവർ ഉടൻ തന്നെ മാർക്കിന് നേരെ കൈയൊന്ന് അനക്കിയതും മാർക്കിന് ചുറ്റുമായി ഒരു ക്യാബിൻ രൂപപ്പെട്ടു. ആ ക്യാബിൻ രൂപപ്പെടുമ്പോഴേക്കും ചാങ്ങും ആര്യനും ഒക്കെ ആ ക്യാബിന്റെ പുറത്താവുകയും ചെയ്തു. ആ ക്യാബിന്റെ വലിപ്പം അങ്ങ് കൂടി വരികയാണ്. ആ ക്യാബിൻ പെട്ടെന്ന് വലിപ്പം വെച്ചു. അത് വലുതായി വലിയൊരു ഹാളിന്റെ അത്രയും വലിപ്പത്തിലേക്കായി. അതിനകത്ത് മാർക്ക് ഫെല്ലർ. ആ ക്യാബിൻ വേണമെങ്കിൽ ഇനിയും വലുതാകുമെന്ന് അതിന്റെ ആ വളർച്ച കാണുന്ന ആർക്ക് മനസ്സിലാവും. ആ ക്യാബിനിലേക്ക് നോക്കിയിട്ട് ആ സീതു കുടുംബത്തിന്റെ ആ മാസ്റ്റർ ലോർഡ് ഡോക്ടറോട് പറഞ്ഞു, ഓക്കെ, ഇനി മാർക്കിനെ ഷിഫ്റ്റ് ചെയ്തു. അടുത്ത നിമിഷം ഡോക്ടർ തന്റെ കൈകൾ അനയ്ക്കുമ്പോൾ ആ എൻറ്റയർ ക്യാബിനും അവിടെ നിന്ന് പതുക്കെ മൂവ് ചെയ്യാണ്. അവരുടെ ആ ബിൽഡിങ്ങിൽ നിന്ന് വനഭാഗത്തേക്കാണ് ആ ക്യാബിനെ ഷിഫ്റ്റ് ചെയ്തത്. വനത്തിനകത്ത് മഞ്ഞ് പെയ്യുന്ന ഒരു മലയുടെ അടുത്തായി ഒരു തുറസായ പ്രദേശത്ത് ആ ക്യാബിൻ പ്രതിഷ്ഠിക്കപ്പെട്ടു. ആ ക്യാബിൻ അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടതും അതിന്റെ വലിപ്പം പതുക്കെ ഇങ്ങനെ കൂടി വരികയാണ്. സാവധാനം ആ ക്യാബിന്റെ മുകളിലോട്ടുള്ള ഭാഗവും ഉയർന്നു തുടങ്ങി. അതങ്ങനെ ഉയർന്നു വന്നപ്പോൾ ആ ഭാഗത്തുള്ള എൻറ്റയർ വനവും ആ ക്യാബിനകത്തേക്കായി. ശരിക്കും അടിപൊളി ഒരു ബാരിയർ അവിടെ മാർക്കിന് ചുറ്റും ഉണ്ടാക്കിയെന്ന് പറയാം. പക്ഷെ സീ ത്രൂ ബാരിയറാണ്. ആ ബാരിയറിന്റെ പുറത്താണ് ഡോക്ടറും ചാങ് മാങ്ങും ആര്യനും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും. എല്ലാ ആളുകളും ആ സീ ത്രൂ ക്യാബിനിലൂടെ അകത്തുള്ള മാർക്ക് ഫില്ലർ തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഡോക്ടർ അയാളുടെ ഇരു കൈകളും ഒന്ന് അനക്കിയതും ആ രണ്ട് കൈകളിലുമായി ചുവപ്പ് നിറത്തിലുള്ള വൃത്താകൃതിയിലുള്ള എന്തൊക്കെയോ കുറിച്ചിരിക്കുന്ന രണ്ട് പേപ്പറുകൾ പ്രത്യക്ഷപ്പെട്ടു. അയാൾ ആ പേപ്പറുകൾ സാവധാനം അടുപ്പിച്ചു കൊണ്ടുവന്ന് നേരെ ആക്കിയിട്ട് ഒരു ആരോ എറിയും പോലെ ആ ക്യാബിന്റെ മുകളിലേക്ക് എറിഞ്ഞു. ശരിക്കും അത് ഒരു പേപ്പർ കൊണ്ടുണ്ടാക്കുന്ന പ്ലെയിൻ പറക്കുന്നത് പോലെ ആ സീ ത്രൂ ക്യാബിന്റെ മുകളിലൂടെ പറന്ന് മാർക്ക് കിടക്കുന്നതിന്റെ നേരെ മുകളിലെത്തി. സാവധാനം ആരോ അതിനെ നിയന്ത്രിക്കും പോലെ അത് താണ് ആ ക്യാബിന്റെ മുകളിലെത്തിയതും ആ ക്യാബിന്റെ മുകളിൽ പതുക്കെ ഒരു വിടവുണ്ടായി. ആ വിടവിലൂടെ ആ പേപ്പർ സാവധാനം താഴേക്ക് വരികയാണ്. സ്ലോ മോഷനിൽ ആളുകൾക്കൊക്കെ ഈ കാഴ്ച കാണും. പേപ്പർ എങ്ങനെ താണ് വന്ന് മാർക്ക് കിടക്കുന്ന ഭാഗത്തെത്തി. മാർക്കിന്റെ നെറ്റിക്ക് മുകളിൽ അത് എത്തിയതും അതിൽ നിന്ന് ചുവപ്പ് നിറത്തുള്ള ഒരു പ്രകാശം പതുക്കെ മാർക്കിന്റെ നെറ്റിയിലേക്ക് വീണു. സകല ആളുകളും ശ്വാസം അടക്കിപ്പിടിച്ച് ആ കാഴ്ച കാണുകയാണ്. മാർക്കിന്റെ നെറ്റിയിലേക്ക് ആ പ്രകാശം വീണതും ആ പ്രകാശം ആ നെറ്റിയിൽ നിന്ന് മാർക്കിന്റെ ബോഡിയിലേക്ക് പതുക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങി തുടങ്ങി. ശരിക്കും വെള്ളം ഒഴുകുന്ന പോലെ ആ പ്രകാശം ഇങ്ങനെ ഒഴുകുകയാണ്. മാർക്കിന്റെ ആ ബോഡിക്ക് ചുറ്റുമായ പ്രകാശം പതുക്കെ വ്യാപിച്ചു. പതുക്കെ ആ പ്രകാശം മാർക്കിന്റെ ബോഡിയുടെ ചുറ്റും വ്യാപിച്ച് ഏകദേശം ഒരു 10 മീറ്റർ ചുറ്റളവിൽ മാർക്കിന് ചുറ്റും ആ പ്രകാശം എത്തിയെന്ന് പറയാം. ആ നിമിഷത്തിൽ മാർക്ക് ഒന്ന് അനങ്ങി. മാർക്കിന്റെ എൻറ്റയർ ബോഡി ഒന്ന് അനങ്ങുന്നത് ഈ കണ്ണാടി പോലുള്ള ആ ബാരിയറിന് പുറത്തു നിൽക്കുന്ന മുഴുവൻ ആളുകളും കാണുന്നുണ്ട്. മാർക്ക് കൈയും കാലും ഒക്കെ അനക്കും പോലെ ഒരു ഫീൽ. മാർക്ക് ശരിക്കും കൈയും കാലും അനക്ക് തന്നെയാണ്. അല്പസമയം കഴിഞ്ഞതും പെട്ടെന്ന് മാർക്ക് അങ്ങ് ചാടി എണീറ്റ് മാർക്ക് കൈകൾ രണ്ടും വിടർത്തി ചുറ്റുമൊന്ന് നോക്കുമ്പോൾ മാർക്കിന്റെ ബോഡിയുടെ പുറകിൽ ചുവന്ന പ്രകാശം ആളുകൾ കണ്ടു. ആ ചുവന്ന പ്രകാശം പെട്ടെന്നാണ് ചില കൈകൾ പോലെ രൂപം മാറുന്ന കാഴ്ച ആളുകൾ കാണുന്നത്. മാർക്കിന്റെ ബോഡിയുടെ പുറകുവശത്ത് നിന്ന് ചെറു കൈകൾ ഉണ്ടായി വരികയാണ്. നല്ല നീളമുള്ള വേരുകൾ പോലുള്ള കൈകൾ. മാർക്ക് ഇത് ആ ക്രീപ്പിയായി മാറുകയാണ്. ആ കാഴ്ച കണ്ടതും ചാങ് മാങ്ങും ആര്യനും അറിയാതെ ഉറക്കെ വിളിച്ചു പോവുകയാണ്, മാർക്ക്. ശരിക്കും അങ്ങനെ വിളിക്കുമ്പോൾ ചാങ് കരയുന്നുണ്ട്. ആ കാഴ്ച കാണാനാവാതെ ഫാറ്റി സീതു അവന്റെ മുഖത്ത് അറിയാതെ പൊത്തിപ്പോവുകയാണ്. ഈ സംഭവവികാസങ്ങൾ ഇവിടെ അങ്ങനെ നടക്കുമ്പോൾ സെയിന്റ് വേൾഡിൽ പല സ്ഥലത്തും ഇത് ചർച്ചാ വിഷയം ആയിരിക്കുകയാണ്. അതിന്റെ കാരണം ആ 9 ക്ലിഫ്സിൽ ആക്രമണത്തിന് വിധേയനായ ചെൻ ശിക്ഷയുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ 2 സെയിന്റ് കിങ്ഡം സേക്രഡ് ഹാർട്ടുകളും അവിടെ നിന്ന് ആ ബൗണ്ടറി ഭേദിച്ച് അതിവേഗം മറ്റൊരു സെയിന്റ് കിങ്ഡത്തിലേക്ക് പോയതാണ്. ആ മിസ്റ്റീരിയസ് സെയിന്റ് കിങ്ഡത്തിന്റെ ഭാഗമല്ല 9 ക്ലിഫ്സ്. മിസ്റ്റീരിയസ് സെയിന്റ് കിങ്ഡത്തിന്റെ പുറത്താണ് 9 ക്ലിഫ്സ്. ആ 9 ക്ലിഫിലേക്ക് വന്ന ചെൻ ശിക്ഷയുടെ ബോഡിയിൽ ഉണ്ടായിരുന്ന ആ 2 ഹാർട്ടുകൾ ആ മിസ്റ്റീരിയസ് സെയിന്റ് കിങ്ഡത്തിലേക്ക് പോകുന്നതിന് പകരം നേരെ പോയത് സിയാങ്ങിന്റെ സെയിന്റ് കിങ്ഡത്തിലേക്കാണ്. സിയാങ്ങിന്റെ സെയിന്റ് കിങ്ഡത്തിലേക്ക് ആ ഹാർട്ടുകൾ വന്നതും സിയാങ്ങിന്റെ ആ സെയിന്റ് കിങ്ഡത്തിന്റെ പവർ അങ്ങ് വർദ്ധിച്ചു. സ്വാഭാവികമായിട്ടും മറ്റുള്ള രാജ്യങ്ങളിലെ ആ സെയിന്റുകൾ
ആ കാഴ്ച കാണുകയാണ്. ആ കാഴ്ച കാണുന്ന ആളുകളുടെ കൂട്ടത്തിൽ മനുഷ്യരുടെ രൂപത്തിലുള്ള സെയിന്റുകളും മോൺസ്റ്റേഴ്സിന്റെ സെയിന്റുകളും ഗോസ്റ്റിന്റെ സെയിന്റും അതുപോലെ ഡീമൺ സെയിന്റുകളൊക്കെ ഉണ്ട്. ഡീമൺ സെയിന്റിന്റെ ഭാഗമായ എമോട്ടർ ക്രെയിൻ ആ കാഴ്ച കണ്ടു. എമോട്ടർ ക്രെയിൻ തൻ്റെ കൂടെയുള്ള ആ ഡീമനുകളോടായി പറഞ്ഞു, മോൺസ്റ്റർ റൈസ് ശരിക്കും ശക്തമാവുകയാണ്. ആ സിയാങ് എങ്ങനെയോ ആ മിസ്റ്റീരിയസ് സെയിൻലി കിങ്ഡത്തിന്റെ ശക്തി നേടിയിരിക്കുകയാണ്. നേരത്തെ മാർക്ക് ഫെല്ലർ ഒരു സിറ്റിയിൽ അവിടെ ആ നിലവറയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന ആ സിറ്റി ലോഡിനെ മോചിപ്പിച്ചപ്പോൾ അയാളും അയാളുടെ കൈവശമുണ്ടായിരുന്ന ആ ഹാർട്ടുകൾ അവിടെ നിന്ന് ദൂരേക്ക് അയച്ചിരുന്നു. അതും ചെന്നത് ഈ സിയാങ്ങിന്റെ അതേ സെയിന്റ് കിങ്ഡത്തിലാണ്. സിയാങ് പല ആളുകളെയും അയാളുടെ അനുയായികളായി ഈ മിസ്റ്റീരിയസ് സെയിൻലി കിങ്ഡത്തിനകത്ത് സ്ഥാപിച്ചിരുന്നു അല്ലെങ്കിൽ താമസിപ്പിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ കാണുന്നത്. പല ആളുകളെയും ആ ഹാർട്ട് കണ്ടുപിടിക്കാനായി അയാൾ റിക്രൂട്ട് ചെയ്തിരുന്ന അർത്ഥം. അവര് ശ്രമിച്ച് കണ്ടെത്തിയ ആ ഹാർട്ടുകളാണ് ഇപ്പൊ സിയാങ്ങിലേക്ക് കടന്നു ചെല്ലുന്നത്. സിയാങ് ആ മിസ്റ്റീരിയസ് സെയിന്റ് കിങ്ഡത്തിന്റെ ആധിപത്യം കൂടി നേടിയാൽ പിന്നെ ഈ സെയിന്റ് വേൾഡിൽ സിയാങ് ആയിരിക്കും അവസാന വാക്ക്. അത് മറ്റ് സെയിന്റുകൾക്ക് വലത്തൊരു പ്രഷർ ഉണ്ടാക്കുകയാണ്. അതിനെക്കുറിച്ചാണ് എമോട്ടർ ക്രെയിൻ വ്യാകുലപ്പെടുന്നത്. ഈ സമയത്ത് എമോട്ടർ ക്രെയിൻ ചിന്തിക്കാത്ത ഒരു വിഷയം മറ്റൊരു സ്ഥലത്ത് ചിന്തയ്ക്ക് വിധേയമായി. അങ്ങനെ ചിന്തിച്ചത് സഷൽ ഷിമോജിയാണ്. മാർക്ക് ഫെല്ലർ ആ മിസ്റ്റീരിയസ് ഹെവൻലി സോഡ് സെക്ഷന് മുന്നിൽ യുദ്ധം നടത്തുന്ന സമയത്ത് മാർക്കിനെ അറ്റാക്ക് ചെയ്ത ആ ഒറ്റക്കണ്ണൻ യഥാർത്ഥത്തിൽ ഒരു സെയിന്റ് ആണ്. ആ സെയിന്റിന്റെ പ്രൊജക്ഷനാണ് അന്ന് മാർക്കിനെ അറ്റാക്ക് ചെയ്തത്. ആ സെയിന്റിന്റെ സെയിന്റ് കിങ്ഡത്തിൽ ആ ഒറ്റ കണ്ണുമായി ആ സെയിന്റ് ഇപ്പോ നോക്കുന്നത് ആ മിസ്റ്റീരിയസ് സെയിൻലി കിങ്ഡത്തിലേക്കാണ്. തന്റെ കൂടെയുള്ള ആളുകളോടായി ഷിമോജി ആ കാര്യം പറയുകയും ചെയ്തു. ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സ് ഇത് ആദ്യമായി സെയിന്റ് വേൾഡിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം അവിടെ ആ ട്രഷർ ഐലൻഡിലുണ്ട്. ട്രഷർ ഐലൻഡ് എല്ലാവർക്കും അറിയാവുന്ന പ്ലേസാണ്. ഈ സെയിന്റ് വേൾഡിലെ ഏറ്റവും ശക്തമായ ഏറ്റവും സമ്പന്നമായ കുടുംബമാണല്ലോ സീതു കുടുംബം. ആ കുടുംബത്തിന്റെ ആസ്ഥാനമാണ് ആ ദ്വീപ്. ആ ദ്വീപിൽ ആ ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ആ അമൂല്യമായ സ്ക്രിപ്റ്റിന്റെ ഒരു ഭാഗം എത്തിയെന്നാണ് ഷിമോജി കണ്ടെത്തിയിരിക്കുന്നത്. ഷിമോജി അത് പറയുമ്പോൾ അതേ ഡയലോഗ് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സെയിന്റ് പറയുന്നുണ്ട്. അതാണ് ഫോളൻ ഏഞ്ചൽ ലൂസിഫർ. ലൂസിഫറും ഇപ്പൊ നോക്കുന്നത് ആ ട്രഷർ ഐലൻഡിലേക്കാണ്. അതുപോലെ ഷാഡോലെസ് ഡിവൈൻ കിങ്ഡത്തിന്റെ സെയിന്റ് ജൂ ചെന്നും അതേ ഡയലോഗ് തന്റെ അനുയായികളോട് പറയുകയാണ്. ഇതേ ഡയലോഗ് സിയാങ്ങും പറയുന്നുണ്ട്. സകല ആളുകളുടെയും സംഭാഷണ വിഷയത്തിലേക്ക് ആ സ്ക്രിപ്റ്റ് കടന്നു വരികയാണ്. ഇതുവരെ സെയിന്റ് ലെവലിലുള്ള ആയുധങ്ങളും ആർട്ടിഫാക്റ്റുകളും ഒക്കെയാണ് അവരുടെയൊക്കെ കൈവശം ഉണ്ടായിരുന്നത്. ഇതാ ഗോഡ് ലെവലിൽ നിന്ന് ഒരു ആർട്ടിഫാക്റ്റ് അത് സെയിന്റ് വേർഡിൽ എത്തിയിരിക്കുകയാണ്. സെയിന്റ് വേർഡിലെ ഇപ്പോൾ ഉള്ള ആ ബലാബലം ആകെ മാറ്റിമറിക്കാൻ ഗോഡ് ലെവലിൽ നിന്നുള്ള ആ ആർട്ടിഫാക്റ്റിന് പറ്റും. അതൊരു സ്ക്രിപ്റ്റാണ്. ശരിക്കും എന്തൊക്കെയോ കാര്യങ്ങൾ കുത്തിക്കുറിച്ചിരിക്കുന്ന ആ സ്ക്രിപ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റിയാൽ പിന്നെ ആ പഠിച്ചെടുക്കുന്ന ആളിനെ തോൽപ്പിക്കാൻ ഒരാൾക്കും പറ്റില്ല. ആ ഒരു ചർച്ച പല സെയിന്റ് കിങ്ഡത്തിലും നടക്കുമ്പോൾ ഈ സംസാര വിഷയമായ ഇൻസ്ട്രക്ടർ ഓഫ് ഗോഡിന്റെ യഥാർത്ഥ സ്ഥലത്ത് സഷൽ മാർക്ക് ഫെല്ലർ കണ്ണുകൾ തുറക്കുകയാണ്. മാർക്ക് അമ്പരപ്പോടെ കണ്ണു തുറക്കുമ്പോൾ മാർക്കിനെ തന്നെ നോക്കിയിരിക്കുന്ന ഒരാളെ മാർക്ക് കണ്ടു. ഒരു പാറയിൽ അയാൾ ഇരിക്കുകയാണ്. മാർക്ക് ആ പാറയുടെ താഴെ സമതലത്തിൽ അങ്ങനെ കിടക്കുകയാണ്. പാറയിരിക്കുന്ന ആ ആളിൻ്റെ വായിൽ സിഗരറ്റ് പോലെ എന്തൊരു സംഭവമുണ്ട്. അതിൽ നിന്ന് പുക ചുരുളുകൾ പുറത്തേക്ക് വരികയാണ്. അയാൾ ശരിക്കും സിഗരറ്റ് വലിക്കുമ്പോൾ പുക വലിക്കുകയാണ്. പുക വലിച്ചിട്ട് ആ പുക വായിലൂടെയും മൂക്കിലൂടെയും പുറത്തേക്ക് വിടുന്ന അയാൾ അതിലെങ്ങനെ രസിച്ചിരിക്കുകയാണ്. ധാരാളം പുകച്ചുരുളുകളാണ് ഉണ്ടാകുന്നത്. ആ പുകച്ചുരുളുകൾ പുറത്തേക്ക് വിടുന്ന വ്യക്തി കണ്ട മാർക്ക് ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. ആ 9 ക്ലിഫ്സിനകത്ത് വെച്ച് മാർക്ക് ഈ വ്യക്തിയുമായി ഏറ്റുമുട്ടിയിരുന്നു. അയാളെ ആളുകൾ വിളിക്കുക സ്മോക്കർ എന്നാണ്. അയാളുടെ ബോഡിയിൽ നിന്ന് ഇഷ്ടംപോലെ സ്മോക്ക് പുറത്തേക്ക് വരും. ഇവിടെ ഇതാ അയാള് ആ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്മോക്ക് വഴിയല്ല മാർക്കിന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. അയാൾ സിഗരറ്റ് വലിക്കും പോലെ എന്തോ വലിക്കുകയാണ്. മാർക്ക് ഉണർന്നത് കണ്ടതും ആ പാറയിൽ ചാരിയിരിക്കുന്ന സ്മോക്കർ ഒന്ന് ചിരിച്ചു. ഹേയ് മാർക്ക്, അങ്ങനെ നീ ഒരു ഗോഡായി മാറിയിരിക്കുകയാണ്. കേൾക്കാൻ സുഖമുള്ളൊരു വാചകമാണ് ശരിക്കും ആ സ്മോക്കർ പറഞ്ഞത്. മാർക്ക് അമ്പരപ്പോടെ സ്മോക്കറോട് ചോദിച്ചു, ബ്രദർ എന്താ സംഭവിച്ചത്? ഏയ് മാർക്ക്,
ഈ ഇൻസ്ട്രക്ടർ ഓഫ് ഗോഡ്സ് സകലരെയും മോഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നീ ഇപ്പോൾ ആ ഇൻസ്ട്രക്ടർ ഓഫ് ഗോഡ്സിനകത്ത് ആയിരിക്കുകയാണ്. ശരിക്കും നിന്റെ സോള് മാത്രമാണ് ഇവിടെ ഉള്ളത്. നിന്റെ ബോഡി ഇപ്പോഴും അവിടെ ആ സെയിന്റ് വേൾഡിലുണ്ട്. മാർക്കിന് സ്മോക്കർ പറഞ്ഞ ആ കാര്യം കേട്ടപ്പോൾ ശരിക്കും എന്തെന്ന് പറയാൻ കഴിയാത്ത ഒരു വികാരമാണ് ഉണ്ടാകുന്നത്. താനൊരു ഗോഡായി മാറിയെന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായി ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. ഗോഡിന് അൺബിലീവബിൾ ആയിട്ടുള്ള പവർ ഉണ്ടാവും. അത് മനസ്സിലാക്കിയ മാർക്ക് കൈകളൊന്ന് അനക്കിപ്പോൾ മാർക്കിന്റെ ബോഡിക്ക് ശരിക്കും പവർ ഉണ്ടായി. അത് മാർക്കിനെ ശരിക്കും ഒന്ന് ആശ്വസിപ്പിക്കുകയും അതേസമയം ആ പവർ എത്രയുണ്ടെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവുകയും ചെയ്തു. മാർക്ക് പെട്ടെന്ന് 2 കൈകൾ വലിച്ചു പിടർത്തി ചാടി എണീറ്റ് ദൂരെ കാണുന്ന ആ പർവ്വത ലക്ഷ്യമാക്കി ഒരൊറ്റ ഇടി. മാർക്ക് വെറുതെ വായുവിൽ ഇടിച്ചതേ ഉള്ളൂ. ആ നിമിഷത്തിൽ ആ പവർ ദൂരെ കാണുന്ന ആ പർവ്വതത്തെ ചെറു കഷ്ണങ്ങളാക്കി ചിതറിപ്പിച്ചു. മാർക്കിന്റെ ഇടിയേറ്റ പർവ്വതം ചിതറിയതും സ്മോക്കർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് അത് വേണ്ടായിരുന്നു. അയാൾ അത്രേ പറഞ്ഞുള്ളൂ. അതിനു മുമ്പ് മാർക്കിന്റെ ബോഡി കഷ്ണങ്ങളായി അങ്ങ് ചിതറി. ചെറു കഷ്ണങ്ങളായി ആ ബോഡി അങ്ങ് ചിതറുമ്പോൾ ആ ബോഡി ശരിക്കും അങ്ങ് ആകാശത്ത് ലയിച്ചു ചേരേണ്ടതാണ്. പക്ഷേ ആകാശത്തിന് അതിരുകൾ വരെ പോയ ആ ബോഡിയെ പെട്ടെന്ന് അദൃശ്യമായ ഒരു ശക്തി തിരിച്ച് പിടിക്കുകയാണ്. ആയിരക്കണക്കിന് ചെറു കൈകൾ ഉപയോഗിച്ച് ആ ബോഡി പാർട്സുകളെ തിരിച്ചു പിടിച്ച ആ കൈകൾ അത് ഒന്ന് കണക്ട് ചെയ്തപ്പോൾ വീണ്ടും ഒരു മാർക്ക് ഫില്ലറായി മാറി. പക്ഷേ ആ നിമിഷത്തിൽ മാർക്ക് ബോധം കെട്ട് തറയിൽ കിടക്കുകയാണ്. മാർക്കിന്റെ ബോഡിയിൽ ഒരുപാട് മുറിവുകളുണ്ട്. ആ മുറിവുകളൊക്കെ ഭേദമായി മാർക്ക് ബോധത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഏകദേശം 15 ദിവസമായി. മാർക്ക് കണ്ണു തുറക്കുമ്പോൾ മാർക്കിനെ തന്നെ നോക്കിയിരിക്കുന്ന ആ സ്മോക്കറെ കണ്ടു. മാർക്ക് കണ്ണു തുറന്ന് തന്റെ ബോഡിയിൽ നോക്കുമ്പോൾ പഴയതുപോലെ തന്നെ ബോഡിയുണ്ട്. മാർക്ക് ബോഡിയിലേക്ക് നോക്കുന്ന കണ്ടതും സ്മോക്കർ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, അവിവേകമൊന്നും വേണ്ട. ഇവിടെ നീ ശക്തി ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. നീ ഒരു പരിധിയിൽ കൂടുതൽ ശക്തി ഉപയോഗിച്ചാൽ ആ നിമിഷം ഈ ലോകത്തിന്റെ സൃഷ്ടാവ് നിന്നെ കണ്ടുമുട്ടും. ആള് നിന്നെ ശിക്ഷിക്കുകയും ചെയ്യും. നേരത്തെ സംഭവിച്ചത് അതാണ്. പക്ഷെ മാർക്ക്, നിന്റെ സോൾ പവർ വളരെ ശക്തമാണ്. അതുകൊണ്ടാണ് 2 ആഴ്ച കൊണ്ട് നിനക്ക് നിന്റെ ബോഡി പിന്നെ ക്രമീകരിക്കാൻ പറ്റിയത്. സാധാരണഗതിയിൽ ബോഡി ഈ ശൈലിയിൽ വിഘടിച്ചു പോയാൽ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ പിടിക്കും തിരിച്ച് കൂടിച്ചേരാൻ. ആ സ്മോക്കർ ആ കാര്യം കൂടി വ്യക്തമാക്കിയതും മാർക്ക് എണീറ്റ് അയാളുടെ അടുത്തേക്ക് നടന്നു. സ്മോക്കറുടെ അടുത്തായി വന്നിരുന്ന മാർക്ക് സ്മോക്കറോട് ചോദിച്ചു, ബ്രദർ, ശരിക്കും എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഞാൻ എങ്ങനെയാ ഇതിനകത്ത് വന്നത്? അല്ല, നിങ്ങൾ എങ്ങനെയാ ഇതിനകത്ത് വന്നത്? ആരാ നമ്മളിവിടെ തടങ്കലിട്ടിരിക്കുന്നത്? ശരിക്കും തടവിലാണ് താനെന്നുള്ള ബോധ്യം ഇപ്പോൾ മാർക്കിനുണ്ട്. അതുകൊണ്ടാണ് മാർക്ക് അങ്ങനെ ചോദിച്ചത്. ഏയ് മാർക്ക്, പണ്ട് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് സെയിന്റ് ലെവലിലുള്ള 150ഓളം ആളുകൾ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിന്റെ 7th ലെവലിലേക്ക് കടന്നിരുന്നു. അവരെയാണല്ലോ നമ്മൾ ഗോഡ് എന്ന് വിളിക്കുക. ആ ആളുകൾ അതിശക്തരായിരുന്നു. ആ ആളുകളിലെ ഒരാള് കൗതുകത്തിനു വേണ്ടി ഒരു വേൾഡ് ഉണ്ടാക്കിയതാണ്. ആ വേൾഡ് ഉണ്ടാക്കിയ അയാൾ ഈ എല്ലാ ഗോഡുകളെയും ആ വേൾഡിന്റെ അകത്തേക്ക് കൊണ്ടുവന്നു. വളരെ വളരെ കൗതുകത്തിനു വേണ്ടി അയാൾ ഉണ്ടാക്കിയ ആ വേൾഡിന്റെ പുറത്തേക്ക് കടക്കാനും അകത്തേക്ക് വരാനും അയാളുടെ കയ്യിൽ ഒരു താക്കോലുണ്ടായിരുന്നു. അയാള് ആ വേൾഡിനെ നോക്കാൻ വേണ്ടി ഒരു ജെയിന്റ് രൂപത്തെ സൃഷ്ടിച്ചു. അതിന് ഒരുപാട് പവറും അയാൾ ഉണ്ടാക്കി കൊടുത്തു. ശരിക്കും ഒരു മോൺസ്റ്ററെയാണ് അയാൾ സൃഷ്ടിച്ചത്. ഈ 150ഓളം വരുന്ന ഗോഡുകളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ആ മോൺസ്റ്ററെ അയാൾ സൃഷ്ടിച്ചത്. മോൺസ്റ്റർക്ക് ആ സ്ഥലത്തിൻ്റെ ആ വേൾഡിൻ്റെ നിയന്ത്രണം കൈമാറി അയാൾ ഒരു താക്കോലും ആ മോൺസ്റ്റർക്ക് കൊടുത്തു. പക്ഷെ മാർക്ക് ആ മോൺസ്റ്റർ അവൻ്റെ സൃഷ്ടാവിനെ കൊന്ന് ആ താക്കോലുമായി പുറത്തു കിടന്നു. ശരിക്കും ഇവിടുന്ന് പുറത്തു കിടന്ന ഏക വ്യക്തി അങ്ങനെ ആ സൃഷ്ടാവ് സൃഷ്ടിച്ച ആ മോൺസ്റ്റർ മാത്രമാണ്. ആ മോൺസ്റ്ററാൽ തടവിലാക്കപ്പെട്ടിരിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. ആ മോൺസ്റ്റർ കൂടെ കൂടെ സെയിന്റ് വേൾഡിൽ നിന്ന് പുതിയ പുതിയ ആളുകളെ ഇവിടേക്ക് ആഗിരണം ചെയ്യും. അങ്ങനെ ആ മോൺസ്റ്ററുടെ ശക്തി കൂടുകയും ചെയ്യും. മോൺസ്റ്ററുടെ ശക്തി കുറഞ്ഞെന്ന് തോന്നുമ്പോൾ അയാൾ ഇഷ്ടംപോലെ ആളുകളെ ആഗിരണം ചെയ്യും. അങ്ങനെ ആഗിരണം ചെയ്യാനായിട്ടാണ് അയാൾ ആ ക്ലിഫ് സംരക്ഷിക്കുന്നത്. മാർക്കിന് ആ സ്മോക്കർ പറഞ്ഞ കഥ കേട്ട് വല്ലാത്തൊരു അമ്പരപ്പ ഉണ്ടായത്. ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ 5th ലെവലിലാണ് മാർക്ക് ഫെല്ലർ. 6th ലെവലിലേക്ക് കടന്നാൽ മാർക്ക് സെയിന്റ് ആവും. 7th ലെവലിലേക്ക് കടന്നാൽ ഗോഡ് ആവും. അത് കഴിഞ്ഞ് വരുന്ന 2 ലെവലുകൾ ഇമോർട്ടൽ ചക്രവർത്തിയുടെ ലെവലും ഗാർഡിയന്റെ ലെവലുമാണ്.
8th ലെവലിലാണ് ആ വേർതിരിവുണ്ടാവുന്നത്. കൾട്ടിവേഷന്റെ അവസാന പാതയാണല്ലോ അത്. മാർക്ക് ഇനി 2-3 ലെവലിലൂടെ കടന്നാൽ ഇമോർട്ടൽ ചക്രവർത്തിയുടെ ലെവലിലേക്കോ അല്ലെങ്കിൽ ഗാഡിയുടെ ലെവലിലേക്കോ എത്തും. പക്ഷേ ഈ 5th ലെവലിൽ മാർക്ക് തളയ്ക്കപ്പെട്ടിട്ട് കാലം ഒരുപാടായി. ആ 5th ലെവലിൽ എത്തിയപ്പോഴാണ് മാർക്ക് ഈ സെയിന്റ് വേൾഡിൽ എത്തിയത്. സെയിന്റ് വേൾഡിൽ എത്തുമ്പോൾ മാർക്കിന്റെ ബോധമനസ്സ് ഹ്യൂമൻ കോൺഷ്യസ്നസ് ആണ്, മനുഷ്യരുടെ അതേ ബോധമനസ്സാണ്. അവിടെ നിന്ന് മാർക്ക് കടന്നത് ശരിയായ ബുദ്ധിശക്തിയിലേക്കാണ്, അതായത് ഒരു സെയിന്റിന്റെ ശരിയായ ബുദ്ധിശക്തിയിലേക്ക്. അവിടെ നിന്ന് മാർക്ക് ഡാവോ കോൺഷ്യസ്നസ്സിലേക്ക് കടന്നു. അത് ഈ പാത്ത് ഓഫ് കൾട്ടിവേഷന്റെ വിവിധ മാർഗങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ബോധമാണ്. ആ ബോധത്തിൽ നിൽക്കുമ്പോഴാണ് മാർക്ക് ശരിക്കും സ്വപ്ന ലോകത്തേക്ക് കടക്കുന്നത്. സ്വപ്ന ലോകത്തിലെ കൾട്ടിവേഷൻ മാർക്ക് അതീവ ഭംഗിയായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ഡ്രീം വേൾഡിൽ മാർക്കൊരു അഗ്രഗണ്യനാണ്. ആ ഡ്രീം വേൾഡിന്റെ ശക്തി ഉപയോഗിച്ചാണ് മാർക്ക് പലപ്പോഴും പല സ്ഥലത്തും വിജയിക്കുന്നത്. ആ ഡ്രീം വേൾഡിന്റെ ശക്തിയാൽ മാർക്ക് ആ ഡാവോ കോൺഷ്യസ്നസ് ലെവലിന്റെ അല്ലെങ്കിൽ പാത്ത് ഓഫ് കൾട്ടിവേഷൻ ലെവലിന്റെ 9th ലെവലിലാണ്. ആ 9th ബ്രേക്ക് ചെയ്താൽ 10ലെത്തും. ആ ബ്രേക്കിംഗ് അത് മാർക്കിനെ എത്തിക്കുക ശരിക്കും സെയിന്റിന്റെ പവർഫുള്ളായ ഒരു ലോകത്തേക്കാണ്. 10 മുതൽ 15 വരെയുള്ള ലെവലുകളാണ് പവർഫുൾ ലോകം. ആ പവർഫുൾ ലോകത്തിന്റെ 14 ലെവലിലാണ് ആക്ച്വലി ഈ മെങ് ആലിസ്റ്ററും അതുപോലെ ആ ഫാറ്റി സിധുവിന്റെ പിതാവും ഒക്കെ ഉള്ളത്. മാർക്കിന് ഈ കഥകളൊക്കെ കുറച്ചൊക്കെ അറിയാം, കുറച്ചൊന്നും അറിയത്തില്ല. അനവധി ആളുകൾ ഈ പറഞ്ഞ 10 ലെവലിനും മുകളിലോട്ടാണെന്നുള്ള കാര്യം മാർക്കിനറിയാം. ആ കുലപതിയൊക്കെ അതിന് മുകളിൽ നിൽക്കുന്ന ആളുകളാണ്. ആ വ്യക്തിയുടെ പവർ മാർക്ക് നേരിൽ കണ്ടതാണ്. ഈ പവർഫുള്ളായ ആളുകളാണ് 15th ലെവൽ കഴിയുമ്പോൾ ഗോഡ് ലെവലിലേക്ക് കടക്കുക. ആ ഗോഡ് ലെവലിലേക്ക് കടന്ന 150ഓളം ആളുകളാണ് ഈ ഗോൾഡ് വേർഡിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഗോഡ് വേർഡിലേക്ക് കടന്നിരിക്കുന്ന ആരോ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വേർഡിനകത്ത് അവർ പെട്ടിരിക്കുന്നു എന്ന് പറയാം. എന്തായാലും മാർക്കും അതുപോലെ ഈ സ്മോക്കറൊന്നും സെയിന്റ് വേൾഡിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് ഗോൾഡ് വേൾഡിലേക്ക് കടന്ന ആളുകളല്ല. വളരെ യാദൃശ്യവശാൽ അവർ രണ്ടുപേരും ഇതിനകത്തേക്ക് വന്നതാണ്. സ്മോക്കർ സംസാരിക്കുന്ന കേട്ടപ്പോൾ മാർക്കിന് അങ്ങനെയാണ് തോന്നിയത്. മാർക്ക് സ്മോക്കറോടോ അയാളുടെ പശ്ചാത്തലം ചോദിച്ചപ്പോൾ അതൊന്നും തന്നെ അയാൾക്ക് ഓർമ്മയില്ല. മാർക്ക്, ഞാൻ ആരാണെന്നോ എവിടെ നിന്നാ ഇവിടെ എത്തിയെന്നോ ചോദിച്ചാൽ സത്യമായിട്ടും എനിക്കറിയില്ല. ഇപ്പോൾ എൻ്റെ ആത്മാവിൻ്റെ ഒരു ചെറിയ അംശം പലപ്പോഴും ആ ക്ലിഫിലേക്ക് അയക്കപ്പെടാറുണ്ട്. അവിടെ ശത്രുക്കൾ വരുമ്പോൾ ശത്രുക്കളെ കൊല്ലാൻ വേണ്ടി അവിടെയുള്ള എൻ്റെ ബോഡിയാണ് ഉപയോഗിക്കുന്നത്. ആ ബോഡി മാർക്ക് നീ കണ്ടതാണ്. അതൊരു ക്രീപ്പിയാണ്, ഒരു ഇഴജന്തുവാണ്. ഒക്ടോപ്പസിനെ പോലെയോ മറ്റ് ജീവജാലങ്ങളെ പോലെയോ ഒക്കെ ഒരുപാട് കൈകൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ജീവി. എനിക്ക് അവിടെ മരണമില്ല എന്നതാണ് സത്യം. അങ്ങനെ സ്മോക്കർ പറയുമ്പോഴേക്കും അവിടെ ആ കുലപതിയുടെ കൈയാൽ കൊല്ലപ്പെട്ട ആ ലേഡിയും മാർക്ക് കണ്ടു. യഥാർത്ഥത്തിൽ അവരുടെ പ്രൊജക്ഷന്റെ തലയാണ് കുലപതി അറുത്തെടുത്തതെന്ന് അപ്പോഴാണ് മാർക്കിന് മനസ്സിലായത്. എന്തായാലും മാർക്ക് പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ മാർക്കിന് ഇപ്പോൾ സംശയമില്ല. മാർക്ക് സ്മോക്കറോട് ചോദിച്ചു, സ്മോക്കർ ഇവിടുന്ന് എങ്ങനെ പുറത്തു കിടക്കും? ഹേയ് മാർക്ക്, അത് തികച്ചും അസംഭവ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് പുറത്തു കിടന്നത് ഒരേ ഒരാളാണ്, ആ മോൺസ്റ്റർ. ആ മോൺസ്റ്റർ സൃഷ്ടിച്ച സൃഷ്ടാവിനെ തന്നെ കൊലപ്പെടുത്തിയിട്ടാണ് ആ മോൺസ്റ്റർ പുറത്തു കിടന്നത്. ഇവിടേക്ക് ആളുകളുടെ ആത്മാവിനെ വലിച്ചെടുക്കുകയേ ചെയ്യാറുള്ളൂ, ഒരിക്കലും ഇവിടേക്ക് പുറത്തേക്ക് അയക്കില്ല. അങ്ങനെ പുറത്തേക്ക് അയച്ചാൽ അത് ശരിയാകില്ല എന്ന് ആ സൃഷ്ടാവിൻ്റെ ആ സൃഷ്ടിക്ക് അറിയാം, ആ മോൺസ്റ്റർക്ക്. അങ്ങനെ പറഞ്ഞതും മാർക്ക് അയാളോട് ചോദിച്ചു, സ്മോക്കർ, സ്മോക്കർ ബ്രദർ, ശരിക്കും ആ മോൺസ്റ്റർ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? മാർക്ക്, അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇവിടെ അറിഞ്ഞ കാര്യങ്ങൾ നീയുമായി പങ്കുവച്ചെന്നേ ഉള്ളൂ. പിന്നെ നിന്റെ അറിവിലേക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഈ ഗോൾഡ് വേൾഡിൽ ഒരുപാട് ശക്തർ ഉണ്ടല്ലോ. അങ്ങനെ ഏറ്റവും ശക്തരായ 2 ആളുകൾ ഒരിക്കൽ ഇവിടുന്ന് പുറത്തു കിടക്കാൻ ശ്രമിച്ചു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അവര് ചെറു തരികൾ പോലെയായി മാറുന്ന കാഴ്ച. അവരൊരു ശ്രമം നടത്തിയതേ ഉള്ളൂ. ആ നിമിഷത്തിൽ ഈ സൃഷ്ടാവിൻ്റെ ആ സൃഷ്ടി മോൺസ്റ്റർ അതറിഞ്ഞു. അയാൾ ആ നിമിഷത്തിൽ അവരെ അവസാനിപ്പിക്കരുത്. ശരിക്കും ഗോഡുകളായതുകൊണ്ട് അവർ മരിച്ചില്ല എന്ന് മാത്രം. അതിനുശേഷം ആരും ഇവിടുന്ന് പുറത്തു കിടക്കാൻ ശ്രമിച്ചിട്ടേയില്ല. മാർക്കിന് ഇത് കേട്ടപ്പോൾ ഒരു വല്ലാത്ത അതിശയവും വിഷമവും ഒക്കെ ഉണ്ടാവുകയാണ്. പക്ഷെ മാർക്കിന് ഇപ്പോൾ അറിയാം, പുറത്ത് കടന്നേ പറ്റൂ. ഗോഡ് ലെവലിലേക്ക് കടന്നിരിക്കുന്ന മാർക്കിന്റെ ശക്തി വൻതോതിൽ വർദ്ധിച്ചു എന്നുള്ള കാര്യത്തിൽ മാർക്കിന് സംശയമില്ല. ആ ശക്തി ഉപയോഗിച്ച് ഈ വേൾഡ് തകർത്ത് മാർക്ക് പുറത്ത് കടക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്മോക്കർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ വിചാരിക്കുന്നുണ്ടാവും നിന്റെ ശക്തി ഉപയോഗിച്ച് ഈ വേൾഡ് അങ്ങ് തകർത്ത് കളയാം. മാർക്ക്,
ഈ വേൾഡ് തകർത്ത് നീ എവിടേക്ക് പോയാലും നീ ആ മോൺസ്റ്ററുടെ കൈയാൽ കൊല്ലപ്പെടും. ശരിക്കും ഇവിടേക്ക് കടന്ന നിമിഷം മുതൽ നീ മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നിന്റെ പുറത്ത് ഒരു അടയാളം ഉണ്ടെന്നർത്ഥം. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഈ ദൈവങ്ങളുടെ ലോകത്തേക്ക് മാർക്ക് കടന്നിരിക്കുന്നത്. മാർഷൽ ആർട്ടിസ്റ്റ് മേഖലയിൽ ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ ശരിക്കും പവർഫുള്ളാണ്. ആ പവർഫുൾ ആളുകളുടെ ലോകത്തേക്ക് കടന്ന മാർക്ക് പക്ഷേ കടന്നത് അബദ്ധമായി പോയി എന്നുള്ള ശൈലിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ദിവസങ്ങൾ അതിവേഗം കടന്നു പോവുകയാണ്. മാർക്ക് അവിടെ നിന്ന് പുറത്ത് കിടക്കത്തിനെ കുറിച്ച് സീരിയസ് ആയി ആലോചിക്കുന്നു മനസ്സിലായ സ്മോക്കർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ എന്തായാലും നിന്റെ കൾട്ടിവേഷൻ ലെവല് ഒന്ന് ഉയർത്തണം. പക്ഷെ ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും നീ നിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയാണെന്ന് ഒരു തോന്നൽ ഈ മോണിറ്ററി നാക്ക് ഉണ്ടാക്കരുത്. അയാൾ ഭയപ്പെടുന്നത് ആളുകളുടെ ശക്തി വർധനവാണ്. മാർക്കിന് അത് മനസ്സിലാവും. അവിടെയുള്ള ആളുകളുടെ മുഴുവൻ ശക്തി വർദ്ധിച്ചാൽ ആ മോണിറ്ററി നാളെ കൊലപ്പെടുത്തിയിട്ട് ആളുകൾ അവിടുന്ന് രക്ഷപ്പെടും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആളുകളുടെ ശക്തി വർദ്ധിക്കുന്നു എന്ന് കാണുമ്പോൾ ആ മോണിറ്റർ ഇടപെടുകയാണ്. മാർക്കിന് കഥ ഏതാണ്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇതേ സമയത്ത് അവിടെ ആ സെയിന്റ് വേൾഡിലെ ട്രഷർ ഐലൻഡിൽ മാർക്ക് ഫെല്ലർ ഒരു സംഹാര താണ്ഡവം തന്നെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്യാബിനകത്ത് മാർക്ക് എന്തൊക്കെ കാണിച്ചു കൊടുക്കുന്നു ചോദിച്ചാൽ പറയാൻ കഴിയാത്ത ശൈലിയിൽ ശരിക്കും മൃഗീയമായ ഒരു താണ്ഡവമാണ് മാർക്ക് നടത്തുന്നത്. അവിടെ കാണുന്ന മരങ്ങളൊക്കെ പൊടുത്ത് തറയിലടിക്കുക, അതേ സമയത്ത് അലറുക, ചുറ്റും കാണുന്ന എന്തിനേയും തലി തകർക്കുക. ഇതൊക്കെയാണ് മാർക്കിൻ്റെ പണി. മാർക്കിൻ്റെ ആ ഭ്രാന്തമായ പെരുമാറ്റം ഈ ഗ്ലാസ് വാതിലിൽ പുറത്ത് നിൽക്കുന്ന ചാങ്ങും ആര്യനും കൃത്യമായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഫാറ്റി വല്ലാത്ത വിഷമത്തിലാണ്. അവന് അതൊക്കെ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇതേ സമയത്ത് മറ്റൊരു സ്ഥലത്ത് സാക്ഷാൽ മെങ് ജിങ് ആ ഡിവൈൻ ഡോക്ടറുടെ ചികിത്സയിലാണ്. ഒരുപാട് ഗുരുതരമായി പരിക്കേറ്റാണ് മെങ് ജിങ് അവിടെ എത്തിയത്. മെങ് ജിങ്ങിനെ പരിശോധിക്കുന്ന ഡോക്ടർ എന്തായാലും മെങ് ജിങ്ങിന്റെ ആ പരിക്കുകൾ ഏതാണ്ട് 90% ഭേദമാക്കിയെന്ന് പറയാം. അവളെ ജീവിതത്തിലേക്ക് ആ ഡിവൈൻ ഡോക്ടർ വലിച്ചെടുത്ത് കൊണ്ടുവന്നു എന്നാണ് സത്യം. മെങ് ജിങ് വീണ്ടും ലൈഫിലേക്ക് മടങ്ങി വന്നതും അവളും അവിടെ ഓടിയെത്തി. മാർക്ക് കിടക്കുന്ന ആ ക്യാബിൻ്റെ അടുത്ത് ഒരു മാന്ത്രിക കവചമാണ് അവിടെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ആ കവചത്തിനകത്ത് മാർക്ക് അക്രമാസക്തനാകുന്നതും അവിടെ മരങ്ങൾ പിഴുതെറിയുന്നതും കല്ലുകൾ തല്ലി തകർക്കുന്നതൊക്കെയും മെങ് കണ്ടു. ആ മിസ്റ്റീരിയസ് സെയിലി കിങ്ഡത്തിലെ ഹോളി ഡോട്ടർ എന്ന് വിളിക്കപ്പെടുന്ന ആ മെങ് വല്ലാതെ അമ്പരപ്പൊടിയുടെ ആ കാഴ്ച കണ്ടത്. മാർക്കാണ് അവളെയും രക്ഷിച്ചെന്നുള്ള കാര്യം അവൾക്കറിയാം. പക്ഷേ മാർക്കിനെ രക്ഷിക്കാൻ പറ്റാത്ത ശൈലിയിൽ മാർക്ക് അവിടെ ഇത് ഭ്രാന്തമായി പെരുമാറുകയാണ്. മാർക്കിൻ്റെ ആ ഭ്രാന്തമായ പെരുമാറ്റം നോക്കി നിന്ന ആ ഡിവൈൻ ഡോക്ടർ വീണ്ടും അയാളുടെ കൈകളൊന്ന് അനക്കിയതും 2 കൈകളിലായി പച്ച നിറത്തിലുള്ള 2 പേപ്പറുകൾ പ്രത്യക്ഷപ്പെട്ടു. നേരത്തെ പോലെ ആ പേപ്പറുകൾ അയാൾ ചേർത്ത് പിടിച്ചു. അതിനുശേഷം ഒരു റോക്കറ്റ് അയക്കും പോലെ അയാൾ ആ സ്പേസിന് മുകളിലേക്ക് അയച്ചതും അത് സാവധാനം പറന്ന് നേരത്തെ ആ ചുവന്ന പേപ്പർ താഴോട്ടിറങ്ങിയതുപോലെ ആ ജാറിൻ്റെ മുകളിലെത്തി അവിടുന്ന് താഴോട്ടിറങ്ങി. അത് താഴോട്ടിറങ്ങിയോടുകൂടി മാർക്കിൻ്റെ ശക്തി പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങി. അവസാനം മാർക്ക് നിശ്ചലനായി തറയിലേക്ക് വീഴുകയും ചെയ്തു. ഇതിനിടയിൽ ആ പച്ച പേപ്പർ ആ എൻറ്റയർ മേഖലയിലും ഒരു പച്ച പ്രകാശം സൃഷ്ടിച്ചു എന്ന് പറയാം. ചുവന്ന പ്രകാശം കൊടുക്കുമ്പോൾ മാർക്ക് വർദ്ധിത വീര്യത്തോടെ ഉണർന്നെണീക്കും. പച്ച പ്രകാശം കൊടുക്കുമ്പോൾ മാർക്ക് നിശ്ചലനാകും. ഡോക്ടർ മാർക്കിൻ്റെ ബോഡിയിൽ നടത്തിയ പരീക്ഷണം വല്ലാത്തൊരു വിഷമത്തോടു കൂടിയാണ് ഫാറ്റി സീതു കണ്ടു നിന്നത്. മാർക്ക് നിശ്ചലനായതും ഡോക്ടർ ആ ബാരിയർ ഒന്ന് ഉയർത്തി. ഉടൻ അവരെല്ലാവരും കൂടി ഓടി മാർക്കിൻ്റെ അടുത്തെത്തി. മെങ്ങും ആര്യനും ചാങ്മാങ്ങും ഫാറ്റിയൊക്കെ മാർക്കിനെ കുലുക്കി വിളിക്കുകയാണ്. മാർക്കിൻ്റെ ബോഡിയിൽ നേരത്തെ നമ്മൾ കണ്ട ആ ടെൻഡക്കിൾസ് എല്ലാം അപ്രത്യക്ഷമായിരിക്കുകയാണ്. മാർക്ക് നിശ്ചലനായി കിടക്കുകയാണ്. മെങ് ആകെ പെട്ടിരിക്കുന്നു എന്ന് പറയാം. അവളുടെ ബോഡിയിലെ ആ ഹോളി പവർ ഏതാണ്ട് 70% കുറഞ്ഞിരിക്കുകയാണ്. അവൾക്ക് അവളുടെ ഹോളി പവർ തിരിച്ചു കിട്ടണമെങ്കിൽ അവൾ ആ മിസ്റ്റീരിയസ് സെയിൻലി കിങ്ഡത്തിലേക്ക് മടങ്ങണം. ചാങ്മാങ്ങിൻ്റെ പവറും കുറഞ്ഞിരിക്കുകയാണ്. മിസ്റ്റീരിയസ് സെയിൻലി കിങ്ഡത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഹോളി പവർ ചാങ്മാങ്ങിൻ്റെ ബോഡിയിലുണ്ടെന്ന് നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തതാണ്. ഇപ്പോൾ ചാങ്മാങ്ങിൻ്റെ ആ ബോഡിയിൽ ആ ഹോളി പവർ കുറഞ്ഞിട്ടുണ്ട്. തികച്ചും വ്യത്യസ്തമായ ഒരു സ്ഥലത്താണ് ചാങ്മാങ് എത്തിയിരിക്കുന്നത്. ആ ട്രഷർ ഐലൻഡിൽ വേറെ ചില ശക്തികളും നിയന്ത്രണങ്ങളും ഊർജ്ജ സംവിധാനങ്ങളൊക്കെയാണ് ഉള്ളത്.
അവർക്ക് ആർക്കും തന്നെ മാർക്കിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന സാഹചര്യം എത്തിയിരിക്കുകയാണ്. പിറ്റേ ദിവസം ആ ഡോക്ടർ മാർക്കിന്റെ മുകളിലുള്ള ആ പരീക്ഷണം നടത്തി. ആ പരീക്ഷണം എല്ലാ ദിവസങ്ങളിലും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്കിന് ശക്തി കൊടുക്കുമ്പോൾ മാർക്ക് അതിശക്തമായി പ്രതികരിക്കും. മാർക്കിന്റെ ശക്തി പിൻവലിക്കുമ്പോൾ മാർക്ക് വീണ്ടും നിശ്ചലനാവും. ഈ കാഴ്ച ദിവസവും കാണുന്ന ഫാറ്റി സീതു ആ ഡോക്ടറോട് പറഞ്ഞു, ഇതെന്തായാലും ശരിയാകില്ല. ഏയ്, നീ അങ്ങനെ ആലോചിക്കാതെ നമുക്ക് മാർക്കിനെ ലൈവായി നിലനിർത്താൻ ഇങ്ങനൊരു മാർഗം വേണം. എനിക്ക് ഉറപ്പുണ്ട് മാർക്ക് തിരിച്ചു വരുമെന്ന്. ആ ഡിവൈൻ ഡോക്ടർക്ക് അങ്ങനെ ഒരു ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അയാൾ മാർക്കിൻ്റെ ആ ബോഡിയെ ലൈവായി നിലനിർത്താനായി അത്തരത്തിൽ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. മാർക്ക് ശരിക്കും ഒരു ലിവിങ് ഡെഡ് ബോഡിയാണ്. ആ ലിവിങ് ഡെഡ് ബോഡിയിൽ അതിൻ്റെ യഥാർത്ഥ സോള് കടന്നാൽ മാത്രമേ മാർക്ക് മാർക്കായി മാറത്തുള്ളൂ. അത് ആ ഡിവൈൻ ഡോക്ടർക്ക് അറിയാം. അതുകൊണ്ടാണ് അയാൾ മാർക്കിൻ്റെ ആ ലിവിങ് ഡെഡ് ബോഡിയെ ശരിക്കും ലൈവായി നിലനിർത്തുന്നത്. ഈ സംഭവവികാസങ്ങൾ ഇവിടെ അങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ആ സ്മോക്കറുടെ അടുത്തുള്ള മാർക്ക് ഫെല്ലർ സ്മോക്കറോട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. എന്താ മാർക്ക്? ഞാൻ പതുക്കെ ഇവിടെ നിന്ന് പുറത്തു കിടക്കാം. പുറത്തു കിടക്കാനോ? എങ്ങനെ? ഞാൻ ഒരു വിള്ളൽ കണ്ടായിരുന്നു. വിള്ളലോ? ഈ ഗോഡ് സ്ക്രിപ്ചറിനകത്ത് ഒരു വിള്ളലോ? അതെ അതെ, ആ വിള്ളൽ വഴി എനിക്ക് എൻ്റെ സോളിനെ പുറത്തെത്തിക്കാൻ പറ്റും. മാർക്ക്, ഞാൻ പറഞ്ഞു, നീ കാണിക്കുന്നത് ശരിക്കും അബദ്ധമാണ്. ഏതെങ്കിലും കാരണവശാൽ നീ പുറത്തേക്ക് നീങ്ങുന്നത് ആ മോണിറ്റർ കണ്ടാൽ മാർക്ക്, പിന്നീട് നിനക്ക് ലഭിക്കുന്ന ശിക്ഷ വളരെ കടുത്തതായിരിക്കും. ചിലപ്പോൾ 100 കണക്കിന് വർഷം നീ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇവിടെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തപ്പെടും. മാർക്കിൻ്റെ ബോഡിയെ പല കഷ്ണങ്ങളാക്കി ചിതറിപ്പിച്ച് സൂക്ഷിക്കാൻ വരെ ആ മോൺസ്റ്റർക്ക് പറ്റും. അയാൾ അങ്ങനെ ആ ഗോഡുകളെ ചെയ്തത് ആ സ്മോക്കർ കണ്ടിട്ടുള്ള കാര്യമാണ്. അല്ല, ആ കാര്യങ്ങളൊക്കെ മാർക്കിനോട് പറഞ്ഞതും മാർക്ക് അയാളോട് പറഞ്ഞു, ഏയ് അങ്ങനെയല്ല, ഞാൻ എന്തായാലും പുറത്തു പോകും. ശരിക്കും മാർക്ക് ആ കാര്യം പറയാൻ ഇടയായ സംഭവം ഉണ്ടായത് ശരിക്കും ആ ട്രഷർ ഐലൻഡിലാണ്. ട്രഷർ ഐലൻഡിൽ ഫാറ്റി സീതു അവൻ്റെ പിതാവിന് കൊണ്ടുകൊടുത്ത ആ സ്ക്രിപ്റ്റ് ഇപ്പോൾ ആ പിതാവ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ക്രിപ്റ്റ് പഠിക്കുന്നിടയിൽ ആ സ്ക്രിപ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്ന റിയാന്റെ പിതാവ് ആ ആക്ടിവേഷന്റെ ഫലമായി ഒരു ഊർജം സൃഷ്ടിച്ചു എന്ന് പറയാം. ശരിക്കും ആ സ്ക്രിപ്റ്റിന്റെ ആക്ടിവേഷനാണ് മാർക്കുള്ള വേൾഡിൽ ഒരു വിള്ളൽ ഉണ്ടാക്കിയത്. മാർക്ക് ആ കാര്യം അറിഞ്ഞിട്ടില്ല. ഇവിടെ ആ പ്രാക്ടീസ് ചെയ്യുന്ന റിയാന്റെ പിതാവും അത് അറിഞ്ഞിട്ടില്ല. അയാളുടെ പ്രാക്ടീസിന്റെ ശക്തി കൂടുന്നതനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന ആ വിള്ളലിന്റെ അളവും വർദ്ധിക്കുകയാണ്. ഈ രണ്ട് ലോകത്തും ആ സംഭവം അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് നടക്കുമ്പോൾ സെയിന്റ് വേൾഡിനകത്ത് വേറെ പല കാര്യങ്ങളും നടക്കുകയാണ്. പല ടീമുകളും ആ സ്ക്രിപ്റ്റ് അടിച്ചു മാറ്റാനുള്ള ആലോചന തുടങ്ങിക്കഴിഞ്ഞു. ശരിക്കും സ്ക്രിപ്റ്റ് അടിച്ചു മാറ്റാനായിട്ട് ആ സെയിന്റ് വേർഡുകൾ നയിക്കുന്ന ആ സെയിന്റുകൾ അവരുടെ ലോകത്ത് നിന്ന് ഈ ട്രഷർ ഐലൻഡിലേക്ക് വരണം. ഒരു സെയിന്റ് മറ്റൊരു സെയിന്റ് വേർഡിലേക്ക് ചെല്ലുമ്പോൾ അനുവാദം വാങ്ങണം. അങ്ങനെ അനുവാദം വാങ്ങിച്ചില്ലെങ്കിൽ അയാളുടെ പവർ ആ സെയിന്റ് വേർഡിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ഈ സെയിന്റ് വേർഡുകളുടെ ഒരു നിലനിൽപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷെ സെയിന്റ് വേൾഡിന്റെ ഭാഗമാണെങ്കിലും സെയിന്റ് കിങ്ഡം അല്ലാത്ത സ്ഥലമാണ് ഈ ട്രഷർ ഐലൻഡ്. അവിടെ ഈ സെയിന്റുകളുടെ ഫുൾ ശക്തി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം ആ സെയിന്റുകൾക്ക് അറിയാം. അതുകൊണ്ടാണ് ട്രഷർ ഐലൻഡിനകത്ത് ആ സ്ക്രിപ്റ്റിന്റെ ഒരു ഭാഗമുണ്ടെന്നുള്ള ഒരു ഏകദേശ ധാരണ കിട്ടിയതും ആ സെയിന്റുകൾ അവിടെ ഒരു ആക്രമണം നടത്താനുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത്. ശരിക്കും ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്കും ഗ്രൂപ്പായിട്ടൊക്കെ ആലോചിക്കുകയാണ്. മനുഷ്യരുടെ കൂട്ടത്തുള്ള സെയിന്റുകളും മോൺസ്റ്റേഴ്സിന്റെ കൂട്ടത്തുള്ള സെയിന്റുകളും ഗോസ്റ്റിന്റെ കൂട്ടത്തുള്ള സെയിന്റും അതുപോലെ ഡീമൺസിന്റെ സെയിന്റുകളൊക്കെ ഉണ്ടല്ലോ. എല്ലാ സെയിന്റുകളും അവരവരുടേതായ ഗ്രൂപ്പുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ആക്രമണ പദ്ധതി പ്ലാൻ ചെയ്യുന്നത്. ഐ ഓഫ് ഡെത്ത് എന്ന് വിളിക്കുന്ന ആ ഷിമോജിയുടെ സെയിന്റ് കിങ്ഡത്തിലെ ഷിമോജിയും ഫാളൻ ഏഞ്ചൽ എന്ന് വിളിക്കപ്പെടുന്ന ലൂസിഫറിന്റെ സെയിന്റ് കിങ്ഡത്തിലെ ലൂസിഫറും അതുപോലെ ഷാഡോലെസ് സെയിന്റ് കിങ്ഡം എന്ന് വിളിക്കപ്പെടുന്ന കിങ്ഡത്തിലെ അതിന്റെ തലവനായ ജൂ ചെന്നു ഒക്കെ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ട്രഷർ ഐലൻഡിൽ ഒരു അറ്റാക്ക് നടത്താനാണ്. ട്രഷർ ഐലൻഡിൽ അറ്റാക്ക് നടത്താൻ അവർ ആലോചിക്കുമ്പോൾ അവർ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്. ആ ട്രഷർ ഐലൻഡിന്റെ നിയന്ത്രണം പൂർണ്ണമായും ആ സീതു കുടുംബത്തിനാണ്. ഈ സെയിന്റ് വേൾഡിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കുടുംബങ്ങളിൽ ഒന്നാണ് സീതു കുടുംബം. സീതു കുടുംബം പവറിൽ ഏതെങ്കിലും ആളുകൾക്ക് പിന്നിലാണെങ്കിലും അവരുടെ കയ്യിലുള്ള പണം അവരെ ഏറ്റവും പവർഫുൾ ആക്കിയിരിക്കുകയാണ്.
ആ പണം ഉപയോഗിച്ച് അവർ എന്തൊക്കെ നേടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷൻ ഷിമോജിക്കും ലൂസിഫറിനും അതുപോലെ ആ ജൂച്ചെന്നുമുണ്ട്. ജൂച്ചെന്നും ലൂസിഫറും ഷിമോജിയും ഈ ട്രഷർ ഐലൻഡ് ആക്രമിക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഗോസ്റ്റ് വേൾഡിന്റെ ഭാഗമായ ക്ഷിതിഗർഭയും അത്തരത്തിൽ ഒരു പ്ലാൻ ഉണ്ടാക്കിയാണ്. അയാളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഈ ട്രഷർ ഐലൻഡുമായി ബന്ധപ്പെട്ടല്ല. അയാളെ ടാർഗറ്റ് ചെയ്യുന്നത് സാക്ഷാൽ കുലപതിയാണ്. കുലപതിയുടെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് ഉള്ള കാര്യം അയാൾ അറിഞ്ഞിരിക്കുകയാണ്. അതേപോലെ മറ്റു 2 സെയിന്റുകൾ ടാർഗറ്റ് ചെയ്യുന്നത് സാക്ഷാൽ ആലിസ്റ്ററെയാണ്. സിമ്രാനെ ടാർഗറ്റ് ചെയ്യുന്ന സെയിന്റുകളുമുണ്ട്. 4 ആളുകൾക്കായി ആ സ്ക്രിപ്റ്റ് വീതം വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ ഒരു വാർത്തയേ അല്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. ആ സ്ക്രിപ്റ്റുകൾ കൈവശപ്പെടുത്തി അതിനെ പഠന വിധേയമാക്കി ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തരായി മാറാനുള്ള ആ സെയിന്റുകളുടെ ആഗ്രഹം ദിവസം കഴിയുന്നതോറും കൂടിക്കൂടി വരികയാണ്. എത്രയും പെട്ടെന്ന് അറ്റാക്ക് നടത്തണമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കുലപതിയെ അങ്ങനെ എളുപ്പം തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ക്ഷിതിഗർഭയ്ക്ക് അറിയാം. കുലപതി ശരിക്കും പീക്ക് ലെവലിലെ ഒരു സെയിന്റാണ്. അയാള് കുലപതി എന്ന് വിളിക്കപ്പെടുന്നത് വെറുതെ അല്ല. ഈ സെയിന്റ് കിങ്ഡത്തിന്റെ തലവന്മാരായിരിക്കുന്ന സെയിന്റുകളെ പോലെ തന്നെ സെയിന്റ് പവറുള്ള ആളാണ് സാക്ഷാൽ കുലപതി. അങ്കിൾ ബായ് എന്ന് വിളിക്കപ്പെടുന്ന ആ കുലപതിയെ തോൽപ്പിച്ച് അയാളുടെ കയ്യിലിരിക്കുന്ന ആ സ്ക്രിപ്റ്റ് സംഘടിപ്പിക്കാൻ ക്ഷിതിഗർഭ ഒരു പ്ലാൻ ഉണ്ടാക്കി. അതേ സമയത്ത് മെങ് ആലിസ്റ്ററുടെ കൈവശമിരിക്കുന്ന ആ സ്ക്രിപ്റ്റ് പിടിച്ചെടുക്കാൻ മറ്റ് 2 സെയിന്റുകൾ ഒരു പ്ലാൻ ഉണ്ടാക്കിയാണ്. ആലിസ്റ്റർ ശരിക്കും ഡാവോ കോൺഷ്യസിന്റെ 14th ലെവലിലാണ്. 15th ലെവൽ ബ്രേക്ക് ചെയ്താൽ അയാളും ഗോഡ് ലെവലിലേക്ക് കടക്കും. ഗോഡ് ലെവലിന് ഒരു ലെവൽ മാത്രം താഴെയാണ് ആലിസ്റ്റർ കുടുംബത്തിന്റെ ആ തലവൻ മെങ് ആലിസ്റ്റർ. മെങ് ആലിസ്റ്റർ അത്ര വേഗമൊന്നും അയാളുടെ കൈവശമുള്ള ആ സ്ക്രിപ്റ്റ് വിട്ടുകൊടുക്കില്ല. ആ സ്ക്രിപ്റ്റ് ആ ഗോഡ് വേൾഡിൽ നിന്ന് കിട്ടിയതാണ്. ആ ഗോഡ് വേൾഡിലേക്ക് കടക്കാൻ ആ സ്ക്രിപ്റ്റ് അവരെ സഹായിക്കും. ആളുകൾ ഇപ്പോ കാണാതിരിക്കുന്നത് സാക്ഷാൽ സിമ്രാനെയാണ്. സിമ്രാൻ എവിടോട്ട് മുങ്ങി എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. ഈ സംഭവവികാസങ്ങളൊന്നും അറിയാതെ സീതുവിന്റെ പിതാവ് ആ സ്ക്രിപ്റ്റ് പഠിക്കുന്ന പ്രക്രിയ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായി അയാളുടെ ശക്തി ഇങ്ങനെ അനുനിമിഷം വർദ്ധിക്കുകയാണ്. ശരിക്കും അയാളുടെ ശക്തി ഒരു സെയിന്റിന് തത്തുല്യമായ അളവിലേക്ക് വന്നു എന്നൊരു തോന്നൽ ഇപ്പോൾ സീതുവിന്റെ പിതാവിനുണ്ട്. അയാൾ അങ്ങനെ തോന്നിയതും കൈകളൊക്കെ ഒന്ന് അനക്കി ദൂരെ കാണുന്ന ഒരു പർവ്വതം ലക്ഷ്യമാക്കി ഒന്ന് വെറുതെ ഇടിച്ചതും ആ പർവ്വതം അവിടെ പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഒറ്റ ഇടിക്ക് വായുവിനെ അവിടേക്ക് ചലിപ്പിച്ച് ആ പർവ്വതത്തെ തകർത്ത് തരിപ്പണമാക്കാൻ അയക്ക് പറ്റി. പക്ഷെ ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്ലേസിൽ ആ വിടവ് അങ്ങ് വലുതായി. മാർക്ക് തൻ്റെ അടുത്തുള്ള ആ സ്മോക്കറോട് പറഞ്ഞു, സ്മോക്കർ, ഞാൻ എൻ്റെ ഡിവൈൻ സെൻസിൻ്റെ ഒരു അംശത്തെ പുറത്തേക്ക് ഒന്ന് അയച്ചു നോക്കാം. അപ്പോൾ എന്നെ എന്തായാലും മോണിറ്റർ ചെയ്യുന്ന ആൾക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ അയാൾ എന്നെ ശ്രദ്ധിക്കില്ല. മാർക്ക്, നീ കാണിക്കുന്നത് അപകടമാണ്. എന്തെങ്കിലും ഒരു സംശയം നിനക്ക് തോന്നിയാൽ ആ നിമിഷം നീ നിന്റെ ഡിവൈൻ സെൻസിനെ തിരിച്ച് ഇവിടെ കൊണ്ടുവരണം. അങ്ങനെ ആ സ്മോക്കർ മാർക്കിനോട് പറഞ്ഞതും മാർക്കിൻ്റെ ഡിവൈൻ സെൻസിൻ്റെ ഒരു 10% ഒറിജിനൽ ഡിവൈൻ സെൻസിൽ നിന്ന് അടർത്തി മാറ്റി മാർക്കിൻ്റെ തന്നെ ഒരു രൂപം സൃഷ്ടിച്ചിട്ട് പെട്ടെന്ന് ആ വിള്ളലിലൂടെ അതിവേഗം പുറത്തേക്ക് അയച്ചു. 90% വരുന്ന മാർക്കിൻ്റെ ആ ഡിവൈൻ സെൻസ് മാർക്ക് അവിടെ കീപ്പ് ചെയ്യാണ്. മാർക്ക് നേരത്തേക്ക് മാർക്കിന്റെ ഡിവൈൻ സെൻസിനെ 20 ക്ലോണുകളായി മാറ്റിയിട്ടുണ്ട്. 5% മാത്രം മാർക്കിന്റെ ആ ഡിവൈൻ സെൻസിന്റെ പവർ ഉപയോഗിക്കുന്ന ക്ലോണുകൾ. അതുകൊണ്ട് തന്നെ ഈ ടെക്നിക്ക് മാർക്കിന് അറിയാം. മാർക്ക് ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ടെക്നിക്കാണ്. തൻ്റെ ഡിവൈൻ സെൻസിനെ അങ്ങനെ മുറിക്കാനും അതുപയോഗിച്ച് പുതിയ ക്ലോണുകൾ ഉണ്ടാക്കാനും മാർക്ക് നേടിയ ആ അറിവ് ഇപ്പോൾ ആ ഗോഡ് ലെവൽ പ്ലേസിൽ മാർക്ക് ഒന്നുകൂടി ഒന്ന് റീക്രിയേറ്റ് ചെയ്തതാണ്. ആ ഗോഡ് വേൾഡിൽ നിന്ന് മാർക്കിന്റെ ഡിവൈൻ സെൻസിന്റെ അംശം പുറത്തേക്ക് പാഞ്ഞതും അത് കൃത്യമായി അതിന്റെ ഒറിജിനൽ ബോഡി ഐഡന്റിഫൈ ചെയ്തു. അതിവേഗം ആ ഡിവൈൻ സെൻസ് ആ ശൂന്യതയ്ക്ക് കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ തരണം ചെയ്ത് ആ കൂറ്റൻ ജാറിനകത്തുള്ള മാർക്കിന്റെ ബോഡിയിലേക്ക് അങ്ങ് ഇടിച്ചു കയറി. മാർക്കിന്റെ ബോഡിയിൽ സാധാരണഗതിയിൽ ആ ഡോക്ടർ ആ ചുവന്ന പേപ്പർ അയച്ച് ശക്തി കൊടുക്കുമ്പോഴാണ് മാർക്ക് എണീക്കുക. ഇപ്പോ മാർക്കിന്റെ ബോഡിയിൽ ഒരുപാട് ടെന്റക്കിൾസ് വളരും. മാർക്കിന്റെ ശക്തി വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. മാർക്കിന്റെ ആ ശക്തി എത്രയുണ്ടെന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഡീമനുകളെ ആ ജാറിനകത്തെ കയറ്റിവിടുമ്പോൾ മാർക്ക് നിഷ്പ്രയാസമാണ് ആ ഡീമനുകളെ കൊന്നു കൊടുക്കുന്നത്. ഡീമനുകളെ കൊല്ലുന്ന മാർക്ക് ആ ഡീമനുകളുടെ ഇറച്ചി പച്ചയ്ക്ക് കഴിക്കുന്നതൊക്കെ ഈ ഗ്ലാസിന് പുറത്തുള്ള ആളുകൾ കാണുന്നുണ്ട്. മാർക്കിന്റെ ആ ആക്ഷൻ കഴിയുന്നതും ആ പച്ച പ്രകാശം അയച്ച്
മാർക്കിനെ വീണ്ടും നിശ്ചല അവസ്ഥയിലേക്ക് ആ ഡോക്ടർ കൊണ്ടുവരും. അങ്ങനെ നിശ്ചലാവസ്ഥയിൽ കിടക്കുന്ന മാർക്കിനെ തന്നെ നോക്കിയിരിക്കുകയാണ് മാർക്കിന്റെ കൂട്ടുകാർ ആര്യനും ഫാറ്റി സീധുവും അതുപോലെ ആ മെങ്കും ചാങ് മാങ്ങും മാർക്കിന്റെ അടുത്തിരിക്കുമ്പോൾ മാർക്ക് ഒന്ന് അനങ്ങിയതും മാർക്കിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഷാങ് മാങ്ങും ആര്യനും ഉൾപ്പെടെ സകലരും ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. മാർക്കിന് ആ സമയത്ത് ബോധം വന്നാൽ മാർക്ക് ആ ഡീമനുകളെ കൊന്നൊടുക്കും പോലെ അവരെയും കൊന്നൊടുക്കുമെന്ന് 100% ഉറപ്പാണ്. കാരണം മാർക്കല്ലല്ലോ ജനിക്കുന്നത് ആ ക്രീപ്പിയാണ്. ക്രീപ്പിക്ക് ഒരു തരത്തിലുള്ള ബോധവും ഉണ്ടാവില്ല. ആ ക്രീപ്പിയുടെ ഡിവൈൻ സെൻസ് പൂർണ്ണമായും വലിച്ചെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതൊരു ലിവിങ് ഡെഡ് ബോഡിയാണ്. മാർക്കാണെങ്കിലും അതാണ്. ഇവിടെ ഇപ്പോൾ ആ ഡോക്ടർ ആക്ടിവേറ്റ് ചെയ്യാത്തതിനെ മാർക്ക് ഇതാ ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയാണ്. മാർക്കിന്റെ ബോഡി ഒന്ന് അനങ്ങുമ്പോൾ ചാങ് മാങ്ങും ആര്യനും മെങ്ങും ഫാറ്റിയൊക്കെ പരസ്പരം നോക്കിയിട്ട് പരസ്പരം പറയുകയാണ്, ഹേയ് മാർക്ക് ഉണരുകയാണല്ലോ, ഇതിപ്പോ എങ്ങനെയാ സംഭവിക്കുന്നത്? ഫാറ്റി അങ്ങനെ ചോദിക്കുമ്പോൾ ചാങ് മാങ് ആര്യനോട് പറഞ്ഞു, ആര്യൻ അപകടമാണ്, വേഗം സ്ഥലമിട്. അങ്ങനെ ചാങ് മാങ് പറയുമ്പോൾ ഒരു ശബ്ദം ചാങ് മാങ് കേട്ടു, ഹേയ് നിങ്ങളെന്താ എൻ്റെ അടുത്തുനിന്ന് ഓടിപ്പോവുകയാണ്. മാർക്കിന്റെ അടുത്തുനിന്ന് 4 ദിശയിലേക്ക് ഓടിത്തുടങ്ങിയ ആ 4 സംഘം ആ ശബ്ദം കേട്ട് പെട്ടെന്ന് അങ്ങ് നിന്നു പോവുകയാണ്. നിന്ന് അവർ തിരിയുമ്പോൾ തറയിൽ കിടക്കുന്ന മാർക്ക് കൈകൾ അനക്കാൻ ശ്രമിക്കുന്നവർ കണ്ടു. മാർക്ക് പാടുപെട്ട് കൈയൊന്ന് ഉയർത്തുകയാണ്. മാർക്ക് ആ കൈ അനക്കുമ്പോൾ പൂർണ്ണ നിശബ്ദതയാണ് ആ ജാറിനകത്ത്. ഈ സമയത്ത് ജാറിന്റെ പുറത്ത് വേറെ ആളുകളൊന്നുമില്ല. മാർക്കിന്റെ ബോഡിയിലേക്ക് ആ ഊർജം കൊടുക്കുമ്പോൾ മാത്രമാണ് ആളുകൾ ആ കാഴ്ച കാണാൻ എത്തുക. ഉറങ്ങുന്ന മാർക്കിനെ അങ്ങനെ നോക്കി നിന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലാത്തതുകൊണ്ടാണ് അവരൊക്കെ പോകുന്നത്. പക്ഷെ മാർക്കിന്റെ കൂട്ടുകാർ ആ സമയത്താണ് മാർക്കിന് ചുറ്റും വരിക. മാർക്കിന്റെ ചുറ്റും ഇരുന്ന് ഇനി എന്ത് ചെയ്യണമെന്ന് അവർ ആലോചിക്കുമ്പോഴാണ് ശരിക്കും മാർക്ക് ഈ കൈകളൊക്കെ അനക്കുന്നത്. തിരിഞ്ഞു നോക്കിയ ആ 4 പേരും ആ കാഴ്ച തന്നെ കാണുകയാണ്. നിശബ്ദമായി ശ്വാസം അടക്കി പിടിച്ച് ആ 4 സംഘം മാർക്കിനെ അങ്ങ് നോക്കുമ്പോൾ മാർക്ക് പതുക്കെ കൈകൾ അനക്കിയിട്ട് കാലുകൾ അനക്കി തുടങ്ങിയാണ്. സാവധാനം മാർക്ക് എണീക്കുകയാണ്. മാർക്ക് എണീക്കുമ്പോഴും മാർക്കിന്റെ അടുത്തേക്ക് വരാതെ ഓടാൻ ലക്ഷ്യമിട്ട് ആ 4 സംഘം അങ്ങനെ നിൽക്കുമ്പോൾ മാർക്ക് എണീറ്റ് തിരിഞ്ഞ് അവർക്ക് നേരെ ഒന്ന് നോക്കി. മാർക്കിന്റെ മുഖത്ത് ആ ക്രൗരഭാവവും ഇല്ല. അത് കണ്ടതും ഷാങ് മാങ്ങും സീധുവും ആര്യനും മെങ്ങും ഒക്കെ മുഖത്തോടൊന്ന് നോക്കിയതും മാർക്കിന്റെ കൈ ഒന്ന് അനക്കി. മാർക്കിന്റെ കൈ അനക്കിയതും മാർക്കിന്റെ കയ്യിൽ നിന്ന് ഒരു സുവർണ പ്രകാശം അതിവേഗം ചാങ് മാങ്ങിന് നേരെ പാഞ്ഞു വരികയും ചാങ് മാങ്ങിനെ മാർക്കിനെ പിടിച്ചെടുക്കുകയും ചെയ്തു. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ മാർക്ക് ഫെല്ലർ ഏകദേശം 30 അടിയോളം ദൂരെ ഉണ്ടായിരുന്ന ചാങ് മാങ്ങിനെ തന്റെ കൈപ്പിടിയിലേക്ക് വലിച്ചെടുത്തിരിക്കുകയാണ്. അമ്പരപ്പിക്കുന്ന ആ രംഗം കണ്ട ആര്യനും ഫാറ്റിയും മെങ്ങും ശ്വാസം പിടിച്ച് ആ കാഴ്ച കാണുകയാണ്. ചാങ് മാങ്ങും വിറയ്ക്കുന്നുണ്ട്. മാർക്കിന്റെ ആ ക്രീപ്പി നേച്ചർ അവരൊക്കെ കണ്ടിട്ടുള്ളതാണ്. മാർക്കിന്റെ ദേഹത്ത് ക്രീപ്പി ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് കൈകളൊക്കെ വളർന്നു വരും. ഇപ്പോ ആ കൈകളൊന്നും വളർന്നു വന്നിട്ടില്ല. പക്ഷെ ഉള്ള കൈ അതിവേഗമാണ് മുന്നോട്ട് നീണ്ട് ആ ചാങ്ങിനെ പിടിച്ചത്. മാർക്ക് വീണ്ടും ആ ക്രീപ്പി രൂപത്തിലേക്ക് മടങ്ങിയെന്ന യാഥാർത്ഥ്യം ആ ബാക്കിയുള്ള 3 പേര് തിരിച്ചറിയുമ്പോൾ മാർക്ക് ചാങ്ങിനോട് ചോദിച്ചു, ഏയ് ചാങ് നീ എന്താടാ വിറയ്ക്കുന്നത്? മാർക്കിന്റെ ആ കൂളായിട്ടുള്ള ചോദ്യം കേട്ടപ്പോൾ ചാങ്ങിന്റെ ബോഡിയിലൂടെ ഒരു വിറയലങ്ങനെ കടന്നു. ചാങ് മാർക്കിനോട് പതുക്കെ ചോദിച്ചു, മാർക്ക് ശരിക്കും നീ മടങ്ങി വന്നതാണോ? ഏയ് ചാങ് ഞാനേ ഇപ്പോ പെട്ടിരിക്കുകയാണ്. എൻ്റെ യഥാർത്ഥ സോള് ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിനകത്താണ്, ആ സ്ക്രിപ്റ്റിനകത്താണ്. ഞാൻ അവിടെ നിന്ന് ഒരു ചെറിയ അംശം സോളുമായ ഇങ്ങോട്ട് എത്തിയത്. മാർക്ക് അങ്ങനെ പറയുമ്പോഴേക്കും ബാക്കി 3 പേരും കൂടി നടന്ന് മാർക്കിനടുത്തേക്ക് വന്നു. മാർക്കിന്റെ അവർക്ക് പരിചയമുള്ള ശബ്ദമാണല്ലോ അവർ കേൾക്കുന്നത്. ഏയ് മാർക്ക് നീ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗോഡാണോ? ആ ചോദ്യം മെങ്ങിൻ്റെതാണ്. ഏയ് മെങ് അങ്ങനെ ചോദിച്ചാൽ അതേ എന്നാണ് ഉത്തരം. പക്ഷേ ബോഡി ഇവിടെയും സോൾ അവിടെയും ആയതുകൊണ്ട് എനിക്ക് അങ്ങനെയാണെന്ന് തീർത്ത് പറയാനും പറ്റില്ല. മാർക്ക് ഇപ്പോൾ 2 ലോകത്താണ്. മാർക്കിന്റെ യഥാർത്ഥ ബോഡി സെയിന്റ് വേൾഡിലും മാർക്കിന്റെ സോള് ഗോഡ് വേൾഡിലുമാണ്. അത് രണ്ടും കൂടി ഒരുമിച്ച് ഒരു പ്ലേസിൽ എത്തിയാലേ കഥയുള്ളൂ. ഗോഡ് വേൾഡിലുള്ള മാർക്കിന്റെ ബോഡിയിലെ ഒരു 10% സോളുമായിട്ട് മാർക്ക് ഈ സെയിന്റ് വേൾഡിൽ എത്തിയിരിക്കുന്നു. മാർക്ക് കാര്യങ്ങളൊക്കെ വിശദമാക്കുമ്പോൾ ആര്യൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലേ? ഏയ് ആര്യൻ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വേൾഡാണ്. ആരോ അതീവ ഭംഗിയായി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ കൂട്. ആ കൂടിനപ്പുറത്ത് ശരിക്കും ഒരു ഗോഡ് വേൾഡ് ഉണ്ട്. എനിക്കത് അറിയാം. പക്ഷേ ഞാനിപ്പോൾ പെട്ടിരിക്കുന്നത് മറ്റൊരു സ്ഥലത്താണ്. അതിനെ നിയന്ത്രിക്കുന്ന വ്യക്തി സർവ്വവ്യാപിയാണ്.
അയാൾക്ക് ഞാൻ ശക്തി നേടിയാൽ ആ നിമിഷം അറിയാൻ പറ്റും. അങ്ങനെ അറിഞ്ഞാൽ പിന്നെ ഒരിക്കലും എനിക്ക് ആ വേൾഡിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല. മാർക്ക് എത്തി നിൽക്കുന്ന ആ ബുദ്ധിമുട്ടേറിയ സാഹചര്യം ശരിക്കും മാർക്ക് പറഞ്ഞപ്പോഴാണ് ആ 4 സംഘം മനസ്സിലാക്കുന്നത്. എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല. മാർക്കിനോടായി ആ 4 സംഘം പറഞ്ഞു, മാർക്ക് എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ തന്നെ കഴിഞ്ഞു, പക്ഷേ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ നീ പെടണ്ട, നിന്നെ ഒരു എക്സ്പെരിമെന്റിന് ഇവിടെ വിധേയമാക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫാറ്റിയും മെങ്ങും അവിടെ നടക്കുന്ന എക്സ്പെരിമെന്റ് എന്താണെന്ന് മാർക്കിനോട് പറഞ്ഞു. ആ എക്സ്പെരിമെന്റിന്റെ ഭാഗമായി മാർക്ക് ഒന്ന് കളിച്ചു കൊടുത്താൽ മാർക്കിന്റെ യഥാർത്ഥ സോള് ആ ബോഡിക്കകത്ത് ഉള്ള കാര്യം അറിയാതെ മാർക്കിന് ആവശ്യമായ ഊർജം കിട്ടിക്കൊണ്ടേയിരിക്കും. മാർക്കിന്റെ ഡെഡ് ബോഡിക്കകത്ത് ഊർജം വെച്ച് കളിക്കുമ്പോൾ മാർക്കിന്റെ സോളിനെ മോണിറ്റർ ചെയ്യുന്ന വ്യക്തി അതൊട്ട് ശ്രദ്ധിക്കത്തുമില്ല. ഇഷ്ടംപോലെ ക്രീപ്പുകൾ ആ ശൈലിയിൽ ഇവിടെ ഈ 9 ക്ലിപ്സിലുണ്ട്. അത് ആ മോണിറ്റർ ചെയ്യുന്ന വ്യക്തിക്ക് അറിയാം. ആ 4 സംഘം മാർക്കിന് മനസ്സിലാകുന്ന ശൈലിയിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ച് മാർക്കിനോട് പറഞ്ഞതാണ്. മാർക്ക് അതേക്കുറിച്ച് സീരിയസ് ആയി ആലോചിച്ചു തുടങ്ങി. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടറും സംഘവും വരുന്നത് പോലെ അവർക്ക് തോന്നി. അങ്ങനെ തോന്നിയതും മാർക്കിനോട് അവിടെ കിടന്നുകൊള്ളാൻ പറഞ്ഞിട്ട് ആ 4 സംഘം പെട്ടെന്ന് അവിടെ നിന്ന് മാറി. അവര് അകത്തേക്ക് കിടന്ന വാതിൽ വഴി പുറത്തേക്ക് അടക്കുമ്പോഴേക്കും ഡോക്ടറും ടീമും അവിടെ എത്തി. മാർക്ക് നിശ്ചലനായി കിടക്കുകയാണ്. അന്നേ ദിവസത്തെ പരീക്ഷണം അതാണ് അന്നവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡോക്ടർ പഴയതുപോലെ ആ മുകളിലേക്ക് ആ ചുവന്ന പ്രകാശം അയച്ച് അത് മാർക്കിന്റെ ബോഡിയിലേക്ക് കൊടുക്കുകയാണ്. മാർക്കിന്റെ ബോഡിയിലേക്ക് ആ പ്രകാശം കിടക്കുമ്പോൾ ആ ബോഡിക്കകത്തുള്ള മാർക്കിന്റെ സോള് അമ്പരപ്പോടെ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. തന്റെ ബോഡിയിൽ വൻതോതിൽ പവർ കയറി വരുന്നുണ്ട്. മാർക്ക് പതുക്കെ കണ്ണുകൾ തുറക്കുമ്പോൾ മാർക്ക് എണീറ്റ് നിൽക്കുകയാണ്. മാർക്ക് എപ്പോഴാണ് എണീറ്റെന്ന് ചോദിച്ചാൽ മാർക്കിന് അറിയില്ല. മാർക്ക് കണ്ണടച്ച് പിടിച്ചിരിക്കുകയാണ്. അവന്മാര് അങ്ങനെ കണ്ണടച്ച് പിടിക്കാനാണ് മാർക്കിനോട് പറഞ്ഞിരുന്നത്. കണ്ണു തുറന്ന മാർക്ക് തന്റെ ബോഡിയിൽ ഇഷ്ടംപോലെ ടെൻഡക്കിൾസ് വളർന്ന് കാണുന്നുണ്ട്. മനുഷ്യരുടെ കൈകൾ പോലെ കൈകൾ മാർക്കിന്റെ പുറകിലാണ് വളരുന്നത്. ആ കൈകൾ എങ്ങോട്ട് പോകണമെങ്കിലും മാർക്കിനെ വളയ്ക്കാനും ഒടുക്കാനൊക്കെ പറ്റും. ആ കൈകൾ വളർന്നതും മാർക്ക് കണ്ടു അകത്തേക്ക് ഡീമനുകളെ കയറ്റിവിടുന്നത്. മാർക്കിന്റെ ആ ബോഡി ശക്തമാക്കി നിർത്താൻ വേണ്ടി ഫാറ്റിയുടെ ആ കുടുംബം ഡീമനുകളുമായി ഒരു യുദ്ധം മാർക്കിനെ ഉണ്ടാക്കി കൊടുക്കും. മാർക്കിനെ അവർ ഏതാണ്ട് ഒരു ഗിനിപ്പെഗിനെ വളർത്തും പോലെ വളർത്തുകയാണെന്ന് പറയാം. എന്തായാലും മാർക്ക് തന്റെ അഡീഷണൽ പവർ കൂടി ഒന്ന് ഉപയോഗിച്ച് ആ ഡീമനുകളെ നേരിട്ടപ്പോൾ പെട്ടെന്ന് ആ ഡീമനുകൾ അവസാനിച്ചു. അത് കണ്ടതും ആ ഡോക്ടറുടെ മുഖത്ത് ഒരു സംശയം. സാധാരണഗതിയിൽ ആ ഡീമനുകളുമായുള്ള ഏറ്റുമുട്ടൽ കുറച്ച് സമയം നീണ്ടു നിൽക്കുന്നതാണ്. ഇവിടെ സെക്കൻഡുകൾക്കകം മാർക്ക് ഫെല്ലർ ആ ഡീമനുകളെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആ ഡീമനുകളെ അവസാനിപ്പിച്ച മാർഗം പോലും അമ്പരപ്പിക്കുന്നതാണ്. സാധാരണ മാർക്ക് ആ ഡീമനുകളെ വലിച്ച് കീറി കഷ്ണം കഷ്ണമായി തറയിലേക്ക് എടുത്ത് അടിച്ച് ദേഷ്യം തീർക്കുകയാണ് പതിവ്. ഇവിടെ അങ്ങനെയല്ല. വളരെ ക്ലിയർ കട്ടായിട്ട് ആ ഡീമനുകളുടെ കഴുത്തങ്ങ് ഒടിച്ചെടുക്കുകയാണ്. കോഴിയുടെ തല കഴുത്ത് വെച്ച് ഒടിക്കുന്നത് പോലെ ഡീമനുകളുടെ കഴുത്ത് വെച്ച് മാർക്ക് തലയങ്ങ് ഒടിച്ചിരിക്കുകയാണ്. ടക് 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 അങ്ങ് കഴിഞ്ഞു. ആ ഡോക്ടർ പുതിയ ഡീമനുകളെ ഉടൻ രംഗത്തിറക്കി. ആദ്യം ഒരു 6 ആളുകളെയാണ് അകത്തേക്ക് വിട്ടതെങ്കിൽ ഇപ്പോൾ ഒരു ഡസനോളം ആളുകളാണ് അകത്തുള്ളത്. പക്ഷെ അവയൊക്കെ കൊന്നൊടുക്കാൻ മാർക്കിന് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. പെട്ടെന്ന് അകത്തുള്ള ഡീമനുകളുടെ എണ്ണം ഡോക്ടർ അങ്ങ് വർദ്ധിപ്പിച്ചു. പക്ഷെ അതൊക്കെ തന്നെ മാർക്കിന് നിഷ്പ്രയാസം അവസാനിപ്പിക്കാൻ പറ്റി. മാർക്കിന്റെ ബോഡി പവർഫുള്ളായി വരികയാണെന്ന് അത് കണ്ടപ്പോൾ ഡോക്ടർക്ക് ഒരു തോന്നൽ. ഡോക്ടർക്ക് ഇപ്പോഴും മാർക്കിന്റെ ബോഡിയിൽ ആ ഡിവൈൻ സെൻസ് തിരികെ കയറുന്ന കാര്യം മനസ്സിലായില്ല എന്ന ധാരണയിലാണ് ഫാറ്റി സീതുവും ഫാറ്റിക്കൊപ്പമുള്ള അവന്റെ കൂട്ടുകാരൻ. പക്ഷേ അവിടെ നിന്ന് പോയ ഡോക്ടർ നേരെ എത്തിയത് ഫാറ്റിന്റെ പിതാവിന്റെ അടുത്താണ്. മാർക്ക് പതുക്കെ തിരിച്ചു വന്നു തുടങ്ങി. ശരിയാണോ യുവർ ലോഡ്? ഞാൻ കണ്ടു മാർക്കിന്റെ ബോഡിയിൽ അവന്റെ ഡിവൈൻ സെൻസിന്റെ ഒരു ചെറിയ അംശം മടങ്ങി എത്തിയിരിക്കുകയാണ്. അതെങ്ങനെ സംഭവിക്കും? ഈ ഗോഡ് വേൾഡിലേക്ക് പോയാൽ അങ്ങനെ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ യുവർ ലോഡ്. എന്തോ ഒരു സാഹചര്യം അവിടെ ആ ഇൻസ്ട്രക്ടർ ഓഫ് ഗോഡ്സിൽ ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് എങ്ങനെയോ മാർക്ക് അവന്റെ ഡിവൈൻ സെൻസിന്റെ ഒരു ചെറിയ അംശം ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇപ്പോൾ ആ ബോഡിയിലുണ്ട്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഫാറ്റി സീതു അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഫാറ്റി സീതു അവന്റെ പിതാവിനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിക്കാനാണ് വന്നത്. റിയാൻ, എന്താ വേണ്ടത്? നീ ചോദിച്ചോളൂ. അച്ഛാ, എനിക്ക് ആ സ്ക്രിപ്റ്റ് വേണം. സ്ക്രിപ്റ്റോ? റിയാൻ, നീ എന്താ ചോദിക്കുന്നത്? അച്ഛാ, മാർക്കിനെ എനിക്ക് മടക്കി കൊണ്ടുവന്നേ പറ്റൂ. ആ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായും മാർക്കിനെ മടക്കി കൊണ്ടുവരാൻ പറ്റും. ആ സ്ക്രിപ്റ്റിന്റെ പവർ മാർക്കിന് കൊടുത്താൽ മാർക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരും. റിയാൻ, ഞാൻ നിന്നോട് നേരത്തെ തന്നെ ആ കാര്യം പറഞ്ഞതാണ്. ഈ വിഷയത്തിൽ ഇനിയൊരു ചർച്ചയില്ല.
അച്ഛ അങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ല. ഞാനും മാർക്കും ഒരു ജീവൻ മരണ പോരാട്ടം നടത്തിയാണ് ആ സ്ക്രിപ്റ്റ് നേടിയത്. അതിന് മാർക്കിനും അർഹതയുണ്ട്. റിയാൻ, നിന്നോട് ഞാൻ കാര്യങ്ങൾ ഒരിക്കൽ കൂടി വ്യക്തമാക്കാം. ഇന്ന് നീ ഈ കാണുന്ന ഫാറ്റി സീതു എന്ന ആളായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ സീതു കുടുംബത്തിന്റെ ഒരുപാട് എഫർട്ടുണ്ട്. സീതു കുടുംബം നിനക്ക് വേണ്ടി മുടക്കിയ പണവും അതിന്റെ അസറ്റുകളും അതാണ് നിന്നിൽ കാണുന്നത്. നീ ഇപ്പോ ശക്തനായി എന്ന് സ്വയം ധരിക്കുന്നുണ്ടെങ്കിൽ ആ ധാരണ പോലും നിനക്കുണ്ടായത് ഈ കുടുംബത്തിന്റെ കഴിവുകൊണ്ടാണ്, ഈ കുടുംബത്തിന്റെ സഹായം കൊണ്ടാണ്. നീ ഈ കുടുംബത്തിന് വേണ്ടി നിൽക്കേണ്ടതിന് പകരം ബാലിശ്യമായ ഒരു ആവശ്യത്തിന് വേണ്ടി നിന്നാൽ റിയാൻ, എനിക്ക് നിന്നോട് എതിരിടേണ്ടി വരും. അച്ഛാ, ഞാനും അതാണ് പറയാൻ വന്നത്. അച്ഛാ, ഞാൻ അച്ഛനെ ചലഞ്ച് ചെയ്യാണ്. ഡോക്ടർ ഉൾപ്പെടെയുള്ള പല ആളുകളും ആ സമയത്ത് അവിടെ ഉണ്ട്. അവരൊക്കെ റിയാൻ പറഞ്ഞ ആ വാക്ക് കേട്ട് ശരിക്കും ഞെട്ടിയെന്ന് തന്നെ പറയാം. ആ സീത കുടുംബത്തിന്റെ ഒരു സിസ്റ്റം അതാണ്. ആ സീത കുടുംബത്തിലെ ആർക്ക് വേണമെങ്കിലും അവിടുത്തെ കാരണവരെ ചലഞ്ച് ചെയ്യും. അങ്ങനെ ചലഞ്ച് ചെയ്ത് ആ കാരണവരെ തോൽപ്പിച്ചാൽ കാരണവരുടെ സ്ഥാനം ആ ചലഞ്ച് ചെയ്യുന്ന വ്യക്തിക്കാവും. ഇവിടെ റിയാന്റെ പിതാവിനെ റിയാൻ ചലഞ്ച് ചെയ്യാണ്. ആ ചലഞ്ച് ഒരു യുദ്ധമാണ്. ഒരു തരത്തിലുള്ള മാന്ത്രിക ആയുധങ്ങളും ഉപയോഗിക്കാതെ പരസ്പരം അവരുടെ കരുത്ത് ഉപയോഗിച്ചുകൊണ്ട് നേരിടണം. അതാ ചലഞ്ച് നോട്ടിന്റെ ഭാഗമായ ഒരു കണ്ടീഷനാണ്. തന്നെ റിയാൻ ചലഞ്ച് ചെയ്യുന്നു കണ്ടതും റിയാന്റെ പിതാവ് റിയാനോട് പറഞ്ഞു, റിയാൻ, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. പക്ഷേ റിയാൻ, അതിനേക്കാൾ ഏറെ പ്രിയം എനിക്ക് ഈ കുടുംബമാണ്. ഈ സീതു കുടുംബം ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല, ഞാനോ നീയോ ഉണ്ടാക്കിയതുമല്ല. നമുക്കും എത്രയോ തലമുറകൾക്ക് മുമ്പ് ആരോ സ്ഥാപിച്ചതാണ് ഈ കുടുംബം. അവിടുന്ന് ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടിയ ശക്തിയും സമ്പത്തും ഞാൻ എൻ്റെ ആവശ്യത്തിനും നീ നിന്റെ ആവശ്യത്തിനും ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നേടിയതൊക്കെയും ഈ കുടുംബവുമായി കണക്റ്റഡാണ്, അല്ലെങ്കിൽ ഈ കുടുംബത്തിന് അവകാശപ്പെട്ടതാണ്. ഈ കുടുംബത്തിന് ഒരു നല്ല കാലം വരാൻ പോകുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന നിന്നെ ചലഞ്ച് ചെയ്യാൻ ഞാനും റെഡിയാവുകയാണ്. അങ്ങനെ പറഞ്ഞതും ഒരു ബെല്ല് അവിടെ മുഴങ്ങി. ശരിക്കും ആ ബെല്ല് ഒരു വാണിംഗ് ആണ്. എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് അവിടെ ഒരു ചലഞ്ച് നടക്കുന്നത്. സീതു കുടുംബത്തിന്റെ കാരണവരെ ആ കുടുംബവുമായി ബന്ധമുള്ള ഒരാൾ ചലഞ്ച് ചെയ്യുമ്പോൾ മാത്രം മുഴങ്ങുന്ന ആ ബെല്ല് ആ എൻറ്റയർ ഐലൻഡിൽ മുഴങ്ങിയാണ്. ആ മുഴക്കം കേട്ടതും പല സ്ഥലത്തു നിന്നായിട്ട് ആ സീതു കുടുംബത്തിന്റെ എക്സ്പെർട്ടുകൾ പെട്ടെന്ന് ആ രാജ കൊട്ടാരം പോലെയുള്ള ആ ബിൽഡിങ്ങിലേക്ക് എത്തി. ശരിക്കും ഒരു രാജ കൊട്ടാരം തന്നെയാണ് ഈ സീതുവിന്റെ ആ വീടെന്ന് പറയുന്നത്. അതിവിശാലമായ ആ കൊട്ടാരവും അതിന്റെ പൂമുഖവും ചുറ്റുമുള്ള ഗ്രൗണ്ടുകളും യുദ്ധകളങ്ങളും ഒക്കെ അതിനെ ഒരു രാജകൊട്ടാരത്തിന്റെ പ്രൗഢി കൊടുക്കുന്നുണ്ട്. അവിടേക്ക് സെക്ലൂഷനിലായിരുന്ന ലീഡേഴ്സാണ് ഓടിയെത്തിയത്. അവര് റിയാന്റെ പിതാവിനോട് ചോദിച്ചു, എന്താ സംഭവം? റിയാൻ എന്നെ ചലഞ്ച് ചെയ്തു. ആ ചലഞ്ച് എനിക്ക് ഏറ്റെടുത്തല്ലേ പറ്റൂ. അതിനുശേഷം റിയാന്റെ പിതാവ് ആ സ്ക്രിപ്റ്റിന്റെ കാര്യം ആ വന്ന എൽഡേഴ്സിനോട് സൂചിപ്പിക്കുകയും ചെയ്തു. എൽഡേഴ്സിന് റിയാന്റെ പിതാവ് പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്. റിയാന്റെ പിതാവ് ശരിക്കും ഒരു ധർമ്മസങ്കടത്തിലാണെന്നും അത് കേട്ട ആളുകൾക്കറിയാം. മകൻ അദ്ദേഹത്തിന് ഏറെ വേണ്ടപ്പെട്ട ആളാണ്. പക്ഷെ അതുപോലെ വേണ്ടപ്പെട്ടതാണ് ആ കുടുംബം. ആ കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്തിയില്ലേ പറ്റൂ. മാർക്കിന് വേണ്ടി ആ സ്ക്രിപ്റ്റ് തിരിച്ചു പിടിക്കാൻ സ്വന്തം അച്ഛനെ വധിക്കേണ്ടി വന്നാൽ വധിക്കുമെന്ന ഒരു മൈൻഡ് സെറ്റിലാണ് ഇപ്പോൾ റിയാൻ. അച്ഛനെ ചലഞ്ച് ചെയ്ത് അച്ഛനെ തോൽപ്പിച്ച് ആ സ്ക്രിപ്റ്റ് നേടി മാർക്കിനെ ഈ ലോകത്തേക്ക് മടക്കി കൊണ്ടുവരണം. ആ ഒരൊറ്റ ചിന്ത മാത്രമാണ് ഇപ്പോൾ റിയാന്റെ മനസ്സിലുള്ളത്. റിയാന്റെ മനസ്സിലിരിപ്പ് നന്നായിട്ട് റിയാന്റെ പിതാവിന് മനസ്സിലാവുമെങ്കിലും അദ്ദേഹത്തിന് ആ സ്ക്രിപ്റ്റിന്റെ വാല്യൂ മറ്റാരെക്കാളും നന്നായിട്ട് അറിയുകയും ചെയ്യും. ആ സ്ക്രിപ്റ്റ് ശരിക്കും ആ സീതു കുടുംബത്തെ ഈ സെയിന്റ് ലോകത്തിലെ ഏറ്റവും ഉന്നതിയിൽ എത്തിക്കുമെന്നുള്ള കാര്യം അദ്ദേഹത്തിന് 100% ഉറപ്പാണ്. ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ശക്തി ആ 14th ലെവലിന്റെ തന്നെ ഏതാണ്ട് പീക്കിലേക്ക് കടക്കുകയാണ്. 15th ലെവലിലേക്ക് കടക്കാനുള്ള ഒരു ശക്തി ഇപ്പോൾ റിയാന്റെ പിതാവ് നേടിയിട്ടുണ്ട്. 15th കടന്നാൽ പിന്നെ ഒരൊറ്റ ജമ്പാണ്. ആ ബ്രേക്കിങ്ങിൽ അദ്ദേഹം എത്തുന്നത് സാക്ഷാൽ ഗോഡ് ലെവലിലേക്കാണ്. ഗോഡ് ലെവലിലേക്ക് സീതു കുടുംബത്തിൽ ഒരാൾ കടന്നാൽ പിന്നെ ഈ സെയിന്റ് വീടിൽ ഒരാളും അവരെ ചോദ്യം ചെയ്യാനായിട്ടുണ്ടാവില്ല. അതിശക്തനായ ഒരു യോദ്ധാവായി കൾട്ടിവേറ്ററായി ആ കുടുംബത്തിലെ ആ കാരണവരങ്ങ് മാറും. അതൊരു അസുലഭമായ അവസരമാണ്. എത്രയോ നൂറ്റാണ്ടുകളായി ആ കുടുംബം കാത്തിരുന്ന ആ സൗഭാഗ്യ നിമിഷമാണ് കടന്നു വരാൻ പോകുന്നത്. അതിനെതിരെ റിയാൻ നിൽക്കുമ്പോൾ റിയാന്റെ ആ ചലഞ്ച് ഏറ്റെടുത്തല്ലേ പറ്റൂ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ യുദ്ധത്തിന് റെഡിയാകുന്ന ആ നിമിഷത്തിൽ പെട്ടെന്നാണ് ആ എൻ്റെ ദ്വീപും ഒന്ന് ജ്വലിച്ചത്. ശരിക്കും അതിശക്തമായ ഒരു പ്രകാശം ആ ദ്വീപിലേക്ക്
എവിടെ നിന്നോ വന്ന് വീഴുകയാണ്. ആകാശത്തുനിന്ന് അതിശക്തമായ ഒരു സൂര്യൻ താഴേക്ക് ഇറങ്ങി വരും പോലെ വൻ തൂണുകളുടെ പ്രകാശം താഴേക്ക് എങ്ങനെ പതിച്ചതും ഒരു വല്ലാത്ത വൈബ്രേഷൻ ആ എൻറ്റ് ദ്വീപിലുമുണ്ടായി. ആ പ്രകാശം വന്ന പാതയിലേക്ക് ആ സീതു കുടുംബത്തിന്റെ കാരണവർ സർ റിച്ചാർഡ് ശാന്തമായി ഒന്ന് നോക്കി. ആ പ്രകാശത്തിന്റെ പാതയിലേക്ക് നോക്കിയ ലോർഡ് റിച്ചാർഡ് റിയാനോട് പറഞ്ഞു, റിയാൻ, നമ്മുടെ ചലഞ്ച് നടക്കുമെന്ന് തോന്നുന്നില്ല. റിയാൻ, ഞാൻ ഇപ്പോൾ തന്നെ നിനക്ക് സ്ക്രിപ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യാണ്. ഒരു കാരണവശാലും നീ ഈ സ്ക്രിപ്റ്റ് മിസ്സാക്കരുത്. അതുപോലെ ഇവിടെയുള്ള സകല ആർട്ടിഫാക്റ്റുകളും മാന്ത്രിക സംവിധാനങ്ങളും നീ പരമാവധി കയ്യിലെടുക്കണം. നീ മാർക്കിനെയും കൂടെയുള്ള ആളുകളെയും കൂടി ഇവിടെ നിന്ന് ദൂരേക്ക് മാറ്റിക്കൊള്ളണം. അച്ഛ എന്താ പറയുന്നത്? റിയാൻ, നമ്മൾ ആക്രമിക്കപ്പെടുകയാണ്. ലോർഡ് റിച്ചാർഡ് പറഞ്ഞ ആ വാചകം അക്ഷരാർത്ഥത്തിൽ ശരിവെച്ചുകൊണ്ട് പെട്ടെന്ന് മറ്റൊരു ദിക്കിൽ നിന്ന് ഒരു പ്രകാശ ബീബ് കൂടി ആ ദ്വീപിൽ വന്നു പതിച്ചു. ആ നിമിഷത്തിൽ ആ ദ്വീപിൽ ഒരു കുലുക്കമുണ്ടായി. സർ റിച്ചാർഡിന്റെ ആ വീടിരിക്കുന്നതിന്റെ മുൻവശത്തുള്ള തുറസായ ഭൂമിയിൽ പെട്ടെന്നാണ് ആ കുലുക്കത്തിന് അനുസരിച്ച് ഒരു അതിവേഗതയിൽ ഒരു മരം മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരികയാണ്. ആ മരം പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്ന അതേ നിമിഷത്തിൽ മറ്റൊരു സ്ഥലത്തു കൂടി ഒരു പ്രകാശം വന്ന് പതിക്കുകയാണ്. ആ കൊട്ടാരത്തിന്റെ 3 ദിശകളിലായി 3 പ്രകാശ ബീമുകളാണ് ആകാശത്ത് നിന്ന് താഴെ വീണത്. ആ ബീമുകളുടെ മുന്നിൽ ഇപ്പോ നമുക്ക് ആ 3 പേരെയും കാണാം. ആദ്യത്തെ പ്രകാശം വീണ സ്ഥലത്ത് സാക്ഷാൽ ഐ ഓഫ് ഡിസ്ട്രക്ഷൻ ഷിമോജി കാണാം. രണ്ടാമത്തെ പ്രകാശം വീണ ഭാഗത്ത് ആ ഫോളൻ ഏഞ്ചൽ ലൂസിഫറെ കാണാം. മൂന്നാമത്തെ പ്രകാശം വീണ സ്ഥലത്ത് ആ ഷാഡലോസ് കിങ്ഡത്തിന്റെ ആ സെയിന്റ് ജൂ ചെന്നിനെ കാണാം. 3 ദിക്കുകളിലായി 3 സെയിന്റുകൾ. ആ 3 സെയിന്റുകളും എത്തിയിരിക്കുന്നത് അവരുടെ ഫുൾ പവറിലാണ്. സാധാരണഗതിയിൽ പ്രൊജക്ഷനാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഈ സെയിന്റുകൾ ഉപയോഗിക്കുക. പക്ഷെ ഇവിടെ പ്രൊജക്ഷനുകൾക്ക് പകരം 3 പേരും നേരിട്ട് എത്തിയിരിക്കുകയാണ്. അവരുടെ വരവിന്റെ ഉദ്ദേശം അത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നുള്ള സൂചനയാണ് മൂവരുടെ നേരിട്ടുള്ള വരവ് വിളിച്ചു പറയുന്നത്. അത് കണ്ടതും സർ റിച്ചാർഡ് അവരോടായി പറഞ്ഞു, അപ്പോ നിങ്ങൾ തീരുമാനിച്ചുറച്ചു തന്നെയാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് അല്ലേ? അതിന് മറുപടി പറഞ്ഞത് ഷിമോജിയാണ്. റിച്ചാർഡ്, യുദ്ധം അനിവാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യുദ്ധമാകാം. അതല്ല, നിന്റെ കൈവശമിരിക്കുന്ന സ്ക്രിപ്ചർ നീ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണെങ്കിൽ യുദ്ധം നമുക്ക് ഒഴിവാക്കാം. യുദ്ധം ഒഴിവാക്കിയിട്ട് സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് നൽകാനോ? അത് പറയാൻ നീ ആരടാ? അങ്ങനെ ചോദിച്ചുകൊണ്ട് റിച്ചാർഡ് അയാളുടെ കാല് തറയിലൊന്ന് ആഞ്ഞു ചവിട്ടിയിട്ട് കൈകൾ ഒന്ന് വിടർത്തിയതും അയാളുടെ കൈക്ക് ചുറ്റുമായി ശരിക്കും ഒരു വൻ വില്ല് പ്രത്യക്ഷപ്പെടുകയാണ്. ഒരു കൂറ്റൻ വില്ല്. ആ വില്ല് പ്രത്യക്ഷപ്പെട്ട അതേ നിമിഷത്തിൽ അയാൾ ആ വില്ല് ഞാൻ വലിക്കുകയും ചെയ്തു. സങ്കല്പിക്കുന്നതിനേക്കാൾ വേഗതയിലാണ് ആ വില്ല് പ്രത്യക്ഷപ്പെട്ടതും ആ വില്ല് ഞാൻ വലിക്കപ്പെട്ടതും. എവിടെ നിന്നും അറിയത്തില്ല, വൻ തോതിൽ ഊർജം ആ വില്ല് ഞാനിൽ നിന്ന് മുന്നോട്ട് പതിഞ്ഞ ആ അമ്പിനകത്ത് നമ്മൾ കാണുകയാണ്. ശരിക്കും ഒരു മിസൈൽ പായും പോലെ റിച്ചാർഡിന്റെ മുൻപിൽ നിന്ന് ആ അമ്പ് പാഞ്ഞത് ഷിമോജിക്ക് നേരെയാണ്. ഷിമോജി സെയിന്റ് ആണ്. സെയിന്റ് ഷിമോജിയുടെ നേരെ പാഞ്ഞു വരുന്ന ആ അമ്പ് കണ്ടതും ഷിമോജി തന്റെ കൈ ഒന്ന് കറക്കി. ശരിക്കും ആ കൈ ഒന്ന് കറക്കിയതും അവിടെ ഷിമോജിക്ക് മുന്നിലായി ഒരു വലിയ വൃത്തം രൂപപ്പെടുകയാണ്. ആ വൃത്തം പെട്ടെന്നൊരു കുഴല് പോലെയായി. ആ കുഴല് പാഞ്ഞു വരുന്ന ആ മിസൈലിനെ ചുറ്റും വളയത്തക്ക ശൈലിയിൽ ആ മിസൈൽ നേരെ മുന്നോട്ട് പാഞ്ഞു തുടങ്ങി. ശരിക്കും ഒരു മിസൈൽ ഇങ്ങനെ പാഞ്ഞു വരുമ്പോൾ ഒരു കുഴല് ആ മിസൈൽ നേരെ പാഞ്ഞു വരുന്ന ആ രംഗം ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. ശരിക്കും ആ കുഴല് ആ മിസൈലിനകത്തേക്ക് പോകുമ്പോൾ 2 ഭാഗവും മുന്നോട്ട് പോവുകയാണ്. മിസൈലിനെ ഏതാണ്ട് പൂർണ്ണമായും കവർ ചെയ്തുകൊണ്ട് ആ കുഴല് മുന്നോട്ട് പോകുമ്പോൾ ആ കുഴലിനകത്തുകൂടി തന്നെ മിസൈൽ മുന്നോട്ട് പായുകയാണ്. പെട്ടെന്ന് സകലരും ഞെട്ടിച്ചുകൊണ്ട് ആ മിസൈൽ ഷിമോജിയുടെ ബോഡിയിൽ ഇടിക്കുകയും ഷിമോജി തെറിക്കുകയും ചെയ്തു. ആ ഐ ഓഫ് ഡിസ്ട്രക്ഷൻ എന്ന സെയിന്റ് കിങ്ഡത്തിന്റെ സർവാധിപനായ സാക്ഷാൽ സെയിന്റ് ഷിമോജി പുറകോട്ട് തെറിച്ചപ്പോൾ അത് ഈ ട്രഷർ ഐലൻഡിൽ വൻ ആവേശം ഉണ്ടാക്കി. ആ ആവേശം ഉണ്ടാകുമ്പോൾ തന്നെ ആ റിച്ചാർഡിന്റെ ഇടത് ഭാഗത്തായി ആ ഡോക്ടർ നിലയുറപ്പിച്ചിരിക്കുകയാണ്. വലതു ഭാഗത്തായി ഈ കായ് വന്ന് നിൽക്കുകയാണ്. ഈ കായ് ശരിക്കും 14th ലെവലിലെ അതിശക്തനായ ഒരു യോദ്ധാവാണ്. വലതുവശത്ത് ഈ കായും ഇടതുവശത്ത് ഡിവൈൻ ഡോക്ടറും നടുക്ക് റിച്ചാർഡ്. അവരുടെ പുറകിലായി ഒരു 8 അംഗ ടീം. നേരത്തെ ആ 8 സ്ഥലങ്ങളിലായി സെക്ലൂഷനിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന
കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ 8 പേരും പുറകോട്ട് വന്നതും നേരത്തെ അവിടെ തറയുന്ന മുകളിലേക്ക് പൊങ്ങി വന്നിരുന്ന ആ മരം അതിവേഗം വളരുകയാണ്. വളർന്ന് ആ കൊട്ടാരത്തിന്റെ അത്രയും വലിപ്പത്തിലേക്ക് ആ മരം അങ്ങ് വളരുമ്പോൾ ആ മരത്തിൽ പെട്ടെന്നാണ് കായ്കൾ പിടിച്ചത്. ഡിവൈൻ മരവും ഡിവൈൻ കായ്കളും. 1 ഡസൻ കായ്കൾ ആ മരത്തിലേക്കുണ്ടായി. സുവർണ്ണ നിറത്തുള്ള ആ കായ്കൾ ഉണ്ടാകുന്ന ആ നിമിഷത്തിൽ ലൂസിഫർ അറ്റാക്ക് ചെയ്തു. ലൂസിഫർ ഒരു വല്ലാത്ത പവർഫുൾ പേഴ്സൺ ആണ്. ആ സകല പവറും അയാളുടെ കയ്യിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് തുരുതുര മുകളിൽ നിന്ന് താഴേക്ക് ലൈറ്റനിങ്ങിൽ സൃഷ്ടിക്കുകയാണ്. മിന്നലുകളുടെ വൻ ശൃംഖല തന്നെ മുകളിൽ നിന്ന് താഴേക്ക് വന്നതും റിച്ചാർഡ് ആ വലതു ഭാഗത്തായി പൊങ്ങി നിൽക്കുന്ന ആ മരത്തിന്റെ കായ് ഒരെണ്ണം അടർത്തി. ഒരു ചെറിയ ഗ്ലോബ് പോലെ ഒരു കായ്. ആ കായ് ഒരു ഡിവൈൻ കായാണല്ലോ. ആ കായ് കയ്യിലേക്ക് എടുത്ത റിച്ചാർഡ് ആ ഓളിബോളിന്റെ പന്ത് മുന്നിലേക്ക് കറക്കി വിടും പോലെ ആ കായ് ഒന്ന് കറക്കി വിട്ടു. ആ അന്തരീക്ഷത്തുള്ള അതിവേഗം പായുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ആ മിന്നലുകൾ ഇങ്ങനെ പാഞ്ഞു വരികയാണ്. ആ മിന്നലുകളും ആ കായും തമ്മിൽ കൂട്ടിമുട്ടിയതും ആ എൻറ്റയർ മേഖലയും ഒരു വൻ പ്രകാശത്തിൽ അങ്ങ് വിലയിക്കുകയാണ്. ഈ സമയത്ത് ദൂരേക്ക് തെറിച്ചുന്ന ഷിമോജി വീണ്ടും ആ ഐലൻഡിലേക്ക് എത്തിയ നിമിഷത്തിൽ ഇവിടെ ലൂസിഫർ ആ സ്ഫോടനത്തിൽ പുറകോട്ട് തെറിച്ചു. സെയിന്റ് ലൂസിഫർ ആണ് പുറകോട്ട് തെറിച്ചിരിക്കുന്നത്. ആ സമയത്ത് പക്ഷേ മൂന്നാമത്തെ ആള് ലീജൻ അറ്റാക്ക് ചെയ്തു. ലീജന്റെ അറ്റാക്കിനെ തടുത്തത് സക്ഷൽ ഈ കായും ഡോക്ടറും ചേർന്നാണ്. ശരിക്കും ഈ കായ് ഒരു വിസ്മയമാണെന്ന് നമുക്ക് ആ നിമിഷത്തിലാണ് തോന്നുന്നത്. സെയിന്റ് ലീജൻ അതിശക്തനാണ്. അയാളുടെ സെയിന്റ് പവർ പൂർണ്ണമായി അയാൾ എടുത്ത് ഉപയോഗിക്കുകയാണ്. പക്ഷേ ആ സെയിന്റ് പവറിനെ തകിടം മറിച്ചുകൊണ്ട് ഈ കായിയുടെ അതിശക്തമായ ഒരു സോഡ് അറ്റാക്കാണ് അവിടെ ഉണ്ടായത്. ഈ കായ് നിന്ന സ്ഥലത്ത് നിന്ന് ആകാശത്തേക്ക് പടർന്നു കയറി ലൈറ്റനിങ് വേഗതയിൽ ആ വാള് ആ ലീജൻ നിൽക്കുന്ന മേഖലയിലേക്ക് ആഞ്ഞു വീശുമ്പോൾ ലീജന്റെ കയ്യിലും വാള് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ലീജന്റെ ആ സോഡ് പ്രകാശവും ഈ കൈയുടെ സോഡ് പ്രകാശവും തമ്മിൽ കൂട്ടിമുട്ടപ്പോൾ ആ കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങളും അടർന്നു തെറിക്കുകയാണ്. ഈ നിമിഷത്തിൽ സാക്ഷാൽ റിയാൻ സീതു മാർക്കിനെയും മെങ്ങിനെയും ആര്യനെയും അതുപോലെ ചാങ് മെങ്ങിനെയും ഒരു ആർട്ടിഫാക്റ്റിനകത്ത് കയറ്റി അതിവേഗം അവിടെ നിന്ന് പലായനം ആരംഭിച്ചു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് കൂടെയുള്ള ആളുകൾക്ക് ചോദിക്കാൻ കഴിയുമ്പോൾ ആർട്ടിഫാക്റ്റിനകത്തേക്ക് ഫാറ്റി സിധു അവരെ വലിച്ച് കയറ്റിയിരുന്നു. അതിവേഗതയിൽ അവരവിടുന്ന് പായുകയാണ്. ഇവിടെ യുദ്ധം കൊടുമ്പിരി കൊണ്ടു. ഒരാഴ്ച ആ യുദ്ധം അങ്ങനെ തുറന്നു എന്ന് പറയാം. അതിശക്തരായ 3 സെയിന്റുകൾ തലങ്ങും വിലങ്ങും ആ കൊട്ടാരത്തെ ആക്രമിക്കുകയാണ്. പക്ഷേ ആ ആക്രമണത്തിൽ 1 ഇഞ്ച് പോലും പതറാതെ റിച്ചാർഡിന്റെ സേനയും ആ സെയിന്റുകളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ ഏറ്റുമുട്ടൽ ഏതാണ്ട് സമാസമം നിൽക്കുകയാണ്. ഒരാഴ്ചയായി തുടരുന്ന ആ യുദ്ധം ശരിക്കും മറ്റ് സെയിന്റ് ലോകത്തെ ആളുകളെയും വല്ലാതെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ട്രഷർ ഐലൻഡ് എന്ന നിലയിൽ ഈ സീതു കുടുംബത്തിന്റെ ആ സ്ഥലം എല്ലാവരും അറിയുന്നതാണ്. സീതു കുടുംബത്തിന് പണമുണ്ടെന്ന് അറിയാമായിരുന്നെങ്കിലും അവരുടെ കയ്യിൽ ഇത്രയേറെ മാന്ത്രിക ആയുധങ്ങളും മാന്ത്രിക സംവിധാനങ്ങളും ഉണ്ടാകുമെന്ന് ഒരാളും കരുതിയിരുന്നില്ല. 3 സെയിന്റുകൾ ഒരുമിച്ച് ആ ഐലൻഡിനെ അറ്റാക്ക് ചെയ്തിട്ടും ആ ഐലൻഡിനെ നിയന്ത്രിക്കുന്ന റിച്ചാർഡിന്റെ സേനയും പിടിച്ചു നിൽക്കുകയാണ്. 7-ാം ദിവസം പക്ഷേ ഒരു മാറ്റമുണ്ടായി. അന്ന് ആ മൂവർ സംഘത്തോടൊപ്പം ഒരാൾ കൂടി ജോയിൻ ചെയ്തു. സാക്ഷൽ സിയാങ്ങിന്റെ പവർ മറ്റ് സെയിന്റുകളെ അപേക്ഷിച്ച് കൂടിയിരിക്കുന്ന സമയമാണ്. ആ സിയാങ് കൂടി ആ യുദ്ധത്തിന്റെ ഭാഗമായതും ആ 4 സംഘത്തിന്റെ ശക്തി റിച്ചാർഡും ടീമിന്റെ സംഘത്തെ പെട്ടെന്നങ്ങ് മറികടന്നു. വടംവലിയിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരല്പം ബലം കൂടിയാൽ മറുഭാഗം ആ നിമിഷം തെന്നി താഴെ വീഴുമല്ലോ. അത് തന്നെ ഇവിടെ സംഭവിച്ചു. ശരിക്കും ബലാബലം നിൽക്കുകയായിരുന്ന ആ ടീമുകൾക്കിടയിലേക്ക് സിയാങ് കടന്നു വന്നതോടുകൂടി എൻറ്റയർ സിറ്റുവേഷനും ആ സിയാങ്ങിന്റെ ടീമിന് ഒപ്പമായി മാറി. ലൂസിഫറും ഷിമോജിയും ആ ലീജനും സിയാങ്ങും ചേർന്ന് തുടർന്ന് അവിടെ അതിശക്തമായ ഒരു ഫൈറ്റ് നടത്തിയതും റിച്ചാർഡും ടീമും ഒക്കെ ഒരു ഓർമ്മയായി മാറി. 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ആരെങ്കിലും അവിടെ എത്തിയാൽ നമ്മൾ അവിടെ കാണുക ഏതാണ്ട് തരിശായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഉണ്ടായിരുന്ന ആ ഡിവൈൻ ട്രീയും ആ ഡിവൈൻ ട്രീയിലെ ആ കായ്കളും ആ കൊട്ടാരവും എന്ന് വേണ്ട ഒന്നും അവിടെയില്ല. സകലതും തകർത്ത് തരിപ്പണമാക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനിടയിൽ ആ 4 സംഘത്തിന് അതീവ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അവരുടെ ബോഡിയിൽ ആഴത്തിൽ പരിക്കേൽപ്പിക്കാൻ റിച്ചാർഡിനും ടീമിനും പറ്റിയിരുന്നു. അവർ മരിക്കുന്നതിന് മുമ്പ് അത് പൂർത്തീകരിച്ചിരുന്നു. അതുകൊണ്ട് ആ സ്ക്രിപ്റ്റ് എടുക്കാൻ നിൽക്കാതെ ആ 4 സംഘം അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഈ കഥ പെട്ടെന്ന് എല്ലായിടത്തും അങ്ങ് പരന്നു. 4 സെയിന്റുകൾ ആ
ട്രഷർ ഐലൻഡിനെ ആക്രമിച്ച് നശിപ്പിച്ചതിന് ശേഷം അവിടുന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. ആ ട്രഷർ ഐലൻഡിൽ നിന്ന് അവർക്ക് സ്ക്രിപ്റ്റ് കിട്ടിയില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഒരു പാട്ടാണ്. ട്രഷർ ഐലൻഡിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു വനത്തിനകത്ത് വളരെ സുരക്ഷിതമായ ഒരു വീട്ടിനകത്ത് ആ 5 പേരും ഇപ്പോൾ ഉണ്ട്. മാർക്ക് ഫെല്ലറും മെങ്ങും ഫാറ്റിയും ആര്യനും പിന്നെ ചാങ്മാങ്. വല്ലാത്തൊരു നിശബ്ദത ആ വീടിനകത്തുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ബോധം വീണപ്പോൾ മാർക്കിനോട് ആ ടീം പറഞ്ഞു. മാർക്ക് അബോധാവസ്ഥയിൽ കിടക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ മാർക്കിനെ അവിടെ നിന്ന് മാർക്കിനെ അബോധാവസ്ഥയിലേക്ക് ആക്കിയത് യഥാർത്ഥത്തിൽ ഡോക്ടറാണ്. മാർക്ക് അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് പോവില്ലെന്ന് മാർക്കിൻ്റെ ഒരു ക്യാരക്ടർ അറിയാവുന്ന ഫാറ്റി സീതു നേരത്തെ ഡോക്ടറോട് പറഞ്ഞിരുന്നു. അതിൻ്റെ ഫലമായി ഡോക്ടറാണ് മാർക്കിനെ ഒന്ന് മയക്കിയത്. മാർക്ക് ബോധത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ സംഭവങ്ങൾ ഒന്നൊന്നായി അറിഞ്ഞു. ഫാറ്റി സിധുവിനോട് എന്ത് പറയണമെന്നറിയാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് മാർക്ക് ഉൾപ്പെടെ ബാക്കിയുള്ള ആളുകൾ എത്തിയിരിക്കുകയാണ്. ആ ഫാറ്റി സിധുവിന് നഷ്ടമായിരിക്കുന്നത് അവൻ്റെ പിതാവും അവൻ്റെ സാമ്രാജ്യവുമാണ്. സകല ബന്ധുക്കളും അവന് നഷ്ടമായിരിക്കുകയാണ്. ആ സംഭവത്തെക്കുറിച്ച് അവിടെ അങ്ങനെ ചർച്ച നടക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് കുലപതിയും ക്ഷിതിഗർഭയും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടക്കുകയാണ്. കുലപതിയെ നിഷ്പ്രയാസം അവസാനിപ്പിച്ച് കളയാമെന്ന് കരുതിയാണ് ക്ഷിതിഗർഭ അയാളുടെ ആ ഗോസ്റ്റ് വേൾഡിൽ നിന്ന് അവിടെ എത്തിയത്. ക്ഷിതിഗർഭയ്ക്ക് ആ സെയിന്റ് വേൾഡിൽ ഒരു സെയിന്റ് കിങ്ഡം ഉണ്ട്. അതുപോലെ ആ പർഗട്രിയിൽ മറ്റൊരു സ്ഥലത്തും അയാൾക്കൊരു ഏരിയ ഉണ്ട്. അവിടെയാണ് ആ പർഗട്രിയുമായി ബന്ധപ്പെട്ട ഗോസ്റ്റുകളേക്ക് അല്ലെങ്കിൽ ആത്മാക്കളേക്ക് അയാൾ സൂക്ഷിക്കുക. സെയിന്റ് ലോകത്തിലുള്ള ആ സ്ഥലത്ത് വേറെ ആത്മാക്കളാണ്. ഈ 2 ഭാഗവും നിയന്ത്രിക്കുന്ന അയാളാണ്. ക്ഷിതിഗർഭ ആ സ്ക്രിപ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ശരിക്കും കുലപതിയെ നേരിട്ടത്. ഇവിടെ ഈ ട്രഷർ ഐലൻഡിൽ യുദ്ധം നടക്കുന്ന അതേ സമയത്ത് ആ 9 ക്ലിഫ്സിന് സമീപത്ത് കുലപതിയും ആ ക്ഷിതിഗർഭയും തമ്മിൽ സമാനതകളില്ലാത്ത ഒരു യുദ്ധമാണ് നടന്നത്. പക്ഷേ യുദ്ധത്തിന്റെ എൻഡിൽ ക്ഷിതിഗർഭ തോറ്റ് തുന്നം പാടി അവിടുന്ന് ഓടി. കുലപതിയെ തോൽപ്പിക്കാൻ ആ സെയിന്റ് ക്ഷിതിഗർഭയ്ക്ക് പറ്റിയില്ല. ഇതേ അവസ്ഥ തന്നെയാണ് മെങ് ആലിസിന്റെ ഭാഗത്തുണ്ടായത്. അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്തത് അതിശക്തരായ 2 സെയിന്റുകളാണ്. അവര് പഠിച്ച പണി 18 നോക്കിയിട്ടും ആലിസ്റ്ററെ തോൽപ്പിക്കാൻ പറ്റിയില്ല. ആലിസ്റ്റർ സെയിന്റ് എന്ന പേരെടുത്തിട്ടില്ലെങ്കിലും അയാള് 15th ലെവലിലേക്ക് കടന്നിരിക്കുന്ന ഒരു ഒറിജിനൽ സെയിന്റ് തന്നെയായിരുന്നു. അയാളുടെ പവറിന് മുന്നിൽ ആ 2 സെയിന്റുകൾക്കും പരാജയം സമ്മതിക്കല്ലാതെ വേറെ മാർഗം ഉണ്ടായില്ല. പക്ഷെ ആരും കാണാത്തത് സിമ്രാനെയാണ്. സിമ്രാൻ ആ സ്ക്രിപ്റ്റുമായി എങ്ങോട്ട് മുങ്ങി എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. ഈ സംഭവവികാസങ്ങളൊന്നും മാർക്കോ കൂടുതൽ ആളുകൾ അറിഞ്ഞിട്ടില്ല. മാർക്കും ടീമും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പ്രകാശം ആ വീടിനകത്ത് തികച്ചും അപ്രതീക്ഷിതമായി വന്നു കയറി. ആരാരും അറിയാതെ ആ വനത്തിനകത്ത് രഹസ്യമായി താമസിക്കുകയാണ് യഥാർത്ഥത്തിൽ മാർക്കും ടീമും. അപ്പോഴാണ് ഒരു പ്രകാശം ആ വീടിനകത്ത് വന്ന് പതിക്കുന്നത്. അമ്പരപ്പോടെ ആളുകൾ ആ പ്രകാശത്തിലേക്ക് നോക്കുമ്പോൾ ആ പ്രകാശം പെട്ടെന്ന് ഒരു രൂപമായി മാറി. ആ രൂപത്തെ കണ്ട് മാർക്ക് ഫെല്ലർ അമ്പരപ്പോടെ ഉറക്കെ വിളിച്ചു പോവുകയാണ്, ഹേ ശ്രീഹരി! മാർക്ക് ശ്രീഹരി അവസാനമായി കാണുന്നത് ആ ഹെവൻലി സിനുമായി ഏറ്റുമുട്ടുന്ന സമയത്താണ്. ആ ഹെവൻലി സിനിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഹെവൻലി സിനോട് ഒരു ഒത്തുതീർപ്പ് എന്ന ശൈലിയിൽ ഒരു ഹാള് സൃഷ്ടിച്ച് തന്റെ മരണം ഒരിക്കൽ കൂടി അവിടെ നടത്തിയെടുത്ത ശ്രീഹരിയെ മാർക്ക് കണ്ടിരുന്നു. ആ മാർക്ക് ഇപ്പോൾ വീണ്ടും ശ്രീഹരി കാണുകയാണ്. ശ്രീഹരിയെ ഫാറ്റി സിധു ശക്തമായി ഓർക്കുന്നുണ്ട്. അവസാനം ശ്രീഹരിയും ശ്രീറാമും ഫാറ്റിയും കാങ്ങും മാർക്കും ലേഡി ആലിസ്റ്ററുമാണല്ലോ ഉണ്ടായിരുന്നത്. ലേഡി ആലിസ്റ്റർ മാർക്കിനെ കൊണ്ട് പോയപ്പോൾ ശ്രീഹരിയും ശ്രീറാമോട് ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ സിധുവിന് അറിയാം. സിധു അമ്പരപ്പോടെ ശ്രീഹരി നോക്കുമ്പോൾ ശ്രീഹരി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ എന്നെ ഒന്ന് സഹായിക്കണം. ശ്രീഹരി, ഞാൻ എങ്ങനെ സഹായിക്കേണ്ടത്? മാർക്ക്, നിന്റെ കയ്യിൽ ആ സ്ക്രിപ്റ്റ് ഉള്ളത് എനിക്കറിയാം. ശ്രീഹരി, അങ്ങക്ക് അതെങ്ങനെ അറിയാം? മാർക്ക്, ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സ് ഇപ്പോൾ നിന്റെ കൈവശമുണ്ടെന്ന് ആർക്കാ അറിയാത്തത്? മാർക്ക്, ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് ഒരു സിമ്പിൾ കാര്യമാണ്. നീ ആ ഗോഡ് ലോകത്തിലേക്ക്, ആ ഇൻവെസ്റ്റർ ഓഫ് ഗോഡ്സിനകത്തേക്ക് എന്നെ ഒന്ന് കയറ്റിവിടണം. ശ്രീഹരി എന്തായി പറയുന്നത്? അവിടേക്ക് പോയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. മാർക്ക്, ഞാനിപ്പോൾ ഹെവൻലി സിനിന്റെ ഭാഗമാണ്. ഹെവൻലി സിനിന് ഞാൻ അടിയറോ പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ സോള് ഹെവൻലി സിനിലാണ്. ബാക്കി എൻ്റെ ഓർമ്മകളൊക്കെയും അങ്ങ് ഗോസ്റ്റ് വേൾഡിലാണ്, ക്ഷിതിഗർഭയുടെ അടുത്ത്. എനിക്കിതൊക്കെ തിരിച്ചു പിടിക്കാൻ ഞാൻ നോക്കിയിട്ട് ഒരേ ഒരു ചാൻസേ ഉള്ളൂ. അത് ഞാൻ ഈ ഗോഡ് ലെവലിൻ്റെ ഭാഗമാകുക എന്നുള്ളതാണ്.
ഈ സ്ക്രിപ്ചർ വഴി അതിന് പറ്റും. മാർക്ക്, നീ അത് ചെയ്താൽ അത് എന്തുകൊണ്ടും ഗുണകരമാവും. അങ്ങനെ പറഞ്ഞതും മാർക്ക് പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ശ്രീഹരിയോട് ചോദിച്ചു, ശ്രീഹരി, എമിലിയെ കണ്ടായിരുന്നു? മാർക്ക്, അത് പറയാനാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇവിടേക്ക് വന്നത്. മാർക്ക്, നിന്റെ ജീവൻ മടക്കി കിട്ടാൻ വേണ്ടി ഹെവൻലി സിന്നുമായി എമിലി ബ്ലാക്ക് ഒരു കരാറ് ഒപ്പിട്ടിട്ടുണ്ട്. കരാറോ? എന്താണ് പറയുന്നത്? മാർക്ക്, അതെ, എമിലി ബ്ലാക്ക് ശരിക്കും ഹെവൻലി സിന്നിനോട് ഏർപ്പെട്ട കരാറിന്റെ ഫലമായിട്ടാണ് ഹെവൻലി സിൻ നിന്നെ ആ 4th ഡയമെൻഷനിൽ നിന്ന് പുറത്തേക്ക് വിട്ടത്. മാർക്കിന്റെ ബോഡിയിലുള്ള ആ 4ാം സ്റ്റാർ അതിശക്തമായ ആക്രമണത്തിന് വിധേയമാകേണ്ട ഒരു പ്ലേസ് ആയിരുന്നു. അവിടെ മാർക്കിനെ ഒന്നും ചെയ്യാതെ പുറത്തേക്ക് വിട്ടത് എമിലി ബ്ലാക്ക് ഹെവൻലി സിന്നുമായി ഉണ്ടാക്കിയ കരാർ അനുസരിച്ചാണെന്ന് ശ്രീഹരി പറഞ്ഞപ്പോൾ വല്ലാത്തൊരു അത്ഭുതം മാർക്കിനും അതുപോലെ ഫാറ്റിക്കൊക്കെ അനുഭവപ്പെടുകയാണ്. എമിലി ബ്ലാക്കിനെ അവനും കണ്ടതാണ്. അതിസുന്ദരിയായ എമിലി ബ്ലാക്ക് മറയുന്നതിന് മുന്നേ ആലിസിനോട് മാർക്കിനെ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞതും അവൻ കണ്ടതാണ്. ആ എമിലി ബ്ലാക്ക് ശരിക്കും അവളുടെ ലൈഫ് ആ ഹെവൻലി സിന്നിനെ അടിയറ വെച്ചിട്ട് മാർക്കിനെ രക്ഷിച്ചു എന്ന് കേട്ടപ്പോൾ മാർക്കിന്റെ മുഖം ശരിക്കും വിവരണമായി. അത് കണ്ട ശ്രീഹരി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എമിലിയെ തിരിച്ചുകൊണ്ടുവരാൻ ഞാൻ ആലോചിച്ചിട്ട് വേറെ മാർഗമൊന്നുമില്ല. നീ എത്രയും പെട്ടെന്ന് നിന്റെ ശക്തി വർദ്ധിപ്പിച്ചാൽ നിനക്ക് എമിലിയെ തിരിച്ചു പിടിക്കാം. അതിന് ഞാനും നിന്നോടൊപ്പം നിൽക്കാം. അങ്ങനെ പറഞ്ഞതും മാർക്ക് കൂടുതലൊന്നും ആലോചിച്ചില്ല. ഇതിനിടയിൽ ഫാറ്റി സിധു മാർക്കിനെ ഹാൻഡ് ഓവർ ചെയ്തിരുന്ന ആ സ്ക്രിപ്ചർ മാർക്ക് പുറത്തെടുത്തു. ആ സ്ക്രിപ്ചർ മാർക്ക് ഒരു പ്രത്യേക രീതിയിൽ ആക്ടിവേറ്റ് ചെയ്തതും ആ സ്ക്രിപ്ചറിലേക്ക് പെട്ടെന്നാണ് ശ്രീഹരി വലിച്ചെടുക്കപ്പെട്ടത്. ശ്രീഹരി ഒരു പ്രകാശമായ സ്ക്രിപ്ചറിനകത്തേക്ക് കടന്നു പോകുന്ന അമ്പരപ്പിക്കുന്ന കാഴ്ച ആ 4 സംഘം കണ്ടു. ശ്രീഹരി അപ്രത്യക്ഷമാകുമ്പോൾ ശ്രീഹരിയുടെ ശബ്ദം മാർക്ക് കേട്ടു. മാർക്ക്, നിങ്ങൾ ഇവിടെ അധികം നേരം നിൽക്കണ്ട. ഈ സ്ഥലം കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞു. വേഗം ഇവിടുന്ന് മാറാൻ നോക്ക്. ശ്രീഹരി അവിടെ എത്തിയതുപോലെ വേറെ ആളുകൾ അവിടെ എത്തുമെന്നാണ് ശ്രീഹരി പറഞ്ഞതിൻ്റെ അർത്ഥം. ശ്രീഹരി ആ സ്ക്രിപ്റ്റിനകത്തേക്ക് കടന്നതും അങ്ങനെ പറഞ്ഞ ശ്രീഹരിയുടെ ശബ്ദം പെട്ടെന്ന് മങ്ങുകയും ചെയ്തു. ശ്രീഹരി അപ്രത്യക്ഷമായി കഴിഞ്ഞതും മാർക്കും കൂട്ടരും അടുത്ത പരിപാടിയെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങി. മാർക്കിന്റെ 10% ഡിവൈൻ സെൻസ് മാത്രമാണ് ഇപ്പോൾ മാർക്കിന്റെ ആ ബോഡിയിലുള്ളത് എന്ന് പറയുമ്പോൾ മാർക്കിന്റെ ഒറിജിനൽ സോള് പൂർണ്ണമായും ആ സ്ക്രിപ്റ്റിനകത്താണ്, അല്ലെങ്കിൽ ആ ഗോഡ് ലെവൽ സംവിധാനത്തിനകത്താണ്. അത് തിരിച്ചെടുക്കാൻ എന്താണ് മാർഗം? മാർക്ക് പല മാർഗങ്ങളും ആലോചിച്ചു തുടങ്ങി. മാർക്കിന്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളും കൂടി മാർക്ക് ആലോചിക്കുമ്പോൾ മാർക്കിന്റെ മനസ്സിലേക്ക് അവസാനം കടന്നു വന്നത് മാർക്കിനെ ആ ഗോസ്റ്റ് വേൾഡിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ച രണ്ടാമനെയാണ്. അത് ആ സ്കോളറാണ്. അന്ന് ക്ഷിതിഗർഭ അവിടെ കയ്യിൽ ആ ബ്രഷും ആ ബുക്കുമായി മാർക്കിനെ ആ ഗോസ്റ്റ് വേൾഡിന്റെ ഭാഗമാക്കാനായി മാർക്കിന്റെ പേരെഴുതാൻ പോവുകയായിരുന്നു. ആ ബുക്കിലേക്ക് ആ ബ്രഷ് ഉപയോഗിച്ച് മാർക്ക് ഫെല്ലർ എന്ന് എഴുതാൻ പോയ നിമിഷത്തിലാണ് ആ സ്കോളർ ആ ബ്രഷ് ക്ഷിതിഗർഭയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുന്നത്. ക്ഷിതിഗർഭയ്ക്ക് ആ പർഗേറ്ററിയിൽ ഒരു സെയിന്റിന്റെ പവർ ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിലും അയാളൊരു സെയിന്റാണ്. ആ സാഹചര്യത്തിൽ അയാളുടെ കയ്യിൽ നിന്ന് ആ സ്കോളർക്ക് ഒരു കാരണവശാലും ആ ബ്രഷ് തട്ടിപ്പറിക്കാൻ കഴിയില്ല. പക്ഷെ എന്നിട്ടും ആ സ്കോളർ ആ ബ്രഷ് തട്ടിപ്പറിക്കുകയും അത് മാർക്കിന് കൊടുക്കുകയും ചെയ്തു. അതിന് ആ സ്കോളർ ഉപയോഗിച്ച തന്ത്രം അതാണ് മാർക്കിന്റെ മനസ്സിൽ പെട്ടെന്ന് തെളിഞ്ഞത്. മാർക്കിന് ഇപ്പോഴും ആ രംഗം ഓർമ്മയുണ്ട്. ക്ഷിതിഗർഭയുമായിട്ടുള്ള ആ ഫൈറ്റ് ശരിക്കും കടുക്കുന്ന ആ നിമിഷത്തിൽ പെട്ടെന്നാണ് അവിടെ അനവധി സീനുകൾ ജനറേറ്റ് ചെയ്യപ്പെട്ടത്. ഭൂതകാലത്തും വർത്തമാനകാലത്തും ഭാവിയിലുമുള്ള സീനുകൾ ഇടകലർന്ന് പെട്ടെന്ന് മാർക്കിന്റെ മുന്നിലേക്ക് വരികയായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്കിന് മനസ്സിലാകും മുമ്പ് മാർക്കിന്റെ കയ്യിൽ ആ ബ്രഷ് എത്തിയിരുന്നു. അതോടൊപ്പം മാർക്കിനെ അതിവേഗതയിൽ പുറത്തേക്ക് തള്ളിക്കൊണ്ട് ശ്രീഹരി നൽകിയ ആ പോയിന്റുകളും എത്തി. അങ്ങനെയാണ് മാർക്ക് അന്ന് ആ ഗോസ്റ്റ് വേൾഡിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നത്. മാർക്കിന് ഇപ്പോഴും ആ സംഭവം ഓർമ്മയുണ്ട്. മാർക്ക് അന്ന് ആ സ്കോളർ സൃഷ്ടിച്ച ആ ചിത്രങ്ങളാണ് പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയത്. ആ ചിത്രങ്ങൾ തനിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അതൊരു റീഇൻകാർണേഷൻ ടെക്നിക്കാണ്, ഒരു പുനർജന്മ രീതിയാണ് അന്ന് ആ സ്കോളർ ഉപയോഗിച്ചത്. മാർക്കിന് ആ ഗോഡ് ലെവൽ സ്ട്രക്ചർ മോണിറ്റർ ചെയ്യുന്ന ആളിന്റെ ശ്രദ്ധയിൽപ്പെടാതെ ഏത് ശൈലിയിൽ തന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന് അറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ റീഇൻകാർണേഷൻ ഉപയോഗിച്ചാലോ എന്ന് മാർക്ക് ഒന്ന് ആലോചിച്ചപ്പോൾ മാർക്ക് പതുക്കെ ആ കൈ ഒന്ന് അനക്കി തുടങ്ങി. ആ സ്കോളറുടെ കൈ അനക്കം ഇപ്പോഴും മാർക്കിന്റെ മനസ്സിലുണ്ട്. ആ സ്കോളർ കൈ അനക്കിയതുപോലെയൊക്കെ മാർക്ക് അനക്കുന്നത് മാർക്കിനെ തന്നെ വീക്ഷിക്കുന്ന ചാങ് മാങ്ങും അതുപോലെ ആര്യനും ഫാറ്റിയും മെങ്ങും ഒക്കെ കാണുന്നുണ്ട്.
ചാങ് മാങ് പറഞ്ഞു, അല്ല മാർക്കിന് വട്ടായോ? മാർക്ക് എന്താ കൈ ആക്ഷൻ കാണിക്കുന്നത്? ആ കൈ പല ശൈലിയിലും മാർക്ക് പൊക്കുകയും താക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, നൃത്ത രൂപത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഫാറ്റി ചാങ്ങിനോട് പറഞ്ഞു, അയ്യോ ബോസിന് ഇനി വട്ടായോ? ആ 4 സംഘം മാർക്കിനെ ശല്യം ചെയ്യാതെ ആ ശൈലിയിൽ കമന്റുകൾ പറയുമ്പോൾ മാർക്കിന്റെ ആ കൈ അനങ്ങി ഒരു പ്രത്യേക രീതിയിലെത്തി. അപ്പോഴേക്കും 2 ദിവസം കടന്നുപോയിട്ടുണ്ട്. ആ വനത്തിനകത്ത് അധികം നേരം തങ്ങണ്ട എന്ന് ശ്രീഹരി പറഞ്ഞെങ്കിലും മറ്റെങ്ങോട്ടും പോകാൻ അവർക്ക് പറ്റില്ല എന്നാണ് സത്യം. എങ്ങോട്ടെങ്കിലും പോകുന്നതിന് മുമ്പ് മാർക്കിന് തന്റെ ശക്തി ഒന്ന് വർദ്ധിപ്പിക്കണമെന്നൊരു തോന്നൽ, അതുകൊണ്ട് കൂടിയാണ് മാർക്ക് അവിടെ തുടർന്നത്. അങ്ങനെ കൈ അനക്കിക്കൊണ്ടിരുന്ന മാർക്ക് പെട്ടെന്ന് ഒരു പ്രത്യേക ഫോർമേഷൻ കൈ അനക്കിയതും മാർക്കിന്റെ ചുറ്റും പെട്ടെന്ന് അനവധി ചിത്രങ്ങൾ രൂപപ്പെട്ടു. ഈ സംഭവം ചാങ് മാങ് ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ടു. സിനിമ കാണും പോലെ മാർക്കിന്റെ മുന്നിൽ വലിയ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. നേരത്തെ അവർക്ക് പരിചയമുള്ള പല രംഗങ്ങളും ഇത് അവരുടെ മുന്നിൽ ഒരു ചലച്ചിത്രം കാണുന്ന പോലെ അങ്ങനെ അവതരിച്ചതും ശരിക്കും ആ 4 സംഘം അമ്പരന്ന് ആ രംഗത്തിലേക്ക് മാർക്കിലേക്ക് നോക്കുകയാണ്. മാർക്കാണെങ്കിൽ ആ കൈകൾ പ്രത്യേക രീതിയിൽ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്കും ചാങ് മാങ്ങും ഒക്കെ ആ രൂപത്തിൽ കടന്നു വരുന്നുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പല രംഗങ്ങളും അതിവേഗം കടന്നു വരികയാണ്. അവസാനം ആ 9 ക്ലിഫ്സിന് മുകളിൽ നടന്ന യുദ്ധം വരെ ആ സ്ഥലത്ത് റീപ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതും ചാങ് മാങ്ങും ആ കൂടെയുള്ള ആളുകളും മാർക്കിനോട് എന്താണ് സംഭവം എന്നറിയാനായിട്ട് മുന്നോട്ട് കുതിച്ചതാണ്. പക്ഷെ പെട്ടെന്നൊരു ഫോഴ്സ് ഉണ്ടായി. ആ ഫോഴ്സ് ചാങ് മാങ് ഉൾപ്പെടെയുള്ള സകല ആളുകളുടെ സോളിനെ തന്നെ പിടിക്കുകയാണ്. ശരിക്കും തന്റെ ശരീരത്തിൽ നിന്ന് എന്തോ വലിച്ചെടുക്കപ്പെടുന്ന പോലെ ഒരു തോന്നൽ ചാങ് മാങ്ങിനും അതുപോലെ ആര്യനും ഉണ്ടായി. മുന്നോട്ട് കുതിച്ച ആര്യന്റെയും ചാങ് മാങ്ങിന്റെയും ബോഡിയിൽ നിന്നാണ് ആ സോളുകൾ വലിച്ചെടുക്കപ്പെടുന്നത്. അത് കണ്ട ഫാറ്റി സീത്തും മുന്നോട്ട് കുതിച്ച് ചാങ്ങിനെയും ആര്യനെയും വലിക്കാൻ ശ്രമിക്കുമ്പോൾ പറ്റുന്നില്ല. ഫാറ്റിയുടെ സോൾ കൂടി വലിച്ചെടുക്കപ്പെടുകയാണ്. ശരിക്കും അതിശക്തമായ ഒരു ഫോഴ്സ് അവരുടെ ഉള്ളിൽ നിന്ന് എന്തോ വലിച്ചെടുക്കുന്നത് പോലെ തോന്നിയതും ആ 3 പേരും കറങ്ങി താഴെ വീഴാൻ പോയ ആ നിമിഷത്തിൽ മെങ് ഒന്ന് അന്തരീക്ഷത്തിലൂടെ കുതിച്ചു പാഞ്ഞ് അതിശക്തമായ ഒരു ഒറ്റ വെട്ട് മാർക്കിനും ഈ ആളുകൾക്കും ഇടയിലാണ് അവൾ ആഞ്ഞു വെട്ടിയത്. അവളുടെ ആ സോഡ് ലൈറ്റ് അങ്ങനെ അതിവേഗതയിൽ കടന്നുപോയതും പെട്ടെന്ന് അവർക്കിടയിൽ ഒരു ബ്രേക്ക് ഉണ്ടായി. ആ ബ്രേക്ക് അക്ഷരാർത്ഥത്തിൽ ചാങ്ങിന്റെയും ആര്യന്റെയും ഫാറ്റിയുടെയും ജീവൻ രക്ഷിച്ചു എന്ന് പറയാം. ആ സമയത്ത് മാർക്ക് പെട്ടെന്ന് കണ്ണു തുറന്ന മാർക്ക് കാണുന്നത് തെറിച്ചു വീഴുന്ന ചാങ്ങിനെയും ആര്യനെയും അതേപോലെ ഫാറ്റിയുമാണ്. അതേ സമയത്ത് മെങ് ആകാശത്തൂടെ പറന്ന് മറുഭാഗത്ത് ലാൻഡ് ചെയ്യുന്നതും മാർക്ക് കണ്ടു. മാർക്കിന് ഇപ്പോ തന്റെ മുന്നിലുള്ള ആ ചിത്രങ്ങൾ കാണാം. മാർക്ക് പെട്ടെന്ന് കൈ പിൻവലിച്ചു. ഉടൻ തന്നെ ആ രംഗങ്ങൾ പഴയതുപോലെയായി. ചാങ്ങും താഴെ വീണ ആര്യനൊക്കെ എണീറ്റ് മാർക്കിനെ തന്നെ സൂക്ഷിച്ചു നോക്കുമ്പോൾ മാർക്ക് പഴയതുപോലെ ആയിക്കഴിഞ്ഞു. മാർക്ക് എന്താ സംഭവം? അല്ല, ഞാനേ ഒരു രംഗം പ്രാക്ടീസ് ചെയ്തതാണ്. മാർക്ക് പ്രാക്ടീസ് ചെയ്ത രംഗം എന്താണെന്ന് അവർ കണ്ടു. ശരിക്കും ഒരു ചലച്ചിത്രം അവിടെ മാർക്ക് അവതരിപ്പിക്കുകയായിരുന്നു. അത് മനസ്സിലാക്കിയ ആര്യൻ മാർക്കോട് ചോദിച്ചു, മാർക്ക് എന്താ യഥാർത്ഥം സംഭവിച്ചത്? ആര്യൻ, ഞാന് ആ സ്ക്രിപ്ചറിലെ അറിവുകളെ ഒന്ന് പ്രാക്ടീസ് ചെയ്തതാണ്. കൂടുതൽ വിശദീകരിക്കുന്നതിനേക്കാൾ എളുപ്പം ആ സ്ക്രിപ്ചറുമായി ബന്ധപ്പെട്ട് ഒരു ഡയലോഗ് പറയുന്നതാണെന്ന് മാർക്കിന് തോന്നിയതുകൊണ്ടാണ് മാർക്ക് അങ്ങനെ പറഞ്ഞത്. ആ സ്ക്രിപ്ചർ ഫാറ്റി സീതു മാർക്കിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. ആ സ്ക്രിപ്ചർ മാർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന അവരൊക്കെ കണ്ടതുമാണ്. അതിനകത്ത് കണ്ട ഒരു കാര്യം മാർക്ക് പ്രാക്ടീസ് ചെയ്തു എന്ന് മാർക്ക് പറഞ്ഞതും അവിടെ അതിനൊരു ആശ്വാസമായി. പെട്ടെന്ന് മെങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമ്മൾ ഇവിടെ ഇങ്ങനെ തുടർന്നാൽ പുറത്ത് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് ഇവിടുന്ന് എന്തായാലും മാറിയേ പറ്റൂ. മാർക്കിനും അക്കാര്യം അറിയാം. ശ്രീഹരി തന്നെ മാർക്കിനോട് അക്കാര്യം സൂചിപ്പിച്ചതാണ്. അവസാനം അവര് ഒരു ധാരണയിലെത്തി. അവിടുന്ന് നേരെ മിസ്റ്റീരിയസ് സെയിൻലി കിങ്ഡത്തിലേക്ക് പോവുക. മിസ്റ്റീരിയസ് സെയിൻലി കിങ്ഡം അവർക്കൊരു സുരക്ഷ നൽകുമെന്ന് ഒരു തോന്നൽ മെങ്ങിനും അതുപോലെ ചാങ് മാങ്ങിനും ഉണ്ട്. ചാങ് മാങ്ങിന്റെ ബോഡി ഹോളി ബോഡിയാണ്. മിങ് ആണെങ്കിൽ ഹോളി ഡോട്ടറുമാണ്. അവർക്ക് 2 പേർക്കും ഒരു കാര്യം ഇപ്പോൾ അറിയാം. ആ മിസ്റ്റീരിയസ് സെയിൻലി കിങ്ഡത്തിൽ അവർ കടക്കുമ്പോൾ അവരുടെ ശക്തി വർദ്ധിക്കുന്നുണ്ട്. അതേ സമയത്ത് അവിടെ നിന്ന് അവര് മറ്റെങ്ങോട്ടെങ്കിലും മാറുമ്പോൾ അവരുടെ ശക്തി കുറയുകയും ചെയ്യുകയാണ്. അവരുടെ ഫുൾ പവർ അവർക്ക് ലഭിക്കുന്നത് അവിടെ എത്തുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് മിസ്റ്റീരിയസ് സെയിൻലി കിങ്ഡത്തിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ മാർക്കും അങ്ങനെ സംഭവിച്ചു. അവിടെ എവിടെ പോകാം അതാണ് ചോദ്യം. ലിങ്ക് സിറ്റിയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവരെത്തി. ലിങ്ക് സിറ്റിയിലേക്ക് പോകണമെന്ന് മാർക്ക് പറഞ്ഞത് സാക്ഷാൽ കാങ്ങിനെ കാണാൻ വേണ്ടിയാണ്. ആ ഓൾഡ് മാസ്റ്റർ കാങ് അവിടെ ഉണ്ടെങ്കിൽ അവർക്കൊരു സഹായമാവും. പക്ഷേ അവിടേക്ക് ചെല്ലുമ്പോൾ ആ 5 പേരെയും ആരും തിരിച്ചറിയാൻ പാടില്ല. അതിനുള്ള മാർഗം ഫാറ്റിയുടെ കയ്യിലുണ്ട്. ഫാറ്റിയുടെ സമ്പന്നമായ കുടുംബം ഏതാണ്ട് നശിച്ചെങ്കിലും നശിക്കുന്നതിന് മുമ്പ് ഫാറ്റിയുടെ പിതാവ് റിച്ചാർഡ്
ഫാറ്റിക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്ന സ്വത്തുക്കളുടെ ശേഖരം ഇപ്പോഴും വലുത് തന്നെയാണ്. അവന്റെ കയ്യിൽ ഒരുപാട് മാന്ത്രിക റിങ്ങുകളുണ്ട്. ആ റിങ്ങുകൾക്കകത്ത് വൻതോതിൽ സാധനങ്ങളാണ് അവൻ ഒളിപ്പിച്ചിരിക്കുന്നത്. ഒരു അക്ഷയ ഖനിയാണ് ഫാറ്റി സിത്തു എന്ന് പറയാം. ഫാറ്റി സിത്തു ആ 5 പേരുടെയും ഓറ തടുത്ത് പിടിക്കുന്നതിനുള്ള ചില സംവിധാനങ്ങളാണ് പുറത്തെടുത്തത്. അവരെ ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ വേഷം മാറി ഓറ ക്രമീകരിച്ചതിന് ശേഷം ആ 5 അംഗ ടീം അവിടെ നിന്ന് നേരെ എത്തിയത് ലിങ്ക് സിറ്റിയിലാണ്. ഇപ്പോ ഈ മിസ്റ്റീരിയസ് സെയിൻലി കിങ്ഡത്തിലേക്ക് ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ആ റെസ്ട്രിക്ഷൻ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി എന്ന് പറയാം. പക്ഷെ അവിടെ നിന്ന് എന്തെങ്കിലും മോഷിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു എതിർപ്പ് അവിടെ ഉണ്ടാവും. അതല്ലാതെ ആളുകൾ വരുന്നതിനും പോകുന്നതിനുള്ള തടസ്സം ഇപ്പോൾ പഴയതുപോലെ ഇല്ല. ലിങ്ക് സിറ്റിയിൽ മാർക്ക് എത്തുമ്പോൾ ലിങ്ക് സിറ്റി പഴയതുപോലെ തന്നെയാണ്, വളരെ സജീവമാണ്. മാർക്കറ്റിൽ ആളുകളുടെ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പല തരത്തിലുമുള്ള എക്സ്പ്ലോറേഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ലിങ്ക് സിറ്റി. നേരത്തെ ആ ശവകുടീരം എക്സ്പ്ലോർ ചെയ്യാൻ മാർക്ക് പോയതുപോലെ ഇപ്പോഴും ആളുകൾ പല സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ട്. അത് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, ഏതെങ്കിലും ടീമിന്റെ ഭാഗമായിട്ടാണ് പോകാൻ. അങ്ങനെ ടീമുകൾ റിക്രൂട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ചിലയിടത്തൊക്കെ പോകാൻ 50 പേരൊക്കെ വേണം, ചിലടത്ത് 10 പേര് മതി. ഓരോ സ്ഥലത്തേക്ക് പോകാനും ആവശ്യാനുസരണം ആൾ വേണം. അതിനാവശ്യമുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രക്രിയ സജീവമായി അവിടെ മാർക്കറ്റ് നടക്കുകയാണ്. ആ മാർക്കറ്റിന്റെ സമയത്തൂടി മാർക്കറ്റ് ടീമും നേരെ പോയത് കാങ്ങിന്റെ വസതിയിലേക്കാണ്. അവിടേക്ക് കടക്കുമ്പോൾ തന്നെ മാർക്കിനും ചാങ്മാങ്ങിനും ഒക്കെ ഒരു വല്ലാത്ത അതിശയം. ആൾതാമസമുള്ള ഒരു ലക്ഷണമില്ലാത്ത വസതിയിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. കാങ്ങിന്റെ വസതി അങ്ങനെ ആയിരുന്നില്ല. ശരിക്കും സജീവമായ ഒരു വസതിയായിരുന്നു കാങ്ങിൻ്റെത്. പക്ഷെ ഇപ്പോൾ ചെടികളൊക്കെ പടർന്നു നിൽക്കുകയാണ്. ഒത്തിരിയേറെ കുറ്റിച്ചെടികൾ അവിടെ ഉണ്ട്. വല പിടിച്ചു കിടക്കണം ആ വീട്. അതിനിടയിലൂടെ ആ ടീം അങ്ങനെ നടക്കുമ്പോൾ ഒരു കറുത്ത രൂപം പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് വന്നു. മുന്നിലേക്ക് വന്ന ആ രൂപം ഉടൻ തന്നെ മാർക്കിനെ കണ്ട് മാർക്ക് എന്ന് വിളിക്കുകയും ചെയ്തു. ശബ്ദം കേട്ടതും മാർക്ക് ആളെ തിരിച്ചറിഞ്ഞു. അത് വാങ്ങാണ്. വാങ്ങിനെ കണ്ടതും മാർക്ക് അറിയാതെ അവനോട് ചോദിച്ചു പോവുകയാണ്, വാങ്, നീ എങ്ങനെയാ എന്നെ തിരിച്ചറിഞ്ഞത്? മാർക്ക്, നിങ്ങളുടെ ഏത് വേഷം കിട്ടിയാലും ഞാൻ അറിയും. കാരണം മാർക്ക്, നിന്റെ ബോഡിയിൽ ഒരു അടയാളം മാസ്റ്റർ കാങ് ഇട്ടിട്ടുണ്ട്. അത് നീ ഇനി ഏത് ലെവലിലേക്ക് പോയാലും അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് നിന്നെ തിരിച്ചറിയാൻ പറ്റിയത്. ആ അടയാളത്തിന്റെ ഒരു സൂചന കാങ് വാങ്ങിന് കൊടുത്തിട്ടുള്ളത് കൊണ്ട് വാങ്ങിന് അത് എളുപ്പം പറ്റി. വാങ് അത്രയും പറഞ്ഞതും മാർക്ക് കൂടുതൽ ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നിൽക്കാതെ വാങ്ങിനോട് പറഞ്ഞു, എനിക്ക് മാസ്റ്റർ കാങ്ങിനൊന്ന് കാണണം. മാർക്ക്, ഞാൻ അതിനാ ഇവിടെ നിന്നത്. നീ ഇവിടെ വരുമെന്ന് മാസ്റ്റർ എന്നോട് പറഞ്ഞിരുന്നു. നീ വരുമ്പോൾ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ നിന്നത്. അതും മാർക്കിനെ അതിശയപ്പെടുത്തിയ അറിവാണ്. മാർക്ക് മടങ്ങി വരുമെന്ന് ആ മാസ്റ്റർ കാങ്ങിന് 100% ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ കാങ് ആ വാങ്ങിനെ അവിടെ നിയോഗിച്ചത്. എന്തായാലും കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ വാങ്ങിനൊപ്പം മാർക്കിൻ ടീമും ആ കാങ്ങിന്റെ പുതിയ സ്ഥലത്തേക്ക് നടന്നു. ഒത്തിരി വളഞ്ഞു പൊളഞ്ഞുള്ള വഴികളിലൂടെ നടന്നെത്തിയത് വിശാലമായ ഒരു കോമ്പൗണ്ടിലേക്കാണ്. പക്ഷെ ആ കോമ്പൗണ്ടിന് ചുറ്റും വനമാണെന്ന് മാത്രം. കാങ് ഒളിച്ച് താമസിക്കുകയാണെന്ന് വ്യക്തം. മാർക്ക് അവിടെ എത്തിയതും കാങ് മാർക്കിനെ കണ്ട് ഓടി വന്ന് മാർക്കിനെ കെട്ടിപ്പിടിച്ചു. മാർക്ക്, നിന്നെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ കാങ് പറയുമ്പോൾ മാർക്കും അത് തന്നെ പറഞ്ഞു. എന്തായാലും പെട്ടെന്ന് തന്നെ ആ സൗഹൃദ സംഭാഷണം കാര്യത്തിലേക്ക് കടന്നു. മാർക്ക്, ശരിക്കും എന്തൊക്കെ സംഭവിച്ചെന്ന് എനിക്ക് അറിയാവൂ? അല്ല, ട്രഷർ ഐലൻഡിൽ യുദ്ധം നടന്നത് എനിക്കറിയാം. മാർക്ക്, ആ യുദ്ധത്തിന്റെ എൻഡിൽ ഫാറ്റിന്റെ പിതാവ് കൊല്ലപ്പെട്ടു. അത് പറയുമ്പോൾ ഫാറ്റി സിത്തുവിന്റെ മുഖത്ത് ശരിക്കും സങ്കടം നെല്ലിക്കുകയാണ്. ഫാറ്റി, നീ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ പിതാവ് റിച്ചാർഡ് വളരെ അഭിമാനത്തോടെ മരിച്ചു നമുക്ക് വേണമെങ്കിൽ പറയാം. അദ്ദേഹം 11 ദിവസമാണ് ആ 3 സെയിന്റുകൾക്കെതിരെ പിടിച്ചു നിന്നത്. നീ ആലോചിക്കണം, അദ്ദേഹം പിടിച്ചു നിന്നത് സെയിന്റുകൾക്കെതിരെയാണ്. അവസാനം ആ ഷീ യാങ് കൂടി ആ സെയിന്റുകൾക്കൊപ്പം ചേർന്നപ്പോഴാണ് ആ ബാലൻസ് തെറ്റിയത്. അവിടെ നടന്ന യുദ്ധത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ കാങ് മാർക്കിനും ടീമിനും മുന്നിൽ അവതരിപ്പിച്ചു. കഥകൾ കേട്ടുകഴിഞ്ഞതും നിശബ്ദരായിരിക്കുന്ന മാർക്കിനോടും ടീമിനോടുമായി കാങ് പറഞ്ഞു, പിന്നെ ഇപ്പോൾ ഒരു വിഷയമുണ്ട്. എന്ത് വിഷയം? മാർക്ക്, ആലിസ്റ്റർ കുടുംബത്തിൽ 2 സെയിന്റുകൾ നടത്തിയ ആക്രമണം ആലിസ്റ്റർ കുടുംബത്തെ ഏതാണ്ട് തകർത്തു എന്ന് പറയാം. ആ തകർച്ചയ്ക്ക് മുന്നേ ആലിസ്റ്റർ കുടുംബത്തിലെ തലവൻ മിങ്ങും 9 പേരടങ്ങിയ അതിശക്തമായൊരു ടീമും അവിടെ നിന്ന് അവരുടെ ആ മേഖലയിൽ നിന്ന് ഇവിടെ ഈ സെയിൻലി കിങ്ഡത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സെയിൻലി കിങ്ഡത്തിൽ സാധാരണഗതിയിൽ ഒരാളും അങ്ങനെ അറ്റാക്ക് നടത്തത്തില്ല. അവര് ഇവിടെ ഉണ്ട്. ലോർഡ് ആലിസ്റ്റർ എന്ന് മാർക്ക് വിളിച്ചത് സാക്ഷാൽ റിയ ആലിസ്റ്ററെയാണ്. ആ കാര്യം ഓർമ്മ വന്നതും മാർക്ക് കാങ്ങിനോട് ചോദിച്ചു, അപ്പോൾ റിയയും? മാർക്ക്, റിയയും അവർക്കൊപ്പം ഉണ്ടെന്നാണ് എൻ്റെ ധാരണ.
എന്തായാലും ഏറ്റവും ശക്തരായ 10 ആളുകളെ മാത്രം കൂടെ കൂട്ടിയിട്ട് ആലിസ്റ്റർ കുടുംബത്തിന്റെ ആ തലവൻ കുടുംബത്തെ ഉപേക്ഷിച്ച് ഈ മിസ്റ്റീരിയസ് സെയിൻറ്റ്ലി കിങ്ഡത്തിലേക്ക് വന്നിരിക്കുകയാണ്. മാർക്ക് അതുപോലെ തന്നെയാണ് അവരെ വേട്ടയാടുന്ന ആളുകളും. മറ്റ് സെയിന്റ് കിങ്ഡങ്ങളിലെ ആളുകൾ ഇപ്പോൾ ഈ സെയിന്റ് കിങ്ഡത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം ആ സ്ക്രിപ്ചർ തന്നെയാണ്. മാർക്കിന്റെ കൈവശമുള്ള ആ സ്ക്രിപ്ചർ അതുപോലെ തന്നെ ആ ആലിസ്റ്റർ കുടുംബത്തിന്റെ കയ്യിലുമുണ്ട്, കുലപതിയുടെ കയ്യിലുമുണ്ട്, പിന്നെ സിമ്രാന്റെ കയ്യിലുമുണ്ട്. ആ സ്ക്രിപ്ചറുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് മിക്കവാറും എല്ലാ സെയിൻറ്റ്ലി കിങ്ഡത്തിലെയും അതിശക്തർ ഇപ്പോൾ ഈ മിസ്റ്റീരിയസ് സെയിൻറ്റ്ലി കിങ്ഡത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങൾ പറഞ്ഞ കാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇവിടേക്ക് വിളിപ്പിച്ചത്. എനിക്കറിയാം നീ ഇവിടെ വരുമെന്ന്. പക്ഷെ മാർക്ക്, നീ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. നിന്നെ തേടി ഉറപ്പായും ആളുകൾ എത്തും. നിന്റെ കൈവശമിരിക്കുന്ന ആ സ്ക്രിപ്ചർ അത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ മാർക്ക്, മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിന്റെ കയ്യിലെ ആ റിങ്, അത് ഇപ്പോഴും ഒരു ടാർഗറ്റായി കാണുന്ന ആ 3 ടീമുണ്ടല്ലോ, പാത്ത് ഓഫ് ഹെവനും ഗാർഡിയൻ ഓഫ് ഓർഡറും ആ അപ്പർ ഡൂം ടീമും, അവരും എക്സ്പെർട്ടുകളെ നിനക്കെതിരായി അയച്ചിരിക്കുകയാണ്. മാർക്കിനെ വേട്ടയാടാനുള്ള ടീമുകളുടെ എണ്ണം ഒരുപാട് കൂടിയിരിക്കുന്നുവെന്ന് അത് കേട്ടപ്പോൾ മാർക്കിന് മനസ്സിലായി. എന്തായാലും കാങ്ങുമായി സംസാരിച്ചതിന് ശേഷം മാർക്ക് ചാങ് മാങ്ങിനെയും ആര്യനെയും മിസ് മെങ്ങിനെയും ഫാറ്റി സിധുവിനെ അടുത്തേക്ക് വിളിച്ചു. അവരോടായി മാർക്ക് പറഞ്ഞു, നോക്ക്, എനിക്കെതിരെ എന്തായാലും ഒരു ആക്രമണം ഉറപ്പായും ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ലേശം ദൂരേക്ക് പോകാൻ വിചാരിക്കുകയാണ്. എൻ്റെ എനർജി ലെവൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം കണ്ടെത്തി അങ്ങോട്ട് പോകാനാണ് എൻ്റെ ടാർഗറ്റ്. അതിനിടയിൽ നമ്മൾ ഒന്നിച്ചു പോയാൽ നമ്മൾ 5 പിടിക്കപ്പെടും. നമുക്ക് തൽക്കാലം വേർപിരിയും. അത് കേട്ടതും മെങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ അങ്ങനെയാണെങ്കിൽ ഈ സെയിൻറ്റ്ലി കിങ്ഡത്തിൽ ഒന്ന് കറങ്ങാം. സെയിൻറ്റ്ലി കിങ്ഡത്തിൽ ഉറപ്പായും ആ ഹാർട്ടുകൾ ഉണ്ടാവും. ഞാൻ ആ ഹാർട്ടുകൾ സംഘടിപ്പിക്കാം. ഞാൻ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് ആ ഹാർട്ടുകൾ സംഘടിപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇതുവരെയും ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. ആ ഹാർട്ടുകൾ കിട്ടുകയാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ആ ഹാർട്ടുകൾ ഇനി വേണ്ടത് സാക്ഷാൽ ചാങ് മാങ്ങിനാണ്. ചാങ് മാങ്ങിന്റെ ഉള്ളിൽ ഇപ്പൊ 20 ഹാർട്ടുകളുണ്ട്. ആ ഹാർട്ടുകളുടെ എണ്ണം അതിവേഗം കൂട്ടാൻ പറ്റിയാൽ ചാങ് മാങ്ങിന് പവർ കൂടും. ആ പവർ കൂടിയാൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ആവും. അങ്ങനെ മെങ് പറഞ്ഞതും ഈ സംഭാഷണം കേട്ടിരുന്ന ആര്യൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ എൻ്റെ വംശത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് മടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അത് കേട്ടതും ഓൾഡ് മാസ്റ്റർ കാങ് ആര്യനോട് പറഞ്ഞു, ആര്യൻ, അത് നല്ലതാണ്. നിങ്ങളുടെ ഈ കുട്ടിച്ചത്ത വംശം ശരിക്കും പവർഫുള്ളാണ്. അവരുമായി ബന്ധപ്പെട്ട് നീ ഒന്നുകൂടി ശക്തനായാൽ അതെന്തായാലും ഗുണം ചെയ്യും. ഇനിയുള്ളത് ചാങ് മാങ് ആണ്. അവരുടെ രണ്ടുപേരുടെ സംഭാഷണം കേട്ടിരുന്ന ചാങ് മാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ആ മൈൻഡ് ഭാഗത്തേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഈ ഗാർഡിയൻ ഓഫ് ഓർഡറിൻ്റെ ആളുകൾ ആ ഭാഗത്തുണ്ട്. അവർക്ക് ഞാൻ ശേഖരിച്ച ആ സംഭവം കൊടുക്കണം. അതിനുശേഷം അവരോട് യാത്ര പറയണം. എന്തായാലും ഞാനും ശക്തനാകാൻ ശ്രമിക്കാം. ഗാർഡിയൻ ഓഫ് ഓർഡറിൻ്റെ 4 ലീഡേഴ്സിൽ ഒരാളാണല്ലോ ചാങ് മാങ്. അതുകൊണ്ട് തന്നെ ചാങ് മാങ്ങിന് അയാളുടെ ലീഡറോട് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ചാങ് മാങ്ങും അങ്ങനെ പറഞ്ഞതും ഫാറ്റി സിധു മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ബോസ്, നിങ്ങൾ എവിടെ പോകുന്നു അവിടെ ഞാനുണ്ടാവും. ഹേയ് ഫാറ്റി, എന്നോടൊപ്പമുള്ള യാത്ര അത്ര സുഖമുള്ള യാത്രയാവില്ല. ബോസ്, ഞാൻ പറഞ്ഞല്ലോ, മരണമാണെങ്കിൽ മരണം, അതിനപ്പുറത്ത് ഒന്നും സംഭവിക്കുകയില്ലല്ലോ. അങ്ങനെ തീർത്ത് ഫാറ്റി സിധു പറഞ്ഞതും അവസാനം അങ്ങനെ ഒരു ധാരണയായി. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ചാങ് മാങ്ങും ആര്യനും മെങ്ങും അവർ വിട്ടുപിരിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് കാങ്ങും മാർക്കും പിന്നെ ഫാറ്റി സിധുവാണ്. കാങ്ങിനോട് യാത്ര പറഞ്ഞു ഫാറ്റി സിധു മാർക്കും കൂടി അവിടെ നിന്ന് പുറത്തേക്ക് തിരിച്ചു. അവര് മാർക്കറ്റിലേക്കാണ് വരുന്നത്. മാർക്കറ്റിലേക്ക് നടക്കുമ്പോൾ മാർക്ക് ഫാറ്റി സിധുവിനോട് പറഞ്ഞു, ഫാറ്റി, ഞാൻ ഒരു സ്ഥലം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടേക്ക് പോകാമെന്നാണ് ഞാൻ കരുതുന്നത്. ബോസ്, ഏതാ സ്ഥലം? അത് ആ ഡിവൈൻ സിൽക്ക് വൂം റിഡ്ജ് എന്നറിയപ്പെടുന്ന ആ സ്ഥലമില്ല, അവിടേക്കാണ്. മാർക്കിന്റെ കയ്യിൽ കാങ് കൊടുത്തിരിക്കുന്ന ഒരു മാപ്പുണ്ട്. ആ മാപ്പിൽ ഏറ്റവും പ്രയാസമേറിയ സ്ഥലങ്ങൾ കറുത്ത നിറത്തിൽ അടയാളപ്പെടുത്തുന്നു. ആ മാപ്പിനകത്ത് കറുത്ത നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ആ സിൽക്ക് വൂം ബ്രിഡ്ജ്. ആ സ്ഥലത്തേക്ക് പോകാൻ മാർക്ക് തീരുമാനിച്ചു എന്ന് കേട്ടതും ഫാറ്റി സിധു പെട്ടെന്ന് അറിയാതെ നിന്നു പോവുകയാണ്. ഏയ് ഫാറ്റി, എന്തു പറ്റി? മാർക്ക്, അത് ശരിക്കും അപകടം പിടിച്ച സ്ഥലമാണ്. എന്താ അവിടുത്തെ അപകടം? മാർക്ക്, ഈ സാൻഡ് വേർബിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ആ മൈനിലെ സകല ഓറും തിന്നു തീർക്കുന്ന ആ
വോം. മാർക്ക് ആ സാൻവേബിനെ കണ്ടിട്ടുണ്ട്. മെങ്ങും ആ സാൻവേബ് എന്നുള്ള യുദ്ധം മാർക്ക് നേരിട്ട് കണ്ടതാണ്. ആ രംഗം മനസ്സിൽ വന്ന മാർക്ക് ഫാറ്റിയോട് പറഞ്ഞു, അതെ സാൻവേബ് എനിക്കറിയാം. മാർക്ക്, ഈ സാൻവേബുകൾ ഉണ്ടാകുന്നത് ഈ പറഞ്ഞ സ്ഥലത്താണ്. ശരിക്കും അപകടം പിടിച്ച സ്ഥലമാണ്. അത് കേട്ടതും മാർക്ക് അയാളോട് പറഞ്ഞു, ഫാറ്റി, നമുക്ക് നമ്മുടെ ശക്തി വീണ്ടെടുക്കണമെങ്കിൽ അവിടെ പോയാലേ പറ്റൂ. കഥയുടെ ഈ ഭാഗം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫിലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യാം. താങ്ക് യു.